എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി എനിക്കിങ്ങനെ ഇവിടെ സംസാരിക്കാൻ ഒരു അവസരം തന്ന യുക്തിവാദി പഠന കേന്ദ്രത്തിനും അതിൻ്റെ ഭാരവാഹികളോടും എൻ്റെ കൃതജ്ഞത നന്ദി അറിയിക്കട്ടെ. ഈ യാഥാർത്ഥ്യം എന്ന് പറയുന്ന ഒരു സംഗതി പലരും പറയാറുണ്ട്, നിങ്ങൾ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് തിരക്കണം, യാഥാർത്ഥ്യം അറിയാതെ സംസാരിക്കരുത്. അപ്പോൾ നമ്മൾ പൊതുവിൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്താണ് യാഥാർത്ഥ്യം? ഭൗതികവാദപരമായിട്ട് നമ്മൾ പൊതുവിൽ പറയുക, നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവസാനിപ്പിച്ചാലും നിലനിൽക്കുന്നത് എന്തോ, നിങ്ങൾ വിശ്വസിക്കുന്നത് അവസാനിപ്പിച്ചാലും നിലനിൽക്കുന്നത് എന്തോ, അതാണ് യാഥാർത്ഥ്യം. അതായത് പല കാര്യങ്ങളും നമ്മൾക്ക് ഭാവനയിലൂടെ നിലവിൽ കൊണ്ടുവരാൻ സാധിക്കും. ഉദാഹരണമായി തീ തുപ്പുന്ന വ്യാളി, അങ്ങനെ ഒരു സംഗതി ഈ ലോകത്തെങ്ങുമില്ല. പക്ഷേ അങ്ങനെ ഒരു സംഗതി ഭാവനയിൽ കൊണ്ടുവരിക നമ്മളെ സംബന്ധിച്ചോളം എളുപ്പമാണ്, അത് നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ മനോജന്യ സങ്കല്പങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഭൗതിക ലോകത്തോ അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന പ്രപഞ്ചത്തിലോ നിലനിൽക്കേണ്ട കാര്യമില്ല. അത് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഒരു സവിശേഷതയാണ്. നമ്മളെങ്ങനെയാണ് മാലാഖമാരെ ഉണ്ടാക്കുന്നത്? മനുഷ്യ പെൺകുട്ടിയും പക്ഷിയുടെ ചിറകും നമ്മളുടെ ബ്രെയിൻ ഫോട്ടോഷോപ്പ് ചെയ്താണ് മാലാഖ ഉണ്ടാക്കുന്നത്. അത് കുട്ടിക്കളിയാണ്, നമ്മുടെ ബ്രെയിൻ അതൊന്നും ഒരു വിഷയമല്ല. അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും പാറ്റേണുകൾ ഉണ്ടാക്കുകയും ഡിസൈനുകൾ ഉണ്ടാക്കുകയും മോഡലുകൾ ഉണ്ടാക്കുകയും ചെയ്ത് യാഥാർത്ഥ്യമായി യാതൊരു ബന്ധവുമില്ലാത്ത പല കാര്യങ്ങളും നമ്മൾ നിലവിൽ കൊണ്ടുവരുന്നത്. നിലവിൽ കൊണ്ടുവരിക എന്നുള്ളത് ആദ്യത്തെ പടിയാണ്. രണ്ടാമത്തത് അതിൽ അഗാധമായി വിശ്വസിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒന്നുണ്ട് എന്നും അതിൻ്റെ അസ്തിത്വം വളരെയധികം ശരിയാണ് എന്നുള്ളൊരു ബോധം. ഇനി മൂന്നാമത് അത്തരം നിർമ്മിത യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെടുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ദൈവം എന്ന് പറയുന്നത് അത്തരം ഒരു യാഥാർത്ഥ്യമാണ്, ഒരു മനോജന്യ സങ്കല്പമാണ്. അത് വിശ്വസിക്കുന്ന ആൾക്ക് ഉണ്ട്, വിശ്വസിക്കാത്ത ആൾക്ക് ഇല്ല. അതാണ്. മാലാഖയും അങ്ങനെ തന്നെ, പ്രേതവും അങ്ങനെ തന്നെ, ഡിങ്കനും അങ്ങനെ തന്നെ, കാക്രി പൂക്രി നമ്മളുടെ ഫേമസ് ഗോഡ് അദ്ദേഹവും അങ്ങനെ തന്നെ. അപ്പോൾ വിശ്വസിച്ച് നിലവിൽ വരുത്താൻ കഴിയുന്നവയെ യാഥാർത്ഥ്യമായി നമുക്ക് കാണാൻ സാധിക്കില്ല. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്താണ് നിലനിൽക്കുന്നത്, അതാണ് യാഥാർത്ഥ്യം എന്നാണ് നമ്മൾ പറയുക പൊതുവിൽ. പക്ഷേ യാഥാർത്ഥ്യം സംബന്ധിച്ച് ചില വാദങ്ങൾ, അടിസ്ഥാനപരമായി ചില മതവാദങ്ങളുണ്ട്. അതിലൊന്നാണ് മായാവാദം. മായയും ഗീതയും എന്ന് നമ്മൾ പറയും. ഗീത തന്നെ ഒരു മായയാണ്. പണ്ട് ഒരു സന്യാസിയുടെ ഒരു കഥയുണ്ട്. ഒരു സന്യാസി തൻ്റെ അനുയായികളോടെല്ലാം ഇതേപോലെ ഒരു നിറഞ്ഞ സദസ്സിൽ ഇങ്ങനെ പ്രസംഗിക്കുകയായിരുന്നു. ഹോളല്ല എന്ന് മാത്രം. അതായത് അദ്ദേഹം പറയുന്നത്, ഈ ജീവിതം എന്ന് പറയുന്നത് വളരെ ക്ഷണികമാണ്, ഇത് ഒരു സ്വപ്നമാണ്. യു ആർ ലിവിങ് എ ഡ്രീം. നിങ്ങളൊരു സ്വപ്നത്തിലൂടെ സഞ്ചരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടേതെന്ന് കരുതുന്നതും നിങ്ങൾ കാണുന്നതും നിങ്ങൾ അനുഭവിക്കുന്നതും യഥാർത്ഥത്തിൽ നിലവിലില്ല. ഒക്കെ ഒരു മായയാണ്. പരമാർത്ഥ യാഥാർത്ഥ്യം എന്ന് പറയുന്ന ബ്രഹ്മമാണ്. അതിൻ്റെ ഒരു പ്രൊജക്ഷൻ മാത്രമാണ് ഈ വ്യാവഹാരിക ലോകം. മായയുടെ കാരണം അവിദ്യയാണ്. നിങ്ങൾക്ക് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ വിവരമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നത്. അദ്ദേഹം ഇങ്ങനെ പ്രഭാഷണം വളരെ ഭീകരമായി പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയും കുറേ കഴിഞ്ഞപ്പോൾ ഒരു കാള മായാവാദമൊന്നും പഠിക്കാത്തൊരു കാള ആയിരിക്കണം. കാള വന്ന് ഈ വേദിയിലേക്ക് ഇടിച്ചു കയറുകയും മൊത്തം ഒരു ടെർമിനേറ്ററെ പോലെ നശിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും അനുയായികളെല്ലാം എഴുന്നേറ്റോടി, ഈ സന്യാസിയും എഴുന്നേറ്റോടി. വേദികളെല്ലാം ആകപ്പാടെ നാശമായി, വേദിയും ഇരിപ്പിടമില്ല. കുറെ കഴിഞ്ഞ് ഈ മായാവാദത്തിൽ വിശ്വസിക്കാത്ത ഏതോ ഒരാൾ ഈ കാളെ പിടിച്ചു കെട്ടി. അതിനുശേഷം വീണ്ടും ഈ യോഗം തുടങ്ങുകയാണ്. അപ്പോൾ സന്യാസി വീണ്ടും വന്നിരുന്ന മായാവാദത്തിൻ്റെ സങ്കീർണതകളിലേക്കും പെർമ്യൂട്ടേഷൻസ് ഓഫ് കോമ്പിനേഷൻസ് ഓഫ് മായാവാദം അദ്ദേഹം തുടങ്ങി. അപ്പോൾ എല്ലാവരും വീണ്ടും കേട്ടു, വീണ്ടും അവർക്ക് ബോധ്യപ്പെട്ടു. പക്ഷേ ചക്രവർത്തി നഗ്നനാണെന്ന് വിളിച്ചു പറഞ്ഞ ആ കുട്ടിയുടെ ഒരു പിന്തുണക്കാരനായ ഒരാൾ
അവിടെ ഉണ്ടായിരുന്നു. അയാൾ ചോദിച്ചു, സന്യാസി, ഈ താങ്കൾ പറയുന്നത് എല്ലാം മായയാണ്, ഒന്നും യാഥാർത്ഥ്യമല്ല, ഒന്നും നിലനിൽക്കുന്നില്ല എന്നാണല്ലോ. അതേ മകനെ, അങ്ങനെയാണ് ഞാൻ പറയുന്നത്. എന്താണ് പ്രശ്നം? അല്ല, കുറച്ചു മുമ്പൊരു കാള ഇവിടെ വന്നിരുന്നു. അതെ, വന്നിരുന്നു. എന്താണ് പ്രശ്നം? അല്ല, കാള വന്നപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് ഓടി. ഓടണ്ടേ? സന്യാസി ചോദിക്കണം, ഓടണ്ടേ? ഇവിടെ നിൽക്കണോ കാള വരുമ്പോൾ? അല്ല, അതല്ല, എല്ലാം മായയാണ് എന്ന് പറയുന്നു, അങ്ങയും കാള വന്നപ്പം എഴുന്നേറ്റ് ഓടി. സന്യാസി പറയും, ചേട്ടാ ഞാൻ ഓടണ്ടേ? ഞാൻ ഇവിടെ ഇരിക്കണമെന്നാണോ നീ പറയുന്നത്? അതല്ല, ഈ കാളയും ഒരു മായയല്ലേ, അങ്ങനെ ഒരു സാധനം വന്നില്ലല്ലോ, അങ്ങ് എന്തിനാണ് എഴുന്നേറ്റ് ഓടിയത് എന്ന് സന്യാസിയോട് ചോദിക്കും. അപ്പോൾ സന്യാസി പറയുന്നത്, അതാണ് മകനെ, നിനക്ക് ശരിക്കും കാര്യം മനസ്സിലായിട്ടില്ല. അതായത് കാള ഇവിടെ വന്നു എന്നുള്ളതും ഞാൻ എഴുന്നേറ്റ് ഓടി എന്നുള്ളതും നിനക്ക് തോന്നിയതാണ്, അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ ഒരു മായാബോധമാണ് നിന്നെ ഭരിക്കുന്നത്. നീ ശരിക്കും അതിൽ നിന്ന് മോചനം നേടിയിട്ടില്ല. ഈ ഒരു മായാവാദമാണ് വേദാന്തത്തിൻ്റെ അടിസ്ഥാനം. വേദാന്തം പലതുണ്ട്. ഒന്ന് അദ്വൈതം, ശങ്കരാചാര്യരുടെ അദ്വൈതമുണ്ട്. മാധവാചാര്യരുടെ ദ്വൈതം, അതും വേദാന്തം തന്നെയാണ്. പിന്നെ വിശിഷ്ടാദ്വൈതം, രാമാനുജൻ്റെ. ഇതെല്ലാം നോക്കുമ്പോഴും ബ്രഹ്മമെന്ന് പറയുന്ന ഒരു പരമയാഥാർത്ഥ്യം അതെന്താണ് എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. രണ്ട് സങ്കല്പങ്ങളാണ് വേദാന്തത്തിലുള്ളത്. ഒന്ന് ജീവാത്മാവ് എന്ന് പറയുന്ന നമ്മളുടെ ചൈതന്യം, നമ്മുടെ ജീവൻ എന്ന് പറയുന്ന ജീവാത്മാവാണ്. പരമാത്മാവ് എന്ന് പറയുന്ന ഒരു പവർ ഹൗസ് ഉണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കാരണമായ ഒരു സംഗതി എന്താണ് എന്ന് ആർക്കും അറിയില്ല. ജീവാത്മാവ് ജീവികളിലൂടെ കടന്നു പോവുകയാണ്, പാറ്റയായും പുഴുവായും. ഈ പാറ്റയിലും പുഴുവിലുമൊക്കെ ഈ ബ്രഹ്മം ഉണ്ട് എന്നുള്ള സങ്കല്പം ശരിക്കും ആദിവാസി ജനതയുടെ സങ്കല്പമാണ്. അതിൽ നിന്നാണ് ആര്യന്മാരത് കടം കൊള്ളുന്നത്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൻ്റെ അർത്ഥവും അതിൻ്റെ തൂക്കവും പരിഗണിച്ചിട്ട് നമ്മുടെ ആത്മാവ് നമ്മളെ നിന്ന് മറ്റൊരാളിലേക്ക് പോവുകയോ സ്വർഗത്ത് പോവുകയോ അല്ലെങ്കിൽ നേരിട്ട് ഈ പവർ ഹൗസിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ഹോളാണ്. ബ്ലാക്ക് ഹോളിലേക്ക് നിന്ന് പ്രകാശം പോലും പുറത്തു വരില്ല എന്നാണ് പറയുക. അപ്പോൾ ജീവാത്മാവ് ചെന്ന് എല്ലാ പരീക്ഷയും പാസ്സായാൽ ജീവാത്മാവിന് പരമാത്മാവിലേക്ക് തിരിച്ചു പോകാം. അപ്പോൾ ഈ പരമാത്മാവ് തന്നെയാണ് ജീവാത്മാവ്. ഇത് രണ്ടാണെന്ന് തോന്നുന്നതാണ് ഈ ഭേദകൽപ്പനയാണ് അവിദ്യ. അപ്പം നമ്മളിലെല്ലാം തുടിക്കുന്നത് പാറ്റയിലും പുഴുവിലും കാളയിലും പൂച്ചയിലും എല്ലാം ഈ പരമാത്മാവാണ് നിലനിൽക്കുന്നത്. ഇത് നേരെ തിരിച്ച് എല്ലാ പരീക്ഷയും പാസ്സായാൽ വീണ്ടും പരമാത്മാവിലേക്ക് തിരിച്ചു പോകും. അവിടെ ചെന്ന് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ വിലയം പ്രാപിക്കുമെന്നാണ് പറയുന്നത്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അത് കഴിഞ്ഞാൽ എന്താണ് എന്നുള്ള ചോദ്യമില്ല. നമ്മളുടെ പലപ്പോഴും കുറേ കൂടെ കുറ്റങ്ങളൊക്കെ ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. കാര്യം കുറ്റങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ജനിച്ച് ഇവിടെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ തങ്ങി നിൽക്കാം. ഒന്നും ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ നേരെ അങ്ങ് നേരിട്ടെടുക്കും. നേരിട്ടെടുത്തു കഴിഞ്ഞാൽ പിന്നെ ജനനവും ഇല്ല, മരണവും ഇല്ല, ഒന്നുമില്ല, ദുഃഖവും ഇല്ല, സുഖവും ഇല്ല. ഇതിനെന്തെങ്കിലും ഒരു ജീവിതം ഉണ്ടെങ്കിലേ സുഖദുഃഖങ്ങളൊക്കെ നമുക്ക് ശരിക്കും അനുഭവിക്കാൻ പറ്റും. ഒന്നുമില്ലാത്ത താളവട്ടം സിനിമയിൽ മോഹൻലാലിനെ ആക്കിയിടുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിലേക്ക് ഒരു നിർഗുണമായി ഇങ്ങനെ മാറ്റിയിടുകയാണ്. അപ്പം അവർ മുന്നിൽ വെക്കുന്ന ഒരു പ്രധാന കാര്യം, നമ്മൾ എങ്ങനെയാണ് ഒരു കാര്യം അറിയുന്നത്? കല്ലിന് ഒരു കാര്യം അറിയാൻ സാധിക്കുന്നില്ല. ഇരിക്കുന്ന കമ്പ്യൂട്ടറിന് സ്വന്തം നിലയിലൊരു കാര്യം അറിയാൻ സാധിക്കുന്നില്ല. പക്ഷെ നമുക്കറിയാൻ സാധിക്കുന്നു. അപ്പോൾ നമുക്ക് ബോധം, അതായത് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതാണ് അവർ ശരിക്കും ബ്രെയിൻ ആക്ടിവിറ്റി, അതായത് തലച്ചോറിൻ്റെ പ്രവർത്തനത്തെയാണ് ശരിക്കും ബോധം എന്ന് അവർ വിളിക്കുന്നത്. എല്ലാ വസ്തുവിനും ബോധമുണ്ട് എന്നാണ് പറയുക. കല്ലിന് ബോധമുണ്ട്, ഈ എല്ലാ സർവ്വചരാചരങ്ങൾക്കും ബോധമുണ്ട് എന്നാണ്. അപ്പോൾ ബോധം ആദ്യം ഉണ്ടായി, അതിൽ നിന്ന് പദാർത്ഥം ഉണ്ടായി എന്നുള്ളതാണ് വേദാന്തത്തിൻ്റെയും അതോടൊപ്പമുള്ള ആത്മീയവാദങ്ങളുടെയും ഒരടിസ്ഥാനം. അപ്പം എന്ത് കാര്യം, ഇപ്പോൾ സൂര്യൻ നിങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലമേ സൂര്യനുള്ളൂ. നിങ്ങൾ മരിക്കുമ്പോൾ സൂര്യനും മരിക്കാം. നിങ്ങൾ വരുന്നതിന് മുന്നേ ഈ ലോകം ഇല്ല. നിങ്ങൾ പോയി കഴിഞ്ഞാലും ഈ ലോകമില്ല. നിങ്ങൾ ഒരു കാര്യം അറിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ യാഥാർത്ഥ്യം ഉണ്ടാവുക? ഇതാണ് പൊതുവിൽ ബോധവുമായി ബന്ധപ്പെട്ട് ചോദിക്കുക.
അപ്പോൾ വേദാന്തികൾ പൊതുവെ കരുതുന്നത് തങ്ങൾക്ക് മറുപടി ആർക്കും അങ്ങനെ കൃത്യമായി പറയാൻ കഴിയില്ല എന്നുള്ള ഒരു ഗ്രേ ഏരിയ സൃഷ്ടിക്കുകയാണ്. ശരിയാണ്, നമ്മൾ എന്തും അറിയണമെങ്കിൽ നമ്മളുണ്ടാവണം, എന്തും അനുഭവിക്കണമെങ്കിൽ നമ്മളുണ്ടാവണം. അപ്പോൾ അതാണ് കോൺഷ്യസ്നെസ്, ബോധമില്ലാതെ വസ്തുവില്ല എന്നാണ് അവർ പറയുന്നത്. ഭൗതികവാദികൾ പറയും വസ്തു ഇല്ലാതെ ബോധമില്ല. ബോധം ഉണ്ടാവണമെങ്കിൽ പദാർത്ഥം ഉണ്ടാവണം, പദാർത്ഥത്തിൻ്റെ ഒരു ഗുണമാണ് ബോധം എന്നാണ് പറയുക. ഇവിടെയാണ് ഇവർ പറയുന്നത് പദാർത്ഥത്തിൻ്റെ ഗുണമാകാം ബോധം, പക്ഷേ ബോധമില്ലാതെ ജഡപദാർത്ഥം, ശങ്കരാചാര്യരൊക്കെ ചൂണ്ടിക്കാണിച്ചു അങ്ങനെയാണെങ്കിൽ ശവത്തിന് അറിയാൻ കഴിയുന്നില്ല, ശവത്തിന് അനുഭവിക്കാൻ കഴിയുന്നില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഏതാണ് പരമപ്രധാനം? ബോധമല്ലേ? അതാണ് ബോധം എന്ന് പറയുന്നത് തന്നെയാണ് ഈ പരമാത്മാവ്, ആ സങ്കല്പം. അതെന്താണെന്ന് പറയുന്നില്ല. അങ്ങനെ ഒരു ചൈതന്യം. ഇവിടെ നമ്മൾ റെഫ്രിജറേറ്റർ സങ്കല്പിക്കുക. ഇതാണൊരു വിഷയം, ഞാൻ അതിനെയാണ് അഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കുറേ വേദാന്തികൾ ഇങ്ങനെ നിരങ്ങുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞുകൊണ്ട്. നമ്മൾ റെഫ്രിജറേറ്ററിൽ സാധാരണ ഇതിലൊരു ലൈറ്റ് ഉണ്ടാവും. ആ ലൈറ്റ് നമ്മൾ വാതിൽ തുറക്കുമ്പോൾ കത്തും, വാതിൽ അടയ്ക്കുമ്പോൾ അത് അണയുന്നു എന്നാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ റെഫ്രിജറേറ്ററിന് പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് വാതിൽ അടച്ചു കഴിഞ്ഞാൽ ആ ലൈറ്റ് അണഞ്ഞു, ആ ബൾബ് അണഞ്ഞു എന്ന് എങ്ങനെ ഉറപ്പിക്കാൻ സാധിക്കും? ഇതാണ് ചോദ്യം. നമ്മൾക്ക് ലൈറ്റ് അണഞ്ഞു എന്നുള്ളതിന് പല പല സങ്കല്പങ്ങളുണ്ട്. അണയും എന്നുള്ളതിനൊരു ഉദാഹരണമുണ്ട്. പക്ഷെ എങ്ങനെയാണ് നിങ്ങൾ ഉറപ്പുവരുത്തുക ഈ ബൾബ് അണഞ്ഞു എന്നുള്ളത്? അപ്പോൾ ഒരു ഏറ്റവും എളുപ്പ മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഫ്രിഡ്ജ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നമ്മൾ കയറിയിരിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് വാതിലടയ്ക്കുക, ലൈറ്റ് അണയോ ഇല്ലയോ എന്ന് നോക്കുക. അതൊരു രീതിയാണ്. പക്ഷേ ഈ ബോധം സിദ്ധാന്തക്കാർ പറയും നിങ്ങളില്ലാതെ നിങ്ങൾക്ക് അനുഭവവും നിങ്ങളില്ലാതെ നിങ്ങൾക്ക് അറിവും ഇല്ല. അതുകൊണ്ട് ഈ ബൾബ് അണഞ്ഞോ ഇല്ലയോ എന്ന് നിങ്ങൾക്കൊരിക്കലും അറിയാൻ സാധിക്കില്ല. നിങ്ങൾ മരിച്ചു കഴിഞ്ഞ് ഈ ഭൂമി ഉണ്ടാകുമോ എന്ന് നിങ്ങൾക്കറിയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മളുടെ മനുഷ്യൻ എന്നുള്ള ഒരു സ്പീഷീസ് യാഥാർത്ഥ്യത്തെ വിലയിരുത്തേണ്ടത് ഈ വേദാന്ത രീതിയിലല്ല. അതായത് നമ്മളില്ലാത്തത് കൊണ്ട് എല്ലാം നീങ്ങിപ്പോയി എന്ന് നമ്മൾ സങ്കല്പിക്കാറില്ല. കാരണം ഒന്നാമത് മതം അങ്ങനെ സങ്കല്പിക്കാറില്ല. ഇപ്പം നിങ്ങളൊരു ഇൻഷുറൻസ് എടുക്കുന്നത് നിങ്ങൾക്ക് ശേഷവും നിങ്ങളുടെ ഭാര്യയും മക്കളും ഈ ലോകവും ഉണ്ടാകും എന്നുള്ള സങ്കല്പത്തിലാണ്. അതാണ് ജ്ഞാനം. ഇനി ഒരു മതവിശ്വാസി മദ്യവും മദിരാശിയൊക്കെ ഉള്ള ഒരു സ്വർഗം സ്വപ്നം കാണുന്നതും നിതാന്ത ജീവിതം സ്വപ്നം കാണുന്നതും ഈ ഭൂമി നിങ്ങൾ നീങ്ങിക്കഴിഞ്ഞാലും മറ്റു പലതും ഉണ്ടാകും എന്നുള്ള ഒരു വിഹുലതയുടെ അടിസ്ഥാനത്തിലാണ്, ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പം നമ്മൾ നിലനിൽക്കുന്നിടത്തോളം കാലമേ അറിവും ജ്ഞാനവും യാഥാർത്ഥ്യവും ബോധവും ഒക്കെ ഉള്ളൂ എന്നുള്ളൊരു ധാരണ മനുഷ്യർക്ക് ആർക്കും ഇല്ല എന്നുള്ളതാണ് സത്യം. എന്നിട്ടും അവർ പറയുക നിങ്ങൾ ബോധമുണ്ടെങ്കിൽ മാത്രമേ അറിവുള്ളൂ. ഇവിടെയാണ് രണ്ട് ടേംസ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, വ്യക്തിനിഷ്ഠമായിട്ടുള്ള ജ്ഞാനം, ഒരു വ്യക്തി അറിയുന്ന ജ്ഞാനം. രണ്ട്, വസ്തുനിഷ്ഠമായിട്ടുള്ള ജ്ഞാനം, ഒബ്ജക്റ്റീവ് റിയാലിറ്റി. ഇത് രണ്ടായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. വ്യക്തി അറിയണമെങ്കിൽ വ്യക്തി ഉണ്ടാവണം. വസ്തുനിഷ്ഠ ജ്ഞാനം എന്ന് പറയുന്നത് വ്യക്തി അറിയുന്നത് അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. അത് വൺ ഓഫ് ദ ലോ, അത് നമ്മൾ അനുഭവം എന്ന് പറയും. ഓരോ വ്യക്തികൾ അനുഭവിക്കുന്നു, അറിയുന്നു. വസ്തുനിഷ്ഠ ജ്ഞാനത്തിൽ ഞാൻ ഒരല്പം കട്ടിയായിട്ട് പോയേക്കാം, എന്നാലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ ആശ്വാസം പല കാര്യങ്ങൾക്കും ഉണ്ടാവും. ലെറ്റ് us see. വസ്തുനിഷ്ഠ ജ്ഞാനവും വ്യക്തിനിഷ്ഠ ജ്ഞാനവും ഞാൻ രണ്ടായി തിരിക്കുകയാണ്. വ്യക്തിനിഷ്ഠ ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ വ്യക്തി ജീവിച്ചിരിക്കണം, അറിയണം, അവൻ്റെ മസ്തിഷ്കം ബാഹ്യലോകത്തെ ഡേറ്റകൾ പ്രോസസ്സ് ചെയ്യണം. വസ്തുനിഷ്ഠ ജ്ഞാനത്തിന് അത് ഒരു പടി മാത്രമേ ആവുന്നുള്ളൂ. നമ്മൾക്കുപരിയായി നമ്മൾക്ക് ജ്ഞാനം സൃഷ്ടിക്കാം. കാരണം എൻ്റെ ജ്ഞാനമെന്ന് പറയുന്നതോ നിങ്ങളുടെ ജ്ഞാനമെന്ന് പറയുന്നതോ നമ്മളുടെ മാത്രം ജ്ഞാനമല്ല, അതൊരു തുടർച്ചയാണ്. അത് ആദ്യത്തെ ഹോമോ സാപ്പിയൻസ് അവൻ്റെ മസ്തിഷ്കത്തിൻ്റെ ആദിമ ബിന്ദുക്കൾ, ആദിമ കോശങ്ങൾ രൂപം കൊണ്ടപ്പോൾ നമ്മൾ നേടിയെടുത്ത ജ്ഞാനത്തിൻ്റെ തുടർച്ചയാണ്.
ഉദാഹരണമായിട്ട് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഹൃദയം മിടിക്കുന്നു, വൃക്ക പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസം നടത്തുന്നു. ഇതൊന്നും തന്നെ നമ്മൾ കുറിപ്പെഴുതി കൊടുത്ത് ചെയ്യുന്ന കാര്യങ്ങളല്ല. എന്നാൽ ഹൃദയമേ ഒന്ന് മിടിക്കൂ, എനിക്ക് വളരെ ആവശ്യമുണ്ട് എന്ന് നമ്മൾ പറയാറില്ല. രക്തം മുഴുവൻ ശുദ്ധീകരിക്കൂ വൃക്കകളെ എന്ന് നമ്മൾ ആവശ്യപ്പെടാറില്ല. നമ്മൾ ചെയ്യുന്നത് എന്താണ് ശരിക്കും അടിസ്ഥാനപരമായി? നമ്മൾ ഒറ്റ കാര്യം മാത്രമാണ് ചെയ്യുന്നത്. നമ്മളുടെ കയ്യിൽ ഒരു മസ്തിഷ്കത്തിൻ്റെ ഒരു തണ്ടുണ്ട്. അതായത് നമ്മുടെ മസ്തിഷ്കം 2 ഭാഗങ്ങളാണ്. ഒരു ബ്രെയിൻ, ഒരു സ്റ്റെമ്മുണ്ട്. സ്റ്റെം ഓഫ് ദ ബ്രെയിൻ എന്ന് പറയും, തണ്ട് എന്ന് പറയും. ഇറ്റ്സ് ആക്ച്വലി എ റെപ്റ്റീലിയൻ ബ്രെയിൻ. ഒരു ഉരകത്തിൻ്റെ ബ്രെയിനാണ് നമ്മുടെ സ്റ്റെം. അതിൻ്റെ പുറത്താണ് കോട്ടക്സ് ഇങ്ങനെ വലുതായി സിക്കുകാരുടെ തൊപ്പി പോലെ ഇങ്ങനെ വരുന്ന സാധനം. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ആ സ്റ്റെമ്മിലാണ് കാര്യങ്ങളിരിക്കുന്നത്. ഈ സ്റ്റെമ്മിൽ ആദിമ ജീവികളുടെ ജീവസന്ധാരണ ഉപാധികളും മാർഗങ്ങളും തന്ത്രങ്ങളും ആലേഖനം ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ഹൃദയം മിടിക്കണം. അത് ഒരു സ്റ്റോർഡ് പ്രോഗ്രാമാണ്, ശേഖരിക്കപ്പെട്ടു വച്ചിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അത് മാറാതെ ചെയ്തുകൊണ്ടിരിക്കും. എങ്ങനെയാണോ ഒരു ഉരകത്തിൻ്റെ ഹൃദയം മിടിക്കുന്നത്, അതുപോലെ തന്നെയാണ് നമ്മുടെ ഹൃദയം മിടിക്കാനായിട്ടുള്ള സോഫ്റ്റ്വെയർ നമ്മുടെ സ്റ്റെമ്മിലുള്ളത്. അതായത് നമ്മുടെ മസ്തിഷ്കത്തിന് പഴക്കമുണ്ട്, അതിന് തുടർച്ചയുണ്ട്. അല്ലാതെ ഒരു ദിവസം നമ്മളൊരു പരിപ്പുവട ഉണ്ടാക്കുന്നതോടെ മസ്തിഷ്കം ഉണ്ടാക്കി വെക്കുകയല്ല ചെയ്യുന്നത്. അതിങ്ങനെ ഊറി വരികയാണ്. ജീവന്റെ ചരിത്രത്തിലൂടെ ഇങ്ങനെ ഊറി വരികയാണ് മസ്തിഷ്കത്തിൻ്റെ രൂപം എന്ന് പറയുന്നത്. ആ സ്റ്റെമ്മിന് പുറത്ത് നമുക്കറിയാം, ഒരു ഗറില എടുക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ അത്രയും വികസിച്ചിട്ടില്ലെങ്കിലും ഓൾമോസ്റ്റ് വരികയാണ്. അപ്പോൾ ഈ ജ്ഞാനം നമ്മളില്ലാത്തപ്പോൾ നിർമ്മിതമായ ജ്ഞാനമാണ് നമ്മളിലുള്ളത്. ഇപ്പം ഹൃദയം മിടിക്കണം, രക്തം ശുദ്ധീകരിക്കണം, ശ്വാസോച്ഛ്വാസം നടക്കണം എന്നുള്ളതൊക്കെ തന്നെ അറിവുകളാണ്, ജൈവികമായിട്ടുള്ള ജ്ഞാനമാണത്. ഈ ജ്ഞാനം നമ്മളൊരു സ്പീഷീസ് എന്ന നിലയിൽ സംഘടിതമായി നേടിയെടുത്തതാണ്. നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തിയാൽ എങ്ങനെയാണ് ഹൃദയത്തെ പ്രവർത്തിപ്പിക്കേണ്ടത് എന്നത് നമ്മൾ സ്വയം അന്വേഷിച്ച് കണ്ടെത്തുകയോ യൂണിവേഴ്സിറ്റി പോയി പഠിക്കുകയോ അല്ല ചെയ്യുന്നത്. ഇത് നമുക്ക് എവിടെന്നെങ്കിലും കെട്ടിയിറക്കി തന്നതുമല്ല, മറിച്ച് പരമ്പരകളായി ജൈവചരിത്രത്തിൽ ജീവികൾ നേടിയെടുത്ത ഒരു കഴിവാണ്, അതിൻ്റെ ഒരു ഭാഗമാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ അറിവുകളിൽ പലതും നമ്മളില്ലാത്തപ്പോഴുണ്ടായതും നമ്മളിലേക്ക് കൈമാറപ്പെട്ടതുമാണ്. അപ്പോൾ അറിവുകൾക്കെല്ലാം നമ്മൾ വേണം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള അർത്ഥശൂന്യതയാണ്. നമ്മൾ കഴിഞ്ഞുണ്ടാകുമെന്നുള്ള, ഞാൻ ഇൻഷുറൻസിൻ്റെ കാര്യം പറഞ്ഞു, സ്വർഗത്തിൻ്റെ കാര്യം പറഞ്ഞു. നമ്മൾക്ക് അങ്ങനെ തന്നെ നമ്മൾ നീങ്ങുമ്പോൾ എല്ലാം നീങ്ങുന്നു നമ്മൾ സങ്കല്പിക്കാറില്ല. നോക്കുക, ഈ റെഫ്രിജറേറ്ററിൻ്റെ കാര്യത്തിൽ ഞാൻ ആ ഉദാഹരണം വീണ്ടും തിരിച്ചു വരികയാണ്. നിങ്ങൾ എങ്ങനെയാണ് ഉറപ്പുവരുത്തുക? ഞാൻ പറയുന്നു, നിങ്ങൾ ആ റെഫ്രിജറേറ്ററിന് ഉള്ളിൽ കയറി ഇരിക്കാതെ തന്നെ ആ സ്വിച്ച് അണയുന്നു അല്ലെങ്കിൽ ആ ബൾബ് അണയുന്നു എന്ന് ഉറപ്പുവരുത്താനായിട്ട് ഒരുപാട് മാർഗങ്ങൾ, ജ്ഞാനം ആ അറിവ് നിർമ്മിക്കാനായി ഒരുപാട് മാർഗങ്ങൾ, ഉപാധികൾ നമ്മുടെ പക്കലുണ്ട്. ഒന്ന്, സാധാരണ ഇതിൽ ഈ ഡോറ് തുറക്കുമ്പോൾ ഈ ഡോറുമായി ബന്ധപ്പെട്ട ഒരു ബട്ടൺ ആണ്, ഈ സ്വിച്ചുമായി ഒരു മെക്കാനിസമാണ്. ഇപ്പോൾ ഡോർ അടയ്ക്കുമ്പോൾ ഈ ബട്ടൺ പ്രവർത്തിച്ച് സ്വിച്ച് ഓഫായി ലൈറ്റ് പോവുകയാണ് ചെയ്യുന്നത് ഫ്രിഡ്ജിനുള്ളിൽ. ഇത് മനസ്സിലാക്കാനായിട്ട് ഫ്രിഡ്ജ് തുറന്നു വെച്ചിട്ട് നമ്മൾ ആ സാധനം ഓൺ ഓഫ് ആക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. അത് പരോക്ഷമായിട്ടുള്ള ജ്ഞാനമാണ്. പക്ഷേ അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ മറ്റൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, 1 മണിക്കൂർ ഫ്രിഡ്ജ് ഓണാക്കിയിട്ടിട്ട് പെട്ടെന്ന് തുറന്നിട്ട് ആ ബൾബിലൊന്ന് സ്പർശിച്ച് നോക്കുക. അത് കത്തിക്കിടക്കുകയാണെങ്കിൽ അതിന് ചൂടുണ്ടാവും. അത് മറ്റൊരു വഴിയാണ്. ഇനി ഇന്ന് വേണേൽ വളരെ എളുപ്പമാണ്, ഒരു മൊബൈൽ ഫോൺ, ഒരു വീഡിയോ ഉള്ള ഒരു മൊബൈൽ ഫോൺ എടുത്ത് ഓൺ ചെയ്ത് റെഫ്രിജറേറ്ററിനകത്ത് വെക്കുക. അടച്ചു കഴിഞ്ഞ് അതിനകത്ത് റെക്കോർഡിങ് നടക്കുക, കാര്യം പ്രകാശമില്ലല്ലോ, അതിനു മുമ്പേ നന്നായിട്ട് കിട്ടും. അപ്പം ഇങ്ങനെ നിരവധി ഉപാധികൾ വഴി നമ്മളില്ലാതെ ഈ ഫ്രിഡ്ജിനകത്ത് ലൈറ്റ് അണയുന്നു എന്ന് നമ്മൾക്ക് ഉറപ്പുവരുത്താൻ കഴിയും. ഫ്രിഡ്ജിനുള്ളിലെ ലൈറ്റ് അണയുന്നു എന്ന് ഉറപ്പുവരുത്താൻ നമ്മൾ ഉണ്ടാവണമെന്നുള്ള ദുർവാശിയാണ് ഈ പലപ്പോഴും ഈ ആത്മീയവാദത്തിൻ്റെ അല്ലെങ്കിൽ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വാദങ്ങളുടെ കാതൽ എന്ന് പറയും. നിങ്ങളുടെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ജ്ഞാന നിർമ്മിതിയിലെ ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. പലരും ചോദിക്കാറുണ്ട്, ഈ യുക്തിവാദികളോടൊക്കെ പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ കാണുന്നതേ വിശ്വസിക്കൂ.
കാണാത്തൊന്നും വിശ്വസിക്കില്ല. എത്ര അബദ്ധമാണിത്! യുക്തിവാദികൾ കണ്ടാൽ വിശ്വസിക്കില്ല. കണ്ടാൽ വിശ്വസിക്കാനുള്ള, സ്ഥിരീകരിക്കാനുള്ള ഒരു ഡേറ്റ, ഒരു വിവരം മാത്രമാകുന്നു. നീല ആകാശം കണ്ടിട്ട് ആകാശത്തിന് നീല നിറം ആണ് എന്ന് സങ്കല്പിക്കില്ല ആരും. ദാറ്റ്സ് എ വിഷ്വൽ ഇല്യൂഷൻ. സമുദ്രത്തിൻ്റെ നീല നിറവും, പരന്ന ഭൂമിയെ കണ്ടിട്ട് ഭൂമിയുടെ ആകൃതി പരന്നതാണെന്നും ഒരു റാഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തി കൺക്ലൂഡ് ചെയ്യില്ല. നിശ്ചലമായി നിൽക്കുന്ന ഭൂമി സ്ഥിരമായി നിൽക്കുന്ന ഒരു പാറ കഷ്ണമോ അല്ലെങ്കിൽ മണ്ണുമോ ഒക്കെ ആണെന്ന് സങ്കല്പിക്കാനും ഒരു റാഷണൽ പേഴ്സണ് സാധിക്കില്ല. ഉദിച്ചു വരുന്ന സൂര്യൻ ഇങ്ങനെ പൊങ്ങി വരികയാണ് എന്ന് സങ്കല്പിക്കുകയല്ല, മറിച്ച് ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുകയാണ് എന്ന് തിരിച്ചറിയുകയാണ് യഥാർത്ഥത്തിൽ ഒരു റാഷണലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കാണുന്നത് വിശ്വസിക്കുന്ന ടീംസ് അല്ല റാഷണലിസ്റ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കണ്ടാലേ വിശ്വസിക്കൂ എന്നുള്ള ചോദ്യം റാഷണലിസ്റ്റുകളെ സംബന്ധിച്ചോളം തീർത്തും സ്വീകാര്യമല്ല. കണ്ടാൽ നോക്കാം, ഓക്കെ, ദാറ്റ്സ് വൺ ഓഫ് ദ ഡേറ്റ. ഇറ്റ്സ് വൺ ഓഫ് ദ ഡേറ്റ, പോസിബിൾ ഡേറ്റ ദാറ്റ് മേ ലീഡ് ടു ദ നോളജ്. എന്താണ് നോളജ്, എന്താണ് യാഥാർത്ഥ്യം എന്ന് വരുമ്പോൾ ചിലർ ചോദിക്കും, മനുഷ്യൻ്റെ യാഥാർത്ഥ്യം എന്നുള്ള ഒരു ടോപ്പിക് എങ്ങനെ വന്നു? മനുഷ്യന് പ്രത്യേകിച്ച് എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ? ഉണ്ട്. മനുഷ്യന് മാത്രമായൊരു യാഥാർത്ഥ്യമുണ്ട്. മനുഷ്യന് മാത്രമായുള്ള യാഥാർത്ഥ്യം മനുഷ്യനെ അതിജീവിക്കാൻ സഹായിക്കുന്ന യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ട് മനുഷ്യൻ്റെ മാത്രം യാഥാർത്ഥ്യം? നിങ്ങൾ ഉദാഹരണമായി നമ്മൾ 3 ലോകങ്ങളെക്കുറിച്ച് നമ്മൾ സങ്കല്പിക്കുന്നുണ്ട് സാധാരണ. അതായത് ഈ ക്വാണ്ടം വേൾഡ്, സൂക്ഷ്മ ലോകം, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, അതിൻ്റെ പിന്നിലുള്ള കോർക്കുകൾ, അതിന് പിന്നിലുള്ള ക്വാണ്ടം ഫീൽഡ്. ഇപ്പം നമ്മൾ ഉദാഹരണമായിട്ട് ഈ ഇലക്ട്രോൺ ആരും കണ്ടിട്ടല്ല ഇലക്ട്രോൺ ഉണ്ട് എന്ന് പറയുന്നത്. ഒരു വൈദ്യുത കമ്പിയിലൂടെ ഇലക്ട്രോൺ ഇങ്ങനെ ഓടി നടക്കുന്ന കണ്ടിട്ടല്ല ഇലക്ട്രിസിറ്റി ഈസ് എ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എന്ന് നമ്മൾ പറയുന്നത്. ഇതൊന്നും കണ്ട് വിശ്വസിക്കുന്ന കാര്യങ്ങളല്ല. ഇപ്പം തന്നെ പ്രോട്ടോണും ന്യൂട്രോണും മാത്രമാണ് ആദ്യം കണ്ടുപിടിച്ചത്. അപ്പോൾ ആറ്റം ന്യൂട്രലാണ്. പ്രോട്ടോൺ ഒരു ചാർജ് ഉണ്ട്, പോസിറ്റീവ് ചാർജ്. ന്യൂട്രോണിന് ചാർജ് ഇല്ല, പക്ഷെ ആറ്റത്തിനും ചാർജ് ഇല്ല. അപ്പോൾ മനുഷ്യൻ്റെ യുക്തി പ്രവർത്തിച്ചു. അവൻ പറഞ്ഞു, പ്രോട്ടോണിൻ്റെ പോസിറ്റീവ് ചാർജിനെ നെഗേറ്റ് ചെയ്യുന്ന, നിർവീര്യമാക്കുന്ന എന്തോ ഒന്ന് ആറ്റത്തിലുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആറ്റം ന്യൂട്രൽ ആവില്ല. അവിടെ ഒരു കണ്ടുപിടുത്തം നടക്കുകയാണ്, പിന്നെ അത് സ്ഥിരീകരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇലക്ട്രോൺ ആദ്യം തിരിച്ചറിഞ്ഞതിന് ശേഷം ഏതാണ്ട് 62 വർഷത്തിന് ശേഷമാണ് ഇലക്ട്രോൺ സ്ഥിരീകരിക്കുന്നത്. അതും ആരും കണ്ടിട്ടല്ല, നമുക്ക് കാണാൻ കഴിയില്ല. അവിടെ കാഴ്ച അവിടെ മാറുകയാണ്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ സൂക്ഷ്മ ലോകത്ത് നടക്കുന്ന ഒരു കാര്യങ്ങളും നമുക്ക് കാണാനോ കേൾക്കാനോ സ്പർശിച്ചറിയാനോ ഒന്നും സാധിക്കില്ല. നമ്മൾ ഇലക്ട്രോൺ ഒരു പന്താണ് എന്ന് പറയുമ്പോൾ, അല്ലെ, ഒരു ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് വരുന്ന ധാരണ എന്താണ്? നമ്മുടെ മസ്തിഷ്കത്തിൽ കുറേ മോഡലുകളുണ്ട്. ചെറിയ വസ്തുക്കൾക്കുള്ള, തരി പോലെയുള്ള വസ്തുക്കൾക്കുള്ള മോഡൽ, കൊച്ചു സാധനങ്ങൾ. അപ്പോൾ നമ്മളായിരിക്കും ഇലക്ട്രോൺ ഒരു ചെറിയ തരിയാണ്. തരി അല്ലെങ്കിൽ വേറെ ഏത് മോഡലുണ്ട്? അല്ലെ ഒരു കൊച്ചൊരു പന്താണ്, അല്ലെ വേറെ എന്തുണ്ട്? ചെറിയൊരു കുമിളയാണ്. ഇങ്ങനെ മോഡലുകൾ പരതി നടക്കാമെന്നല്ലാതെ ഇലക്ട്രോൺ എന്താണെന്ന് ഒരിക്കലും നമ്മൾ അറിയാൻ പോകുന്നില്ല. ഇനി ഇലക്ട്രോൺ എന്താണെന്ന് അറിയുക നമ്മളെ സംബന്ധിച്ചൊരു ആവശ്യമേ അല്ല. അതിന് നമുക്ക് സബ്ജക്റ്റീവായിട്ടുള്ള വ്യക്തിനിഷ്ഠമായിട്ടുള്ള ജ്ഞാനം ആവശ്യമില്ല. വസ്തുനിഷ്ഠമായ ജ്ഞാനം മതിയാവും. അതായത് നമ്മൾക്ക് ഉപരിയായി നിർമ്മിക്കപ്പെടുന്ന, നമ്മളുടെ അനുഭവത്തിൻ്റെ ഭാഗമല്ലാത്ത ജ്ഞാനം, അങ്ങനെയൊന്നുണ്ട് എന്ന് അംഗീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ ബോധമുള്ളവർ ചെയ്യേണ്ടത്. ഈ ക്വാണ്ടം വേൾഡിലൊന്നും അറിയില്ല. ഇനി മറ്റൊരു വേൾഡാണ് സ്ഥൂല ലോകം. ഇപ്പോൾ ഒരു ഭൂമിയെ നമ്മളാരും കണ്ടിട്ടില്ല. ഭൂമിയെ കണ്ട ഒരാൾക്ക് ഭൂമിയിൽ ഒരിക്കലും കാണാൻ പറ്റില്ല. നമ്മളിവിടെ ജീവിച്ചിരുന്നുകൊണ്ട് കാണില്ല. നമ്മൾ പുറത്തു പോയാലും, പിന്നെ ചന്ദ്രനിലൊക്കെ പോയി ഒരു ഫോട്ടോ എടുക്കാറുണ്ട്. അത് 3,75,000 കിലോമീറ്റർ അകലെ നിൽക്കുന്ന ഒരു സാധനമായിട്ടാണ് കാണുന്നത്. ഭൂമിയെ നമ്മളാരും കണ്ടിട്ടില്ല. നക്ഷത്രങ്ങൾ, സൂര്യൻ എത്ര ഉണ്ടാവും? നമ്മൾ 15 കോടി കിലോമീറ്റർ അകലെ നിൽക്കുന്ന സൂര്യനെയാണ് നമ്മൾ കാണുന്നത്. കുറച്ചുകൂടെ അകലെ പോയിരുന്ന സൂര്യനെ നമ്മൾ കാണില്ല. സ്ഥൂല ലോകത്തെ വലിപ്പവും അവിടെ നടക്കുന്ന പ്രതിഭാസങ്ങളും ഒരിക്കലും മനുഷ്യൻ്റെ നിർദ്ധാരണത്തിന് വഴങ്ങുന്നവയല്ല. അപ്പോൾ
സ്ഥൂല ലോകത്തിലും സൂക്ഷ്മ ലോകത്തിലും നമ്മളുടെ മസ്തിഷ്കം പരാജയപ്പെടും. സ്ഥൂല ലോകത്തും സൂക്ഷ്മ ലോകത്തും നടക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ മസ്തിഷ്കം നിർദ്ധാരണം ചെയ്യുന്നത് നമ്മളുടെ ലോകത്തിൽ, മധ്യലോകത്ത്, ഈ കാണുന്ന ലോകത്ത് നടക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉണ്ടാക്കിയ മാതൃകകളാണ്. നമ്മുടെ മസ്തിഷ്കത്തിൽ എല്ലാ മാതൃകകളാണ്, മോഡൽസാണ്, മോഡൽ നിർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ മോഡൽ വെച്ചാണ് ഇപ്പോൾ ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു തരി. അപ്പോൾ എന്താണ്, നമുക്കിവിടെ പന്ത്, തരി, ചെസ്റ്റ് അങ്ങനെയൊക്കെയുള്ള സാധനം, അത് വെച്ച് പെട്ടെന്ന് നമ്മളൊരു സാധനം ഉണ്ടാക്കും. അത് ശരിയാവണമെന്നില്ല. സൂര്യൻ്റെ വലിപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വലിയൊരു നമുക്ക് സൂര്യൻ്റെ വലിപ്പം ഒന്നും ഒരിക്കലും സങ്കല്പിക്കാനേ സാധിക്കില്ല. 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂട് നമുക്ക് സങ്കല്പിക്കാൻ കഴിയും. പക്ഷേ സൂര്യൻ്റെ ഉള്ളറകളിലെ ചൂട് എന്ന് പറയുന്നത് 10,000 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്. അതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? എന്ത് സങ്കല്പമാണ് നമ്മളെവിടെ തുണയ്ക്കുക? അപ്പം ഞാൻ പറയുന്നു, സ്ഥൂല ലോകത്തും സൂക്ഷ്മ ലോകത്തിലും നമ്മളുടെ ഈ ബ്രെയിൻ കൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഇനി മറ്റൊന്ന്, സ്ഥൂല ലോകം സംബന്ധിച്ചും സൂക്ഷ്മ ലോകം സംബന്ധിച്ചും നമ്മളൊന്നും അറിയേണ്ട കാര്യമില്ല. ഒരു സ്പീഷീസ് എന്ന നിലയിൽ, ഒരു ജീവി എന്ന നിലയിൽ അതിജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ജ്ഞാനം മാത്രം മതിയാകും നമുക്ക്. ഇപ്പോൾ ഭൂമി പരന്നതാണ് എന്ന് നമ്മളുടെ പിതാമഹന്മാർ ഒരുപാട് കാലം വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് അവർക്കൊരു കുഴപ്പവും പറ്റിയിട്ടില്ല. ഒരു പരന്ന ഭൂമിയിൽ ജീവിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചൊരു പ്രശ്നമേ അല്ല. 2 or 3 കാര്യങ്ങളിൽ മാത്രമാണ് ഭൂമി നമുക്ക് ഉരുട്ടേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഉരുണ്ട ഭൂമിയാണെന്നുള്ള തിരിച്ചറിവ് വേണ്ടത്. എപ്പോഴാണ്? ഒരു കപ്പൽ യാത്ര നടത്തുമ്പോൾ, ഒരു വിമാനയാത്ര നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു കൃത്രിമമായിട്ടുള്ള ഉപഗ്രഹം വിക്ഷേപിക്കുമ്പോൾ. അല്ലാതുള്ള ഒരവസരത്തിലും ഭൂമി ഉരുണ്ടതാണ് എന്നുള്ള ഒരു വിവരം അല്ലെ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ട യാതൊരു കാര്യമില്ല. കാരണം ഭൂമിയുടെ വലിപ്പം പരിഗണിക്കുമ്പോൾ, ഭൂമി സപ്പോസ് ഈ മലയും കുന്നുമൊന്നും ഇല്ലാതെ ഒരു ഫുട്ബോളാണെന്ന് സങ്കല്പിക്കുക. വളരെ ഫ്ലാറ്റായിട്ടുള്ള, സ്മൂത്തായിട്ടുള്ള ഒരു ഫുട്ബോളാണെങ്കിൽ 1 മൈൽ വലിപ്പമുള്ള ഒരു സ്റ്റേഡിയം, പരന്ന ഒരു സ്റ്റേഡിയം നിങ്ങൾ സങ്കല്പിക്കുകയാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ. 1 മൈൽ എന്ന് പറഞ്ഞാൽ 1.60 കിലോമീറ്റർ, 1.5 കിലോമീറ്ററിലധികം നീളമുള്ള ഒരു ഫുട്ബോൾ സ്റ്റേഡിയം സംഘടിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വശത്ത് നിന്ന് മറ്റേ വശത്തേക്കുണ്ടാകുന്ന കർവേച്ചർ വളഞ്ഞിരിക്കുമല്ലോ. അപ്പം ഗ്ലോബ് ആയതുകൊണ്ട്, സ്പിയർ ആയതുകൊണ്ട് ഒരു വളവുണ്ടാവും, ഒരു കർവേച്ചർ ഉണ്ടാവും, ഒരു കർവ് ഉണ്ടാവും. ഇത് എന്ന് പറയുന്നത് കേവലം 8 ഇഞ്ച് മാത്രമാണ്. അതായത് ഭൂമി പരന്നിരുന്നെങ്കിൽ കർവേച്ചർ ഉണ്ടാവില്ല, കറക്റ്റായിട്ട് ഇങ്ങനെ കിടക്കും, സ്മൂത്തായിട്ട് കിടക്കും. ഇത് ഇങ്ങനെ തന്നെ ഇരിക്കും. ഗോളമായതുകൊണ്ട് ഇങ്ങനെ ചെറിയൊരു വളവുണ്ടാവും. ഇത് 1.5 കിലോമീറ്ററിൽ വെറും 8 ഇഞ്ചാണ്. 8 ഇഞ്ച് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും തിരിച്ചറിയാൻ കഴിയാത്ത, അത്രയും ദൂരമായിട്ട് കണക്കിലെടുക്കുമ്പോൾ ഒരിക്കലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വളവ് മാത്രമാണ്. അപ്പോൾ പരന്ന ഭൂമിയിൽ ജീവിക്കുന്നതിൽ എന്താ പ്രശ്നം? നമ്മളെ സംബന്ധിച്ച് ഒരു പ്രശ്നമില്ല, ഒരു ജീവിയെ സംബന്ധിച്ച് പ്രശ്നമില്ല. പരന്ന ഭൂമിയിൽ ജീവിച്ച മനുഷ്യനാണല്ലോ നമ്മളെ ഉരുണ്ട ഭൂമിയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നത്. അവർക്ക് അതിജീവിക്കാൻ അതിൻ്റെ ആവശ്യം നമുക്കിപ്പോൾ പോരാ. ഇപ്പം നാഗരികത കൂടുതൽ വികസിതമാകുമ്പോൾ നമുക്ക് പരന്ന ഭൂമി പോരാ. പരന്ന ഭൂമി ഒരു അബദ്ധമാണ്, ഒരു വിഡ്ഢിത്തമാണ്. നമ്മുടെ ഭൂമി മാറുകയാണ്. ഇനി നമ്മൾ വാവലുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഈ വാവലുകൾ അടിസ്ഥാനപരമായിട്ട് അതിന് പല വാവലുകളും ഏതാണ്ട് പ്രാക്ടിക്കലി 99.99% ബ്ലൈൻഡാണ്. എല്ലാം ബ്ലൈൻഡ് അല്ല. ചിലവയ്ക്ക് ആവറേജ് ആയിട്ടുള്ള ചെറിയ കാഴ്ചകളൊക്കെ ഉണ്ട്. ചിലവ കാഴ്ചയും കേൾവിയും എല്ലാം മിക്സ് ചെയ്താണ് കാണുന്നത്. ഈ വാവലുകൾ അവയ്ക്കൊരു ലോകമുണ്ട്. അവരുടെ ലോകം എന്ന് പറയുന്നത് പ്രകാശരഹിതമായ ലോകമാണ്. ഈ ലോകം അവർ സൃഷ്ടിക്കുന്ന ഒരു ലോകമാണ്. സാധാരണ ഒരു വാവലിൻ്റെ ഒരു പ്രത്യേകത നോക്കുകയാണെങ്കിൽ, എങ്ങനെയാണ് മനുഷ്യൻ്റെ യാഥാർത്ഥ്യവും വാവലിൻ്റെ യാഥാർത്ഥ്യവും വ്യത്യസ്തമാകുന്നത് എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണ് മനുഷ്യൻ്റെ യാഥാർത്ഥ്യവും ഒരു മൂട്ടയുടെ യാഥാർത്ഥ്യവും വ്യത്യസ്തമാകുന്നത് എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ മൂട്ടയുടെ കാര്യം തന്നെ. ഈ മൂട്ട സാധാരണ ഇതിൽ ഈ കട്ടിലൊക്കെ ഉള്ള ചെറിയ ചെറിയ കുഴികളിലാണ് വന്നിരിക്കുക, ചെറിയ കുഴികൾ. പക്ഷെ ഒരിക്കലും
മൂട്ട കട്ടിൽ കാണുന്നില്ല. താൻ കട്ടിലാണ് വന്നിരിക്കുന്നതെന്നോ ഈവൻ കുഴിയുടെ വലുപ്പം പോലും മൂട്ടയ്ക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഇനി വന്നിരിക്കുന്നത് മനുഷ്യനാണെന്നോ അവനിൽ നിന്ന് രക്തം ഊറ്റുകയാണ് ഇയാൾ ചെയ്യുന്നത്. പക്ഷേ ഒരു മനുഷ്യനാണ് വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് ബാബു ആണോ സാബു ആണോ അല്ലെങ്കിൽ ശോഭനയാണോ എന്ന് തിരിച്ചറിയാൻ മൂട്ടയ്ക്ക് സാധിക്കില്ല. അപ്പോൾ കട്ടിൽ കാണാതെയും മനുഷ്യനെ കാണാതെയും മനുഷ്യൻ്റെ രക്തം മൂട്ട വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ കുഴി കാണാം, മൂട്ടയെ കാണാം, കട്ടിലിനെ കാണാം, ഇത്രയും കാര്യങ്ങൾ നമുക്ക് കാണാം. ഇനി പുറത്തുനിന്ന് നമ്മളെ നിരീക്ഷിക്കുന്ന ഒരാൾക്ക് കുഴി കാണാം, മൂട്ടയെ കാണാം, കട്ടിൽ കാണാം, നമ്മളെയും കാണാം. നമ്മുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് മാറുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ ഇൻപുട്സ് അതിനകത്തുണ്ടാവും. പക്ഷെ മൂട്ടയുടെ കാര്യം ആലോചിച്ച് മൂട്ട വിജയകരമായി നൂറ്റാണ്ട് സഹസ്രാബ്ദങ്ങളായിട്ട് ലക്ഷക്കണക്കിന് വർഷമായിട്ട് മൂട്ട അതിജീവിക്കുകയാണ്. മൂട്ടയ്ക്കൊരു യാഥാർത്ഥ്യമുണ്ട്. മൂട്ടയുടെ യാഥാർത്ഥ്യം അതിൻ്റെ അതിജീവനത്തെ സഹായിക്കുന്ന ചില ധാരണകളാണ്. അതിൻ്റെ മസ്തിഷ്കത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ മസ്തിഷ്കത്തിൻ്റെ ജോലി നിർവഹിക്കുന്ന ന്യൂറൽ ട്യൂബുകളുടെ ചില ധാരണകളാണ്, അല്ലെ ചില രാസപ്രവർത്തനങ്ങളാണ്. നമ്മളെ സംബന്ധിച്ച് അത്രയേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ച് ഈ മധ്യലോകത്ത് അതിജീവിക്കാനായിട്ടുള്ള ചില സഹായകരമായിട്ടുള്ള രാസപ്രവർത്തനങ്ങൾ മാത്രം നടക്കുന്നത്. പ്രാക്ടിക്കലി ബ്ലൈൻഡ് ആയിട്ടുള്ള വാവൽസ് പറന്നു പോകുമ്പോൾ സംഭവിക്കുന്നൊരു കാര്യം വെച്ചാൽ പലപ്പോഴും നല്ല സ്പീഡിലാണ് വാവൽ പറന്നു പോകുന്നത്. പലപ്പോഴും പ്രതിബന്ധങ്ങളുണ്ടാവും. വളരെ സൂക്ഷ്മമായിട്ടുള്ള പ്രാണികളെയാണ് വാവൽ ആഹരിക്കുന്നത്. കണ്ണ് കാണാൻ വയ്യ, ഇരുട്ടത്താണ് സഞ്ചരിക്കുന്നത്. പക്ഷേ ഈ വാവലുകൾ വളരെ രസകരമായി വളരെ നിസ്സാരമായി അവർ ഈ പ്രാണികളെ ഭക്ഷിക്കുകയും എങ്ങും ചെന്ന് ഇടിക്കുകയും ചെയ്യില്ല. അതിനവ ഉപയോഗിക്കുന്ന അൾട്രാസോണിക് സൗണ്ട് വേവ്സ് ഉണ്ടാക്കുകയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ 5ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നത് സൗണ്ട് വേവ്സ് ഉണ്ടാക്കുക. ഈ സൗണ്ട് വേവ്സ് ഉണ്ടാക്കിയിട്ട് ഈ സൗണ്ട് വേവുകൾ അൾട്രാസോണിക് ആയതുകൊണ്ട് ഒരിക്കലും നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയ്ക്കുള്ള സൗണ്ടുകൾ മാത്രമേ നമുക്ക് കേൾക്കാൻ സാധിക്കുള്ളൂ. അതിനുപരിയായിട്ടുള്ള സൗണ്ടുകൾ, അതിന് താഴെയുള്ള സൗണ്ടുകൾ നമ്മൾക്കൊരിക്കലും കേൾക്കാൻ സാധിക്കില്ല. കാരണം അത് കേൾക്കേണ്ട കാര്യം നമുക്കില്ല, അതുകൊണ്ട് നമ്മൾ കേൾക്കുന്നില്ല. അതാണ് പരിണാമം പറയുന്നത്. പക്ഷേ ഈ പ്രപഞ്ചത്തിലുണ്ടാകുന്ന ശബ്ദങ്ങളുടെ 99.99% നമ്മളുടെ ശ്രവണ പരിധിക്ക് താഴെയോ മുകളിലോ ഉള്ള ശബ്ദങ്ങളാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു പൊട്ടനായിട്ടാണ് ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്നത്. അത് മതി, അതാണ് നമ്മളുടെ യാഥാർത്ഥ്യം. ഈ ബ്ലൈൻഡ് വാച്ച് മേക്കറിലോ അല്ലെങ്കിൽ അൺവീവിങ് ദ റെയിൻബോയിൽ റിച്ചർഡ് ഡോക്കിൻസ് പറയുന്നൊരു കാര്യം, ഈ അൾട്രാസോണിക് സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുമെങ്കിൽ നമ്മളുടെ ജീവിതം പോയി എന്നതിൻ്റെ അർത്ഥം. കാര്യം സഹിക്കാൻ പറ്റില്ല ആ ശബ്ദം. നമ്മളുടെ ഇതേ നിലവാരത്തിലുള്ള ഇതേ സ്ഥിതിയിലുള്ള ചെവികളുമായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ആ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം നരകമായി തീർന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എത്ര ഭാഗ്യമാണ് നമ്മൾ ആ ശബ്ദം കേൾക്കുക. അത്രയും ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദങ്ങൾ നിർദ്ധാരണം ചെയ്യാൻ കഴിയാത്തത് നമ്മളുടെ മഹാഭാഗ്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എത്രയോ ഒന്നും കാണാതെയും ഒന്നും കേൾക്കാതെയും ഒക്കെ ജീവിക്കുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമാകുന്നു. അതാണ് നമ്മളുടെ യാഥാർത്ഥ്യമായിട്ട് ഞാൻ സൂചിപ്പിക്കുന്നത്. വാവലുകൾ വലിയ ശബ്ദം, ഈ തരംഗങ്ങൾ ഉണ്ടാക്കുക, അൾട്രാസോണിക് സൗണ്ട്സ് ഉണ്ടാക്കിയിട്ട് ഈ സൗണ്ട്സിനെ മേയാനായി വിടുകയാണ്. ഈ സൗണ്ട് വേവ്സ് ഏതെങ്കിലും ഒബ്ജക്റ്റിൽ ചെന്ന് തട്ടിയിട്ട് തിരിച്ചു വരും. തിരിച്ചു വരുന്ന പ്രതിധ്വനി അല്ലെങ്കിൽ അതിൻ്റെ റെബർബറേഷനായിട്ട് വരുന്ന ആ എക്കോ പ്രോസസ്സ് ചെയ്യുകയാണ് വാവലിൻ്റെ മസ്തിഷ്കം ചെയ്യുന്നത്. എങ്ങനെയാണത് പ്രോസസ്സ് ചെയ്യുന്നത്? ഈ ശബ്ദതരംഗങ്ങൾ അയച്ചിട്ട് തിരിച്ചു വരുന്ന ശബ്ദതരംഗങ്ങളെ സ്വീകരിച്ചുകൊണ്ട് എത്രമാത്രം അകലത്തിലാണ് ഈ ഒബ്ജക്റ്റ് ഉള്ളത്, അതിൻ്റെ കട്ടി, അതിൻ്റെ കനം, അതിൻ്റെ ടെക്സ്ചർ, അതിൻ്റെ ആകൃതി, ഇതെല്ലാം നിമിഷാർത്ഥം കൊണ്ട് ഈ വാവൽ പഠിക്കുകയാണ്. കാര്യം വലിയ സ്പീഡിലാണ് അത് സഞ്ചരിക്കുന്നത്. ആ സ്പീഡിൽ സഞ്ചരിക്കുമ്പോൾ അന്ധനാണ് പ്രാക്ടിക്കലി. ഉയർന്ന വർഗത്തിലുള്ള എല്ലാ വാവലുകളും പ്രാക്ടിക്കലി അന്ധനല്ലെങ്കിൽ പോലും അവ കണ്ണുപയോഗിക്കാറില്ല.
ചില വാവൽസ് ഉണ്ട് രണ്ടുകൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാറുണ്ട്, കുറച്ച് ശേഷിയുള്ള. എങ്ങനെയാണ് വാവലുകൾ അന്ധമായെന്ന് നമുക്കറിയാം, പരിണാമം അറിയാവുന്നവർക്കറിയാം. രാത്രി മാത്രം സഞ്ചരിക്കുന്ന പ്രകാശം എന്ന് പറയുന്ന ഒരു സാധനത്തെ പ്രോസസ്സ് ചെയ്യാത്ത ഒരു ജീവിയിൽ ഡിലിറ്റീരിയസ് മ്യൂട്ടേഷൻസ് ഉണ്ടാവും. ഞാനത് ഒരു സെക്കൻഡ് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് വാവൽ അന്ധമായതെന്ന് ഞാൻ ഒറ്റ സെക്കൻഡ് കൊണ്ടൊന്ന് വിശദീകരിക്കാം. നമ്മളുടെ എല്ലാ അവയവങ്ങളിലും കോശ വിഭജനം നടക്കുകയാണ്. കോശങ്ങൾ ഒരുപാട് വിഭജിച്ച് പുതിയ കോശങ്ങൾ റെപ്ലിക്കേഷൻ വഴി ഉണ്ടാകുമ്പോൾ ലക്ഷക്കണക്കിന് കോപ്പി എടുക്കുമ്പോൾ ഒരു കോപ്പി തെറ്റായി പോകാൻ സാധ്യതയുണ്ട്. റോങ് പ്രോഗ്രാമുള്ള അല്ലെങ്കിൽ പൂർണ്ണമായും നടക്കാത്ത ഒരു ഡിവിഷൻ വരാം. അതിനെയാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഒരു മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ഒരു കോശം വന്നു കഴിഞ്ഞാൽ അത് ഇരട്ടിക്കുമ്പോൾ വീണ്ടും അതിൻ്റെ മ്യൂട്ടേഷനാണ് ഇരട്ടിക്കുന്നത്. അപ്പം എല്ലാം ഇങ്ങനെ ഇരിക്കുകയാണ് കോശങ്ങൾ. ചുമ്മാതെ ഞാനൊന്ന് മനസ്സിലാവാൻ പറയാണ്. ഒരു കോശം ഇങ്ങനെ ആയിപ്പോയെങ്കിൽ ആ കോശം പിന്നെ ഇരട്ടിക്കുമ്പോൾ എല്ലാം ഇങ്ങനെയുള്ള കോശങ്ങളായിരിക്കും ഉണ്ടാവുക, ഇങ്ങനെയുള്ള കോശമല്ല. അപ്പോൾ മ്യൂട്ടേറ്റഡ് വെറൈറ്റീസ് കോശങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഏതെങ്കിലും ഒരു കോശം, ഏതെങ്കിലും ഒരു അവയവത്തിൽ ഒരു മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ അത് നീക്കം ചെയ്യാനായിട്ടുള്ള ഒരു പ്രോട്ടീൻ പ്രതിരോധ വ്യവസ്ഥ നമുക്കുണ്ട്. അപ്പോഴേ, അതായത് നമ്മുടെ കണ്ണിൽ ഒരു മ്യൂട്ടേഷൻ സംഭവിക്കുകയാണ്, കണ്ണിൽ സദാ മ്യൂട്ടേഷനുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ കണ്ണിന് അത് പ്രയോജനകരമായിട്ടുള്ള മ്യൂട്ടേഷൻ ആവില്ല. മ്യൂട്ടേഷനുകൾ 99% പ്രയോജനകരമല്ല. കാര്യം അതൊരു അനോമലിയാണ്. അപ്പോൾ അപ്പോഴേ ഇതങ്ങ് ക്ലീൻ ചെയ്യും. ഈ മ്യൂട്ടേറ്റഡ് വെറൈറ്റി അപ്പോഴേ അങ്ങ് നിർവീര്യമാക്കി റദ്ദ് ചെയ്ത് കളയും നമ്മുടെ പ്രതിരോധ വ്യവസ്ഥ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും കണ്ണ് വെച്ച് കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണുകളിൽ സംഭവിക്കുന്ന മ്യൂട്ടേഷൻ്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ നമ്മളൊക്കെ അന്ധരായിട്ട് തന്നെ ജീവിക്കേണ്ടതാണ്. പക്ഷേ എപ്പോഴൊക്കെ ഒരു വൈകല്യം ഉണ്ടാവുക, ഒരു ഉൽപരിവർത്തനം, ഒരു മ്യൂട്ടേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ റദ്ദ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ കണ്ണും മൂക്കും കാലും കരളും ഹൃദയവും ഒക്കെ മുന്നോട്ട് പോകുന്നത്. കാര്യം ഹാനികരമായിട്ടുള്ള എല്ലാ മ്യൂട്ടേഷൻസും നീക്കം ചെയ്യപ്പെടും. ന്യൂട്രൽ ആയിട്ടുള്ള മ്യൂട്ടേഷൻസ്, ഹാനികരമല്ലെങ്കിൽ ഈ പ്രോട്ടീൻ വ്യവസ്ഥ യാതൊന്നും ചെയ്യില്ല, അത് അവിടെ ഉണ്ടാവും. അനുകൂലമായ മ്യൂട്ടേഷൻ ആണെങ്കിലും ഒന്നും ചെയ്യില്ല. പക്ഷേ ഹാനികരമായിട്ടുള്ള മ്യൂട്ടേഷൻ വരികയാണെങ്കിൽ അപ്പോഴേ ക്ലീൻ ചെയ്യും. ഇതാണ് നമ്മുടെ ഒരു പ്രതിരോധ വ്യവസ്ഥയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല നമ്മുടെ കണ്ണി മ്യൂട്ടേഷൻ സംഭവിക്കാത്തതുകൊണ്ടല്ല, സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ പ്രകാശം, രണ്ട് കാര്യങ്ങളാണ് കണ്ണിന് വേണ്ടത്. ഒന്ന് ചലിക്കുന്ന ചലനം, രണ്ട് പ്രകാശം. പ്രകാശത്തിൽ ജീവിക്കുകയും ചലിക്കുകയും ചെയ്യുന്ന ഒരു ജീവിക്ക് കണ്ണ് ആവശ്യമാണ്. അല്ലാത്ത ജീവികൾക്ക് കണ്ണിൻ്റെ ആവശ്യമില്ല. അതൊരു ബാധ്യതയാണ്. കണ്ണ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് നമ്മളുടെ റിസോഴ്സസ്, നമ്മളുടെ ശരീരത്തിൻ്റെ വിഭവങ്ങളുടെ ഒരു വേസ്റ്റാണ്. അപ്പോൾ അതാണ് ഈ കടലിനടിയിലൊക്കെ അഗാധമായ ഇരുട്ടുകളിൽ ജീവിക്കുന്ന ഗുഹാമത്സ്യങ്ങൾക്ക് കണ്ണുണ്ട്, പോളയുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ അവയ്ക്ക് കാണാൻ പറ്റില്ല. അത് പോയി. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവയുടെ കണ്ണിൽ സംഭവിക്കുന്ന മ്യൂട്ടേഷൻസ് ഡിലിറ്റീരിയസ് അല്ല, ഹാനികരമല്ല. കാര്യം എന്താണ്? കാണണ്ടല്ലോ. കാണണ്ടാത്ത ഒരു ജീവിക്ക് കണ്ണിൽ സംഭവിക്കുന്ന ഒരു മ്യൂട്ടേഷൻ നീക്കം ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു, അനുകൂലമായവയും ന്യൂട്രലായവയും നീക്കം ചെയ്യപ്പെടില്ല, പ്രതികൂലമായവ മാത്രമേ നീക്കം ചെയ്യപ്പെടൂ. നിങ്ങൾ ഇരുട്ടിലാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കണ്ണിൽ സംഭവിക്കുന്ന ഒരു റോങ് ആയിട്ടുള്ള ഒരു സെൽ ഡിവിഷൻ നിങ്ങളെ ബാധിക്കുന്നില്ല. അങ്ങനെയാണ് കാലക്രമത്തിൽ വാവലുകൾക്ക്, രാത്രി സഞ്ചാരം മാത്രം നടത്തുന്ന വാവലുകൾക്ക് ക്രമേണ അവയുടെ കണ്ണുകളിൽ സംഭവിക്കുന്ന ഡെലിറ്റീരിയസ് മ്യൂട്ടേഷൻസ് നീക്കം ചെയ്യപ്പെടാതെ അവ അന്ധമായി ക്രമേണ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 10,000 വർഷം കഴിഞ്ഞ് വരുന്ന വാവലുകൾ ഇന്നത്തെ വാവലുകളെക്കാൾ അന്ധമായിരിക്കും. ഗ്രാജുവലായിട്ട് അങ്ങോട്ട് തന്നെ പോവാണ്. ഈ വാവലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, വാവൽ ഒരിക്കലും അടിച്ച് തറയിലിട്ട് കഴിഞ്ഞാൽ വാവലിന് പറക്കാൻ പറ്റില്ല. കാര്യം ഒരു ഗ്രൗണ്ട് ലെവലിൽ നിന്ന് മൊത്തം ഇതിനെ എടുത്ത് പൊക്കാനായിട്ടുള്ള ശേഷി ഈ വാവലിൻ്റെ ചിറകുകൾക്കോ അതിൻ്റെ പറക്കൽ സംവിധാനത്തിനോ ഇല്ല. ഈ റോക്കറ്റൊക്കെ ഇവിടെ പറയും എപ്പോഴും ഇവിടുന്ന് പോകുന്നതാണ്, ഇവിടുന്ന് പൊക്കുന്നതാണ്, ഭൂമി ഇങ്ങനെ പിടിച്ചിരിക്കുകയല്ലേ. ഇത് അവർക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് ഒരു വാവലിനെ അടിച്ച് തറയിട്ട് കഴിഞ്ഞാൽ എപ്പോഴും തറയിൽ കിടക്കുന്നത്. പിന്നെ പൊങ്ങാനായിട്ടുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വിമാനം ഓടുന്നതൊക്കെ ഇങ്ങനെ ഓടിപ്പോയി ടേക്ക് ഓഫ് ചെയ്യാൻ, അങ്ങനെ ഓടാനായിട്ടുള്ള ശേഷി അതിൻ്റെ കാലുകൾക്കും ഇല്ല. അതിൻ്റെ കാലധികം അങ്ങനെ ഉപയോഗിക്കാറില്ല. ഓടാനുള്ള കാല് എന്ന് പറയുന്നത് ആയിരിക്കില്ല, തൂങ്ങിക്കിടക്കാനുള്ള കാല്. തറയിട്ട് അത് ചെയ്യാന്ന് പറഞ്ഞാൽ
അത് മണ്ണിൽ കൂടി ഇങ്ങനെ 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 ക്ലൈം ചെയ്യും. പിടിച്ച് 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 കയറി വല്ല തെങ്ങയിലോ വല്ല പുല്ലിലോ ഒക്കെ കയറി മേളി ചെന്നിട്ട് ഏതെങ്കിലും ഒരു ശിഖരത്തിൽ ചെന്നിരുന്നിട്ട് അതിനെ ഡ്രോപ്പ് ചെയ്യും. അതിനെ സ്വയം താഴോട്ടിടുന്ന രീതിയിൽ അതിങ്ങനെ അടിച്ചടിച്ച് കയറി. അല്ലാതെ ഇങ്ങനെ കയറി പറന്നു പോകാനുള്ള ശേഷി വാവലിനില്ല, ഓടാനുള്ള ശേഷിയില്ല. അപ്പം ഇത് രണ്ടും മറികടക്കാനായിട്ട് ഈ ജീവി സാധാരണ ചെയ്യുന്നത് അതിങ്ങനെ അള്ളി പിടിച്ച് മേളിൽ കയറിയിട്ട് ഇറ്റ് ഡ്രോപ്പ് ഇറ്റ് സെൽഫ്. വാവലിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഈ വാവല് തല കീഴായിട്ടാണ് കിടക്കുന്നത്. തല കീഴായിട്ട് കിടക്കുന്നത് സ്വതവേ നമ്മുടെ രക്തചംക്രമണ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമാണ്. നമ്മൾ തല സ്വാഭാവികമായിട്ട് മുകളിൽ പിടിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ കിടക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരുപാട് ജീവികൾ തല കീഴായിട്ട് കിടക്കുന്ന ജീവികളുണ്ട്. പല ജീവികളുടെയും പശുവിൻ്റെയൊക്കെ ഒരു താഴെയാണ് വരുന്നത്. നമുക്ക് തല മേളിലായതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളുമുണ്ട്. അതൊക്കെ ഞാൻ ബയോളജിയിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇത് ഇങ്ങനെ തലകീഴായിട്ട് കിടക്കുന്നത് അതിൻ്റെ പ്രിഡേറ്റേഴ്സ് ആരെങ്കിലും വരികയാണെങ്കിൽ, അതിനെ പിടിക്കാൻ ആരെങ്കിലും വരികയാണെങ്കിൽ പെട്ടെന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു മോഡിലാണ്. പിന്നെ മാത്രമല്ല തലകീഴായിട്ട് കിടക്കുമ്പോൾ ഒരുപാട് ശത്രുക്കളെ ഒഴിവാക്കാം. മേളിൽ ചെന്ന് ഇങ്ങനെ കുത്തിയിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്. അതൊരു പിടുത്തമുണ്ട്, അതിൻ്റെ വാവലിനൊരു പിടുത്തമുണ്ട്. ഈ ശിഖരങ്ങളിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇതിങ്ങനൊരു ഫോർമേഷൻ ഉണ്ടാവും. ഈ ഫോർമേഷൻ ശരിക്കും കോൺക്രീറ്റ് ആണ്. ആ ജീവി വിചാരിച്ചല്ലാതെ ഈ ഫോർമേഷൻ വിടാൻ പറ്റത്തില്ല. അതാണ് വാവല് ചത്ത് കിടന്നാലും വാവൽ ഇങ്ങനെ പോയില്ല. പക്ഷേ നമ്മൾ ഒരിടത്ത് പിടിച്ചിരിക്കുകയാണെന്നിരിക്കട്ടെ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കണ്ടിട്ടില്ലേ ചില സീനുകളിലൊക്കെ നമ്മുടെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അയഞ്ഞ്. പക്ഷേ വാവലിന് അങ്ങനെയല്ല. വാവൽ ആ ഒരു സാധനം ഉണ്ടായി കഴിഞ്ഞാൽ, ആ ഗ്രിപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അതുകൊണ്ടാണ് ഈ ചത്ത് കിടക്കുന്ന വാവലുകളെല്ലാം അതേ കണക്കിങ്ങനെ കിടക്കുന്നത്, ഒരു വിഷയമില്ല. ഇപ്പോൾ വാവലുകളുടെ അൺവീവിങ് ദ റെയിൻബോയിൽ ഡോക്കിൻസ് പറയുന്നൊരു കാര്യമുണ്ട്. വാവൽ ശബ്ദം വായിച്ചതിന് ശേഷം മുന്നിലുള്ള ആരൊക്കെയാണ്? ഒരു മനുഷ്യൻ വന്ന് നിൽക്കുന്നു. 6 അടി പൊക്കമുള്ള ഒരു മനുഷ്യൻ വന്ന് നിൽക്കുന്നു. ഒരു പശു വന്ന് നിൽക്കുന്നു. ഒരു പർവ്വതം വന്ന് നിൽക്കുന്നു. ഇതൊക്കെ എങ്ങനെയാണ് വാവല് തിരിച്ചറിയുന്നത്? ശബ്ദം വിട്ടിട്ട് അതിൻ്റെ എക്കോസ് സ്വീകരിച്ച്. ഈ എക്കോസിൽ 3 കാര്യങ്ങളാണ് ഉള്ളത്. അതിൻ്റെ ആവൃത്തി, അതിൻ്റെ തരംഗദൈർഘ്യം, പിന്നെ അതിൻ്റെ എനർജി ലെവൽ. ഇത് മൂന്നും നോക്കിയിട്ടാണ് ഇത് പ്രോസസ്സ് ചെയ്യുന്നത്, എന്താണ് ഏതാണ് എന്ന്. അപ്പോൾ ആവൃത്തിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾക്ക് പ്രകാശത്തിൽ നമ്മളുടെ വിബ്ജിയോർ എന്ന് പറയുന്ന സങ്കല്പമുണ്ട്. വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, ദാൻ യെല്ലോ, ഓറഞ്ച്, റെഡ്. ഈ 7 വർണ്ണങ്ങളാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ യാഥാർത്ഥ്യത്തിൽ ഈ 7 വർണ്ണങ്ങൾ ഉണ്ട് എങ്കിൽ മറ്റൊരു ജീവിയുടെയും സ്പെക്ട്രം ഓഫ് ലൈറ്റിൽ കൃത്യമായി 7 വർണ്ണങ്ങളില്ല. നമ്മളുടെ യാഥാർത്ഥ്യം അനുസരിച്ച് നമ്മളൊരു കാളയുടെ മുന്നിലേക്ക് ഒരു ചുവപ്പ് കൊടി കാണിച്ചിട്ട് അത് പ്രകോപിതമാകുമ്പോൾ ചുവപ്പ് കണ്ട കാള എന്ന് പറയുന്ന ഒരു അബദ്ധധാരണ നമ്മൾ ഉണ്ടാക്കുന്നു. കാളയ്ക്ക് ചുവപ്പ് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല. പച്ചയോ മഞ്ഞയോ വെള്ളയോ വസ്ത്രങ്ങൾ വെച്ചിട്ട് കാളയുടെ മുന്നിൽ പ്രകോപനപരമായി വീശിയാൽ കാള ഇതേ വെറി കാണിക്കും. പക്ഷെ എന്താണ് ചുവപ്പ് കണ്ട കാള? ഈ ചുവപ്പ് കണ്ട കാള വരുന്നത് നമ്മളുടെ യാഥാർത്ഥ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് നമ്മൾ മറ്റൊരു ജീവിയിൽ ആരോപിക്കുകയാണ് ചെയ്യുന്നത്. മൂട്ടയ്ക്ക് കട്ടിൽ കാണാൻ സാധിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞതുപോലെ കാളയ്ക്ക് ചുവപ്പ് കാണാൻ സാധിക്കില്ല. പക്ഷെ ചുവപ്പ് കണ്ട കാള ഉണ്ട്. കാര്യം എന്താണ്? നമ്മുടെ യാഥാർത്ഥ്യം അനുസരിച്ചാണ് നമ്മളത് ഉണ്ടാക്കിയിരിക്കുന്നത്. കാര്യം കാളയെ കാണിക്കുന്ന കൊടി ചുവപ്പാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. കാള തിരിച്ചറിയുന്നുണ്ടോ? അപ്പോൾ പല പല ജീവികൾക്കും അവയ്ക്ക് അതിജീവിക്കാൻ ആവശ്യമായിട്ടുള്ള യാഥാർത്ഥ്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മൾ സ്പെക്ട്രം തന്നെ എടുത്തു കഴിഞ്ഞാൽ വിസിബിൾ സ്പെക്ട്രം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയും ആകാശം നീലയായിട്ട് കാണുന്ന ഏക ജീവി ഒരുപക്ഷെ മനുഷ്യനായിരിക്കും. ബാക്കിയുള്ള ജീവികളെല്ലാം ഒരു നരച്ച ആകാശമാകും കാണുന്നത് എന്നാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. ശാസ്ത്രജ്ഞന്മാർ പറയാം, നമുക്കറിയില്ല അവ എങ്ങനെയാണ് കാണുന്നത്. പക്ഷേ അവയുടെ വിഷ്വൽ ഏരിയാസിൽ എന്തെല്ലാം കളേഴ്സ് പ്രോസസ്സ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മുടെ വിഷ്വൽ ഏരിയസുമായിട്ട് കമ്പയർ ചെയ്ത് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ നിന്ന് വ്യക്തമാകുന്നത് മിക്ക ജീവികളും അവർ കളർ ബ്ലൈൻഡ്നെസ് ഉണ്ട്, അവർക്ക് പല നിറങ്ങളും തിരിച്ചറിയാൻ കഴിയുന്നില്ല. നമ്മളാണ് ശരിക്കും 7 തിരിച്ചറിയുന്നത്.
പക്ഷെ നമ്മൾ 7 തിരിച്ചറിയുന്നതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും മിടുക്കന്മാരാണോ? അല്ല. കാരണം ഞാൻ പറഞ്ഞു, ലൈറ്റ്, പ്രകാശത്തിന് 3 കാര്യങ്ങൾ. അത് അല്പം സയൻറ്റിഫിക്കാണ്. ഒന്ന് ആവൃത്തി, മറ്റേത് വേവ് ലെങ്ത്, അടുത്തത് എനർജി ലെവൽ. ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത് റേഡിയോ വേവ്സിനാണ്. റേഡിയോ വേവ്സ് വെച്ചാണ് നമ്മൾ ചന്ദ്രനിലേക്ക് സംസാരിക്കുന്നത്, ചൊവ്വയിലേക്ക് ഒക്കെ സംസാരമൊക്കെ റേഡിയോ വേവ്സാണ്. കാര്യം ബഹിരാകാശത്ത് നിന്ന് ശരിക്കും ഈ തറനിരപ്പ് വരെ വരണമെങ്കിൽ റേഡിയോ വേവ്സ് മാത്രമേ സാധിക്കുള്ളൂ. മറ്റു വേവ്സൊക്കെ അതിന് മുന്നേ തന്നെ ഏതാണ്ട് പോവും, കിട്ടില്ല നമുക്ക്. അടുത്തത് മൈക്രോവേവ്സ്. റേഡിയോ വേവ്സ് വെച്ചാണ് നമ്മൾ റേഡിയോ പ്രവർത്തിപ്പിക്കുന്നത്. മൈക്രോവേവ് അവനൊക്കെ ഉണ്ട്. പിന്നെയാണ് ഇൻഫ്രാറെഡ്. ഇൻഫ്രാറെഡ് എന്ന് പറയുന്ന സാധനം ഈ സൂര്യൻ്റെ പ്രകാശത്തിലെ ചൂടാണ്. ഇൻഫ്രാറെഡ് ഒരു ഭയങ്കരമായി ചൂട് വമിപ്പിക്കുന്ന ഒരു നക്ഷത്രത്തിൽ നിന്ന് വരുന്ന കിരണങ്ങളാണിതെല്ലാം. ഇൻഫ്രാറെഡും മൈക്രോവേവ്സും റേഡിയോ വേവ്സും. പക്ഷെ നമുക്കിത് 3 നമ്മുടെ അതിനകത്ത് വരില്ല. നമുക്ക് അനുഭവിക്കാം, വസ്തുനിഷ്ഠ ജ്ഞാനം നമുക്ക് ശേഖരിക്കാം, പക്ഷെ വ്യക്തിനിഷ്ഠ ജ്ഞാനം സാധിക്കില്ല. റേഡിയോ വേവ്സ് അയച്ച് നമുക്ക് സംസാരിക്കാം, പക്ഷെ റേഡിയോ വേവ്സോ അല്ലെങ്കിൽ ഇൻഫ്രാറെഡോ അല്ലെങ്കിൽ മൈക്രോവേവോ ഇതൊന്നും നമ്മളുടെ മസ്തിഷ്കം തിരിച്ചറിയുന്നില്ല, അല്ലെങ്കിൽ അനുഭവിക്കുന്നില്ല. അനുഭവിക്കുന്നുണ്ട്, അത് വസ്തുനിഷ്ഠമായിട്ട് നമുക്കത് തിരിച്ചറിയാൻ സാധിക്കും. ഇപ്പം ഇൻഫ്രാറെഡ് ഇല്ലെങ്കിൽ സൂര്യൻ്റെ പ്രകാശം ഒന്ന് ആലോചിച്ച് നോക്കുക. സൂര്യപ്രകാശം വരുന്നുണ്ട്, പക്ഷേ ചൂടില്ല. ചൂടില്ലാത്ത പ്രകാശമാണെങ്കിൽ നിങ്ങൾക്ക് സൂര്യനിലേക്ക് ഒരു വണ്ടി, ഒരു കുതിരപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്ത് പോകുന്നതെന്ന് സങ്കല്പിച്ചു. ചൂടില്ല, പ്രകാശം മാത്രം, കൂടുതൽ പ്രകാശം. ബഷീറൊക്കെ പറഞ്ഞ ഈ വെളിച്ചത്തിന് എന്ത് വെളിച്ചം എന്ന് പറഞ്ഞോണം ഇങ്ങനെ പോവാം. ചൂടില്ലാത്ത പ്രകാശത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇൻഫ്രാറെഡ് എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് നീക്കം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചൂടില്ല. അങ്ങനെയാണെങ്കിൽ വെയിലത്ത് നമ്മൾ ഈ സൂര്യാഘാതം എന്ന് പറഞ്ഞ പ്രശ്നമില്ല. നമ്മൾ ഈ ഗ്രഹണ സമയത്ത് സൂര്യനെ നോക്കുന്നതിലും ശരിക്കും വില്ലൻ ഇൻഫ്രാറെഡ് ആണ്, അൾട്രാവയലറ്റ് അല്ല. അൾട്രാവയലറ്റ് ഒന്നാമത് അന്തരീക്ഷത്തിലെ ഓസോൺ ലെയർ കടന്ന് ഇങ്ങോട്ട് വരാറില്ല. ഗ്രഹണ സമയത്ത് നമ്മൾ സൂര്യൻ്റെ ഏറ്റവും കുറഞ്ഞ പ്രകാശമാണ് കാണുക. അപ്പോൾ അൾട്രാവയലറ്റിൻ്റെ അളവ് തന്നെ കുറവാണ്, ഉള്ളത് അന്തരീക്ഷം തടയുകയും ചെയ്യും. പക്ഷേ ഇൻഫ്രാറെഡ് അപ്പോഴും വരുന്നുണ്ട്. ഇൻഫ്രാറെഡിനെ ഒന്നും തടയുന്നില്ല എന്ന് മാത്രമല്ല, നമ്മൾ സാധാരണ ഇതിൽ സൂര്യനെ നമുക്ക് നോക്കാൻ സാധിക്കില്ല. സൂര്യനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് ബ്ലിങ്കായി പോകും ഓട്ടോമാറ്റിക്. അതൊരു പരിണാമപരമായിട്ടുള്ള ഒരു നേട്ടമാണ്. നമ്മുടെ പിതാമഹന്മാർ തൊട്ട് പഠിച്ചൊരു സാധനമാണ്. സൂര്യനെ നോക്കുമ്പോൾ നമ്മൾ കൃഷ്ണമണി ചുരുക്കും. അപ്പം സാധാരണ റേസൊന്നും അകത്തോട്ട് കയറത്തില്ല, നമ്മൾ സേഫാണ്. മസ്തിഷ്കത്തിൻ്റെ ടോക്കണാണ്. ഈ പെയിൻ പോലെയാണ്. പെയിൻ എന്താണ് സംഭവിക്കുന്നത്? പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മസ്തിഷ്കം നിങ്ങളെ അതിജീവിക്കാൻ സഹായിക്കുകയാണ്. സ്റ്റോപ്പ് ഡൂയിങ് വാട്ട് യു ആർ ഡൂയിങ് എന്നുള്ളതാണ് പെയിൻ്റെ അർത്ഥം. നിങ്ങളിപ്പം ഇങ്ങനെ കുറേ നേരം ഇടിച്ചുകൊണ്ട് കഴിഞ്ഞാൽ, വേദന തന്നു കഴിഞ്ഞാൽ നിർത്തട എന്നാണ് പറയുന്നത്. നീ അതങ്ങ് നിർത്ത്, ഇത് നിന്റെ അതിജീവനത്തെ സഹായിക്കില്ല. ഇറ്റ്സ് എ ത്രെറ്റ് ടു ലൈഫ്. ജീവിതത്തിനുള്ളൊരു ഭീഷണിയാണ് എന്നാണ് പറയുന്നത്. വേദന ഉണ്ടാക്കുന്ന എന്തും നിർത്തണം എന്നുള്ള ടോക്കണാണ് മസ്തിഷ്കം നൽകുന്നത്. അതാണ് സൂര്യനെ നമ്മളെ നേരെ നോക്കുമ്പോൾ പരിണാമപരമായിട്ട് ഒരു കുട്ടി, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ജ്ഞാനം ഒരു സൂര്യനെ നോക്കുമ്പോൾ കൃഷ്ണമണി ചുരുക്കാനായിട്ടുള്ള അറിവ് നമുക്ക് കിട്ടിയത് പരമ്പരാഗതമായ പാരമ്പര്യപരമായിട്ടുള്ള പരിണാമ ചരിത്രത്തിലൂടെ ഊറി വന്ന അറിവാണ്. ഇത് നമ്മൾ യൂണിവേഴ്സിറ്റി പോയി സൂര്യനെ നോക്കുമ്പോൾ കൃഷ്ണമണി ചുരുക്കണം പാഠം 1 അല്ല. നമ്മുടെ അറിവ് മാത്രമല്ല, നമ്മുടെ സ്പീഷ്യസിൻ്റെ അറിവാണ്. നമ്മൾ അതിജീവിക്കുന്ന ഒരു സ്പീഷ്യസ് ആയിട്ടാണ്, അല്ല ഒരു വ്യക്തിയായിട്ടല്ല. അപ്പോൾ കൃഷ്ണമണി ചുരുക്കും സാധാരണ ഇതിൽ. പക്ഷേ ഗ്രഹണ സമയത്ത് സൂര്യൻ്റെ പ്രകാശമില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ സൂര്യനെ നോക്കും. അപ്പോഴായിരിക്കും ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ഉപരിതലത്തിലുള്ള വമ്പൻ പർവ്വതങ്ങളും ഗിരിശിഖരങ്ങളുടെയും ഇടയിലൂടെ പെട്ടെന്ന് ചന്ദ്രൻ മാറുമ്പോൾ ആ കുന്നുകൾക്കിടയിലൂടെയുള്ള താഴ്വരകളിലൂടെ സൂര്യൻ്റെ പ്രകാശം വെടിച്ചില്ല് പോലെ കടന്നു. ചന്ദ്രൻ്റെ ഉപരിതലത്തിലെ ഉണ്ടല്ലോ ഇങ്ങനെ നിൽക്കുകയാണല്ലോ, പർവ്വതങ്ങൾ നിൽക്കുക. അപ്പോൾ അതിങ്ങനെ കാണുന്നില്ല. നമ്മൾ പെട്ടെന്ന് ഇതിന്ന് മാറുമ്പോൾ എന്ന് പറഞ്ഞ് കയറി വരും. നമ്മൾ തയ്യാറല്ല, നമ്മൾ തുറന്നു പിടിച്ചിരിക്കുക. സാധാരണ നമ്മൾ ബ്ലിങ്ക് ചെയ്ത് തന്നെ ഇരിക്കും. പക്ഷേ സൂര്യഗ്രഹണ സമയത്ത് ഈ പ്രകാശം വരുമ്പോൾ നമ്മളത് സ്വീകരിക്കാൻ തയ്യാറല്ല. ഇത് നേരെ വന്ന് നമ്മുടെ റെറ്റിനയിലെ കോശങ്ങളിലേക്ക് വരും. റെറ്റിനയുടെ കോശങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് വേദന അറിയാനുള്ള കഴിവില്ല എന്നുള്ളതാണ്.
നിങ്ങളെ തലച്ചോറാണ് നിങ്ങളെ വേദന അറിയിക്കുന്നതെങ്കിലും നിങ്ങളുടെ തലച്ചോറ് വാരിയിട്ട് കളിച്ചാൽ പോലും തലച്ചോറിന് വേദനയില്ല. തലച്ചോറിലെ കോശങ്ങൾക്ക് പൊതുവിൽ വേദന അറിയാനുള്ള കഴിവില്ല. വേദന അറിയിക്കുന്ന കോശങ്ങളാണ്. ചിലർ വന്നാലോചിച്ച് അച്ഛൻ മദ്യപിക്കും, മകനോട് മദ്യപിക്കരുത് എന്ന് പറയുന്നത് നമ്മൾ കുറ്റം കാണുന്നുണ്ട് അല്ലേ? അച്ഛൻ സിഗരറ്റ് വലിച്ചിട്ട് എൻ്റെയൊക്കെ പുകവലിക്കരുതെന്ന് പറഞ്ഞാൽ ശരിയാണോ? നിങ്ങളെ വേദന അറിയിക്കുന്ന നിങ്ങളുടെ മസ്തിഷ്ക കോശങ്ങൾക്ക് സ്വയം വേദന അറിയാൻ കഴിയുന്നില്ല. ദേ ആർ നോട്ട് പെയിൻ സെൻസിറ്റീവ്. കാര്യം പെയിൻ സെൻസിറ്റീവ് ആവേണ്ട കാര്യമില്ല. മസ്തിഷ്കത്തിലേക്ക് ഒരു സാധനം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനു മുമ്പേ നിങ്ങൾ തീർന്നിരിക്കും. ഇതെല്ലാം അഡാപ്ഷൻസ് ആണ്. അതുകൊണ്ട് നിങ്ങളുടെ റെറ്റിനയിലെ കോശങ്ങളിലേക്ക് ഇൻഫ്രാറെഡ് വന്ന് വീണാൽ അത് കരിഞ്ഞു പോകും, നിങ്ങൾ അറിയേയില്ല. 3 ദിവസം കഴിഞ്ഞ് നിങ്ങൾ നോക്കുമ്പോഴായിരിക്കും ഒരു പുകച്ചിൽ. എന്താണ് കാര്യം? ഞാൻ 2-3 ദിവസം മുമ്പ് സൂര്യഗ്രഹണം കണ്ട് എന്ന് പറയും. അന്ധത വരെ സംഭവിക്കാം, വളരെ റെയറായിട്ടാണെങ്കിലും. നമ്മളുടെ കോശങ്ങൾ, റെറ്റിനയിലെ കോശങ്ങൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സൂര്യപ്രകാശ സമയത്ത് സൂര്യഗ്രഹണ സമയത്ത് സൂര്യനെ നേരിട്ട് നോക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതാണ്. അല്ലാതെ ഏറ്റവും സേഫാണ്. പക്ഷേ ഈ ഒരു അപകടം ചന്ദ്രൻ പെട്ടെന്ന് മാറിക്കളയും. ചന്ദ്രൻ ഇങ്ങനെ നിൽക്കുകയാണ്, പെട്ടെന്ന് ഇങ്ങനെ മാറിക്കളയും. എന്നിട്ട് ഇതിങ്ങനെ വന്നാണല്ലോ, ജസ്റ്റ് ലൈക്ക് മാക്സിമം 7-7.5 മിനിറ്റ് മാത്രമേ ചന്ദ്രന് സൂര്യനെ മറയ്ക്കാൻ പറ്റുള്ളൂ. കാര്യം അത്ര ചെറുതാണ് സാധനം. മാക്സിമം 7.5 മിനിറ്റ്. അത് ചിലപ്പം 10 സെക്കൻഡ് ആയിരിക്കും, ചിലപ്പോൾ 15 സെക്കൻഡ് ആയിരിക്കും, ചിലപ്പോൾ 1 മിനിറ്റ് ആയിരിക്കും. അത്ര ചെറുതായതുണ്ട്. അപ്പം അതാണ് അതിനകത്ത് അപകടം. ഇപ്പം ഞാൻ ഇൻഫ്രാറെഡിനെ കുറിച്ച് പറഞ്ഞു. ഇനി വിസിബിൾ ലൈറ്റ്, അത് നമുക്ക് കാണാൻ കഴിയും. അത് കഴിഞ്ഞ് വരുന്ന ലൈറ്റ്സ് ഉണ്ട്. അൾട്രാ വയലറ്റ് കഴിഞ്ഞ് എക്സ്റേ കഴിഞ്ഞ് ഗാമ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. സിമ്പിൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. റേഡിയോ വേവ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ്. ഇനി നമ്മുടെ സാമ്രാജ്യം, നമ്മുടെ റിയാലിറ്റി, വിബ്ജിയോർ നമുക്ക് തിരിച്ചറിയാം. സപ്തവർണ്ണങ്ങൾ നമുക്ക് തിരിച്ചറിയാം. ഇനി ഇത് കഴിഞ്ഞ് വരുന്നത് അൾട്രാ വയലറ്റ്, എക്സ്റേ, ഗാമ റേസ്. ഇത് നമ്മുടെ കൈ നിൽക്കില്ല. നമുക്കിത് മാത്രം മതി. നമ്മളുടെ യാഥാർത്ഥ്യമാണ്. ഈ 7 നിറങ്ങൾ മാത്രം നമുക്ക് മതിയാകും. പക്ഷെ മറ്റു നിറങ്ങളും അല്ലെ മറ്റു റേസും നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് വസ്തുനിഷ്ഠമായി അറിയാൻ കഴിയും. നമ്മളത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. നമ്മൾ എക്സ്റേ പ്രയോജനപ്പെടുത്തുന്നുണ്ട്, നമ്മൾ ഗാമ റേസ് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. നമുക്ക് എന്തും പ്രയോജനപ്പെടുത്താൻ കഴിയും. അത് നമ്മുടെ വസ്തുനിഷ്ഠമായി നമ്മുടെ അനുഭവങ്ങളെ അതിജീവിക്കുന്ന അറിവാണ്. ഒരുപക്ഷെ നമ്മുടെ യാഥാർത്ഥ്യം, സിവിലൈസേഷൻ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് വ്യക്തിനിഷ്ഠം എന്നുള്ളതിനേക്കാൾ ഉപരിയായി വസ്തുനിഷ്ഠമായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ ഈ വേദാന്തം എന്നൊക്കെ പറയുന്ന സാധനം യാതൊരു വിലയുമില്ലാതെ എടുക്കാച്ചരക്കായി മാറണം. പണ്ട് വെറുതെ നോക്കിക്കൊണ്ടിരുന്ന കാട്ടിലൊക്കെ ജീവിച്ചിരുന്ന ആൾക്കാർക്കാണ് അനുഭവം ഉണ്ടെങ്കിലേ അറിയാൻ പറ്റൂ, നിങ്ങളുണ്ടെങ്കിലേ നിങ്ങൾക്ക് അറിവുള്ളൂ. ഞാൻ പറയുന്നത് അതൊരു ഭാഗം മാത്രമാണ്. അങ്ങനെയല്ല നമ്മൾ അതിജീവിക്കുന്നത്. ഒരു സ്പീഷീസ് ആയിട്ടാണ് അതിജീവിക്കുന്നത്. ഇനി എന്താണ് നിറങ്ങൾ? ഇപ്പൊ ചുമന്ന വസ്തു, നിങ്ങൾ സമുദ്രത്തിലെ ജലം എടുക്കുക. സമുദ്രത്തിലെ ജലം എടുത്ത് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് നീലനിറമാണോ? അല്ല, അതിന് നീലനിറമല്ല. പക്ഷെ സമുദ്രത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അതിന് നീലനിറമാണ്. സമുദ്രത്തിലെ വെള്ളത്തിന് നീലനിറമല്ല. അപ്പം നീല എന്നുള്ള ധാരണ നമ്മളിൽ ഉണ്ടാക്കാനായി ഒരു ക്ലിപ്തമായ വോളിയം ആവശ്യമാണ്. അതിനിപ്പുറമാണെങ്കിൽ നീലയായിട്ട് തോന്നില്ല. നിങ്ങൾ സമുദ്രജലം ഒരു കപ്പിനകത്ത് എടുത്താലും അതിന് നീലനിറം തോന്നില്ല. പക്ഷെ സമുദ്രത്തിന് നീലയാണ്. അതാണ് എൻ്റെ ഇത്. നമ്മൾ ഈ ഭൂമിയിൽ വേലിയേറ്റവും വേലിയിറക്കം ഉണ്ടാകുന്നു. ചന്ദ്രൻ എല്ലാത്തിനെയും ആകർഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളെ ആകർഷിക്കില്ലേ എന്നൊക്കെ ചില ജ്യോതിഷ ശാസ്ത്ര അജ്ഞന്മാർ പറയുന്നത് കേൾക്കാം. നിങ്ങൾ എന്തേ പറയുന്നത്? വേലിയേറ്റം വരുന്നു, വെള്ളത്തെ ആകർഷിക്കുന്നു, കടലെല്ലാം കൂടി ഇങ്ങനെ പോവല്ലേ, ചൂയിങ്കം വലിയുന്നോണം. ചന്ദ്രൻ വിളിക്കുകയല്ലേ, സൂര്യൻ ആകർഷിക്കുന്നില്ലേ? നിങ്ങൾ പിന്നെ എന്താ പറയുന്നത്? സ്വാധീനമില്ല എന്ന്. സ്വാധീനമില്ല എന്ന് നമ്മൾ പറഞ്ഞില്ല. ചന്ദ്രന് സ്വാധീനമുണ്ട്, സൂര്യന് സ്വാധീനമുണ്ട്, മറ്റുള്ളവയ്ക്ക് വളരെ കുറച്ച് സ്വാധീനം, വളരെ നിസ്സാരമായ സ്വാധീനമുണ്ട്. പക്ഷേ ചന്ദ്രൻ സ്വാധീനിക്കുന്നത് ആളുകളെ നോക്കിയല്ല. ഒരു കൊച്ചു കുഞ്ഞും പടുകളവിയും തമ്മിൽ
ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണത്തിൽ യാതൊരു വ്യത്യാസമില്ല. ക്യാൻസർ പിടിച്ച് അവസാന ദിവസങ്ങൾ തള്ളി നീക്കുന്ന ഒരു രോഗിയും ഒരു ജനിച്ച് വളരെ ഇതായിട്ട് നിൽക്കുന്ന അമൂൽ കുടിച്ച് നിൽക്കുന്ന ഒരു കുട്ടിയും തമ്മിൽ ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണത്തിൽ യാതൊരു വ്യത്യാസമില്ല. ആണും പെണ്ണും തമ്മിൽ വ്യത്യാസമില്ല. എല്ലാ പ്രദേശത്തും അത് ഒന്നാണ്. സ്വാധീനം ഉണ്ടായാൽ മതിയോ? പോരാ. സ്വാധീനമനുസരിച്ച് വ്യതിരിക്തമായ ഫലങ്ങൾ ഉണ്ടാകണ്ടേ? ഫലങ്ങളുണ്ട്. അതാണല്ലോ എൻ്റെ അടിസ്ഥാനം. അപ്പോൾ അവർ പറയുന്നത് ഈ സ്വാധീനം വളരെ തെറ്റ. മാത്രമല്ല, ഒരു ക്ലിപ്തമായ വോളിയം ഉണ്ടെങ്കിൽ മാത്രമേ ചന്ദ്രനെ ആകർഷിക്കാൻ കഴിയൂ. സമുദ്രത്തിലെ വെള്ളം ആകർഷിക്കുന്ന ചന്ദ്രൻ എന്തുകൊണ്ടാണ് കുളത്തിലെ വെള്ളം ആകർഷിക്കാത്തത്? വളരെ ചീള് കേസല്ലേ? ഒരു കപ്പിലൊരു വെള്ളം കൊണ്ട് കൊടുക്കുക, പൊങ്ങുമോ? ചന്ദ്രൻ ആകർഷിക്കണമെങ്കിൽ ഭൂമിയുടെ ദ്രവ്യം ദ്രവരൂപത്തിലാകുന്നു. വലിയൊരു വോളിയം ആകുമ്പോൾ, ദ്രവരൂപത്തിലാകുമ്പോൾ അതിൻ്റെ മൊബിലിറ്റി കൂടുതലായിരിക്കും, അതിൻ്റെ തന്മാത്ര തമ്മിലുള്ള അകലം കൂടുതലായിരിക്കും. ഒരു ലൂസ് കോമ്പിനേഷൻ ആയതുകൊണ്ട്, അത് മൊബിലിറ്റി കൂടുതലായതുകൊണ്ട് ആ ഭാഗം ഇങ്ങനെ പോകും. ഈ ചന്ദ്രനിൽ സമുദ്രങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണേ. ചന്ദ്രനെല്ലാം കൂടി ഇങ്ങോട്ട് തള്ളി ഇങ്ങനെ ഇരുന്നാണ് ഭൂമിയുടെ ആകർഷണം കാരണം. അപ്പോൾ ചന്ദ്രൻ ഭൂമിയെ മാത്രമല്ല, ഭൂമി ചന്ദ്രനെ ആകർഷിക്കുന്നുണ്ട്. ഇത് തുല്യമാണ്. ഏതെങ്കിലും ഒരു കുട്ടിയുടെ മേൽ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ മേൽ ഏതെങ്കിലും ഗുരുത്വാകർഷണം ഉണ്ടെങ്കിൽ ഏറ്റവും വലിയ ഗുരുത്വാകർഷണം ഭൂമിയിൽ നിന്ന് തന്നെയാണ്. ഭൂമിയുടെ ഉയരം വ്യത്യാസപ്പെടുമ്പോൾ തന്നെ ഗുരുത്വാകർഷണം വ്യത്യാസപ്പെടുന്നു. ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ള നഗരങ്ങളിലൊക്കെ നല്ല തോതിൽ വ്യത്യാസമുണ്ട് ഗുരുത്വാകർഷണം. അപ്പം ഞാൻ പറഞ്ഞത്, ഇപ്പോൾ അതുപോലെ തന്നെ നമ്മളിലുള്ള രക്തമാണ്, നമ്മളിൽ 70-75% രക്തമാണല്ലോ. അപ്പോൾ നമ്മളെ ആകർഷിക്കില്ലേ എന്ന് ചോദിക്കും. ഒരിക്കലും ആകർഷിക്കില്ല. ഒന്നാമത് നമ്മുടെ പ്രഷർ, ഇത്രയും പ്രഷറിലാണ് നമ്മുടെ രക്തചംക്രമണം നടക്കുന്നത്. ആ രക്തചംക്രമണത്തിൽ ഇടപെടാനായിട്ടുള്ള ശേഷി ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണത്തിനില്ല. ഒന്ന്. പിന്നെ മാത്രമല്ല, തന്മാത്രാബന്ധിതമായ അറകളിൽ വളരെ സുരക്ഷിതമായിട്ടാണ് നമ്മുടെ രക്തം ഒഴുകുകയും പ്രോസസ്സ് ചെയ്യുകയും ചെയ്യുന്നത്. അതിനെ തൊടാൻ പറ്റത്തില്ല. ചന്ദ്രൻ ഹാസ് നോ സ്കോപ്പ് ദെയർ. ഒരു രീതിയിലും ചന്ദ്രനെ നമ്മളിലുള്ള ജലാംശത്തെ ചലിപ്പിക്കാനോ സ്വാധീനിക്കാനോ സാധിക്കില്ല. എന്തിനേറെ ഞാൻ പറഞ്ഞൊരു കപ്പിലെയോ ഒരു കുളത്തിലെയോ ജലത്തെ സ്വാധീനിക്കാൻ സാധിക്കില്ല. വലിയ എമൗണ്ട് ഓഫ് ആയിട്ടുള്ള വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. അതേപോലെ തന്നെയാണ് സമുദ്രത്തിലെ വെള്ളം എടുത്ത് നിങ്ങളൊരു കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് നീല നിറമില്ല. കുറച്ചുകൂടെ എടുത്തു കഴിഞ്ഞാൽ നീല നിറമില്ല. പക്ഷെ സമുദ്രത്തിന് നീല നിറമാണ്. അതാണ് നമ്മുടെ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ പ്രത്യേകത. നമ്മളൊരു പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാണ്. പക്ഷേ ഈ നിറം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ ഒരു ടോക്കണാണ്. ഇപ്പോൾ തരംഗദൈർഘ്യം എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടിയ തരംഗദൈർഘ്യമുള്ളതാണ് ഏറ്റവും കുറഞ്ഞ ഫ്രീക്വൻസി. ഫ്രീക്വൻസിയും തരംഗദൈർഘ്യവും ഓപ്പോസിറ്റ് ആയിരിക്കും. തരംഗദൈർഘ്യം കൂടുന്നതനുസരിച്ച് ഫ്രീക്വൻസി കുറയും. ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് എനർജി ലെവൽ കൂടും. ഫോട്ടോൺസിൻ്റെ എനർജി ലെവൽ കൂടും. ഫോട്ടോൺസ് ആണല്ലോ പ്രകാശം. അപ്പോൾ എന്താണ് ഏറ്റവും കൂടിയ തരംഗദൈർഘ്യമുള്ളവ എന്ന് പറഞ്ഞ് വിബ്ജിയോറുള്ള വയലറ്റാണ്. പിന്നെ ഇങ്ങനെ കൂടി കൂടി വരിക. ഈ തരംഗദൈർഘ്യത്തെ അടയാളപ്പെടുത്താനായിട്ടുള്ള മസ്തിഷ്കത്തിന്റെ ചിഹ്നങ്ങളാണ് നിറങ്ങൾ. മസ്തിഷ്കത്തിന്റെ ചിഹ്നങ്ങളാണ്. ഇത്രയും നിറങ്ങളെ നമ്മുടെ മസ്തിഷ്കം അടയാളപ്പെടുത്തുമ്പോൾ ഇത്രയും നിറങ്ങളെ മറ്റ് ജീവികൾ അടയാളപ്പെടുത്തുന്നില്ല. അവയുടെ ആകാശം പലപ്പോഴും ഒരു നരച്ച ആകാശമായിരിക്കും. ദേ ആർ ലിവിങ് വിത്ത് എ ഗ്രേ സ്കൈ. എന്താണ് സങ്കല്പിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ഇനി നമ്മൾ കളർ അടയാളപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ രീതിയാണ്. പക്ഷെ വാവലിന് ഒരു സ്ഥലത്തേക്ക് അവർ അൾട്രാസോണിക് സൗണ്ട് വിട്ടിട്ട് അത് തിരിച്ചു വരുമ്പോൾ അതിൻ്റെ ആവൃത്തി തിരിച്ചറിയാൻ കഴിയും. ഓരോ ആവൃത്തിക്കും നമുക്ക് ഓരോ നിറമാണ്. വാവലിന് നിറമുണ്ടോ? ഡോക്കിൻസ് ചോദിക്കുന്നുണ്ട് ബ്ലൈൻഡ് വാച്ച് മേക്കറിൽ. നമ്മൾ ഓരോ ആവർത്തി വ്യത്യാസമുള്ള പ്രകാശ കണങ്ങൾ, ഫോട്ടോൺസിന്റെ പ്രവാഹം ആണല്ലോ പ്രകാശം. ഓരോ ആവൃത്തിക്കനുസരിച്ച്, ഓരോ തരംഗദൈർഘ്യത്തിനനുസരിച്ച് നമ്മൾ ഓരോ നിറങ്ങൾ നിർമ്മിക്കുന്നു എങ്കിൽ ഈ വാവല് പ്രകാശം വിട്ടിട്ട് തിരിച്ച് എക്കോ പിടിക്കുമ്പോൾ അതിൻ്റെ തരംഗദൈർഘ്യവും അതിൻ്റെ ആവൃത്തിയും തിരിച്ചറിയാൻ വാവലിന് കഴിയും. നമ്മൾ ശരിക്കും ഈ സോണാർ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നുണ്ട് റഡാറുകളിലൊക്കെ. വാവൽ എന്തു ചെയ്യുന്നു അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വാവലിനെ കളർ കാണാൻ സാധിക്കുന്നുണ്ടോ ഇരുട്ടത്ത്? ആലോചിച്ചു. നമ്മളങ്ങനെ സങ്കല്പിക്കണം. ഇറ്റ്സ് എ ഫാൻസി. ഇറ്റ്സ് നോട്ട്, ഐ ഡോണ്ട് സേ ദാറ്റ്
Even Dawkins, so anybody can say that they are actually seeing colors. പക്ഷെ കളറുകൂടെ അവർ കാണുകയാണെങ്കിൽ, കളർ കാണണമെന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞ വാവലിന് ഒരു വസ്തുവിൽ നിന്ന് അവരുടെ അൾട്രാസോണിക് സൗണ്ട് തിരിച്ചു വന്ന് ഇടിച്ചു വരുമ്പോൾ അതിൻ്റെ കനവും നീളവും കട്ടിയും കളറും കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ വാവൽ ചെവിയിലൂടെ കാണുകയല്ലേ? ഇറ്റ്സ് ജസ്റ്റ് സീയിങ് ബൈ ഇയേഴ്സ്. എന്തിനാണ് കാണാൻ കണ്ണ്? ഇത് നമുക്ക് കാണാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഞാനത് ഐ വുഡ് ലൈക്ക് ടു ബ്രിങ് ടു യുവർ അറ്റൻഷൻ. അപ്പോൾ അതായത് 2013 ഗാർഡിയൻ ദിനപത്രത്തിൽ ഒരു ലേഖനം, ഒരു അനുഭവ വർണ്ണയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഡാനിയൽ കിഷ് എന്നാണ്. ഡാനിയൽ കിഷിന്റെ പ്രത്യേകത, അദ്ദേഹത്തിന് വളരെ ചെറിയ പ്രായത്തിൽ, 1 വയസ്സ് പ്രായമുള്ളപ്പോൾ റെറ്റിന ബ്ലാസ്റ്റോമ എന്ന് പറയുന്ന ഗുരുതരമായ ക്യാൻസർ രോഗം ബാധിച്ചു. ഇത് വെറും ആപ്പ ഊപ്പ പത്രങ്ങളൊന്നും വന്നല്ല. ദ ഗാർഡിയൻ, വൺ ഓഫ് ദ മോസ്റ്റ് റെസ്പെക്റ്റഡ് പേപ്പർ ഇൻ ദ വേൾഡ്. ഈ റെറ്റിനോബ്ലാസ്റ്റോമ വന്ന് കണ്ണുകൾ നീക്കം ചെയ്തു. 1 വയസ്സായപ്പോൾ കണ്ണില്ലാതാണ് അതിൽ ജീവിക്കുന്നത്. ഡാനിയൽ കിഷ് ഒരു വാവലായി മാറുകയാണ്. സാധാരണഗതിയിൽ അന്ധരായിട്ടുള്ള ആൾക്കാർ, അന്ധർ കാണുന്നുണ്ടോ? ഞാൻ പല ക്ലാസ്സിലും ചോദിച്ചില്ല. അന്ധർക്ക് കാഴ്ച ഉണ്ടോ? കാഴ്ചയില്ല എന്ന് നമ്മൾ കരുതുന്നു. കാര്യം നമ്മളുടെ ഡയമെൻഷൻ ഓഫ് റിയാലിറ്റി മാറുകയാണ്. ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കാം. നമ്മൾ കണ്ണുകൾ കൊണ്ടല്ല കാണുന്നതെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. കണ്ണ് എന്ന് പറയുന്നത് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഒരു വെന്റിലേറ്റർ മാത്രമാണ്. അതായത് മസ്തിഷ്കം ബാഹ്യ ഡേറ്റകളെ ദൃശ്യാത്മകമായി നിർദ്ധാരണം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വാതിൽ മാത്രമാണ് കണ്ണ്. കണ്ണിലൂടെ പ്രകാശങ്ങൾ സ്വീകരിക്കപ്പെടുകയും അത് ഗോളീയ വിഭജനം ഉൾപ്പെടെയുള്ള എല്ലാ അനോമലീസും ഇല്ലാതെ തന്നെ നേരിട്ട് ആ ന്യൂറോളജിക്കൽ ദൃശ്യമേഖലയിലേക്ക് അയച്ച് ചിത്രങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ പലപ്പോഴും നമ്മളുടെ മസ്തിഷ്കമാണ് ചിത്രങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാൻ ഒന്ന് കാണുന്ന പോലെ ആവണം വേറൊരാൾ കാണണം. നമ്മളൊരു സ്പീഷീസ് ആയിട്ട് ഒരുപോലെ കാണും. അതാണ് നമ്മുടെ പ്രത്യേകത. എൻ്റെ ചുവപ്പാണ് നിങ്ങളുടെ ചുവപ്പ്, എൻ്റെ നീലയാണ് നിങ്ങളുടെ നീല. ചില പോസ്റ്റ് മോഡേണിസ്റ്റ് അണ്ണന്മാരൊക്കെ പറയും നിങ്ങളുടെ ചുവപ്പാണ് അവരുടെ ചുവപ്പെന്ന്. എന്താണ് ഉറപ്പ്? പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു ചുവന്ന ബ്ലൗസ് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുമ്പോൾ അവൾ അത് അംഗീകരിക്കുന്നത്? പോസ്റ്റ് മോഡേണിസ്റ്റ് അണ്ണന്മാർ കുറച്ചുകൂടെ പറയും, because it's a fashionable nonsense, so they can go to any extreme. പക്ഷെ ഒരു സ്പീഷീസ് എന്ന നിലയിൽ നമ്മളുടെ ധാരണകൾ, നമ്മളുടെ റിയാലിറ്റി സമാനമാണ്. ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും. പാരസെറ്റാമോൾ ഗുളിക കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരിലും ഒരേ കണക്കായിരിക്കില്ല. പക്ഷെ ഏറെക്കുറെ ഒരു ഞാൻ പറഞ്ഞ നമ്മുടെ ജ്ഞാനം എന്ന് പറയുന്നത്, നമ്മുടെ അറിവെന്ന് പറയുന്നത്, നമ്മുടെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഒരു സ്പീഷീസ് റിയാലിറ്റിയാണ്. അതാണ് ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കൂട്ടം, ഒരു ജീവി കുലം എന്ന നിലയിലാണ് നമ്മളുടെ അറിവും ധാരണയും യാഥാർത്ഥ്യവും നമ്മൾ നിർവഹിക്കുന്നത്. ഡാനിയൽ കിഷിലേക്ക് തിരിച്ചു വന്നാൽ ഈ അന്ധരെ കുറിച്ച് അത് പറയേണ്ട ആവശ്യമുണ്ട്. അന്ധർ പടം വരയ്ക്കാറുണ്ട്. തീർച്ചയായിട്ടും പടം വരയ്ക്കണമെങ്കിൽ അവരുടെ പടത്തിൽ രേഖകളും രൂപങ്ങളും സ്ക്വയറുകളും പല പല കാര്യങ്ങളും ഉണ്ടാകാറുണ്ട്. അതൊന്നും നമ്മൾ പറയും, നമ്മൾ കണ്ടുവെച്ച ഒരു പുഴക്കരയിലിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം നിങ്ങൾ വരയ്ക്കാനായിട്ട് പുഴക്കരയിൽ പോയിരുന്ന് വരയ്ക്കുന്ന ആൾക്കാരുണ്ട്, നോക്കി വരയ്ക്കുന്ന ആൾക്കാരുണ്ട്, അത് ക്യാൻവാസിൽ രേഖപ്പെടുത്തിയിട്ട് കൊണ്ടുവന്ന് വരയ്ക്കുന്ന ആൾക്കാരുണ്ട്. മിമിക്രി എന്നാണ് പറയാൻ. നമ്മൾ ചെയ്യുന്നതല്ല മിമിസിസ് എന്ന് പറയും. നമ്മളൊരു പാട്ട് പാടുമ്പോൾ യേശുദാസ് പാടിയൊരു പാട്ട്, യേശുദാസിൻ്റെ ആക്ഷനോട് കൂടി വേറെ ഒരു സ്വരത്തിൽ നമ്മൾ പാടാറുണ്ടല്ലോ സ്വാഭാവികമായിട്ട്. ആക്ഷൻ കറക്റ്റ് ആയിരിക്കും, പക്ഷെ പാട്ടിന് അത്രയും ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ ഇവർ കാണുന്നുണ്ട്. കണ്ണിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല, ശരിക്കും മസ്തിഷ്കത്തിലാണ്. നിങ്ങൾ കണ്ണടച്ചിരുന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെ കാണാം. കണ്ണടച്ചുകൊണ്ട് സ്വപ്നം കണ്ടിട്ട് ഞെട്ടി ഉണർന്ന് അമ്മേ എന്ന് വിളിക്കുന്നവരുണ്ട്. നോക്കിയിട്ട് കാണുന്ന ഇരുട്ടത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇരുട്ടത്ത് ആരോ എന്നെ വന്ന് പിടിച്ചു എന്നൊക്കെ പറയാറില്ലേ? അതിന് പിടിക്കുന്ന കാര്യമൊക്കെ നമുക്കറിയാം. ആരോ, ഇതൊക്കെ ഒരു ഏജന്റ് സിറ്റിങ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അന്ധർക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർക്ക് രൂപങ്ങളുണ്ട്, അവരുടെ ലോകമുണ്ട്. അവർക്ക് പാല് കൊണ്ടുപോയിച്ചാൽ പാല്, പിന്നെ പാല് കൊണ്ടുവെക്കുമ്പോൾ അവർ പാല് കുടിച്ച് പാല്. ആ കസേര അങ്ങോട്ട് നീക്കിയിട്ട് കസേര മാറ്റുന്നു. കസേര മനസ്സിലായി അവർക്ക്. അവർ കണ്ടല്ല മനസ്സിലാക്കുന്നത്. ഡാനിയൽ കിഷ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഡാനിയൽ കിഷ് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് ചെയ്തത്. ഹി ബിക്കെയിം എ ബാറ്റ്. ഹി യൂസ് ടു പ്രൊഡ്യൂസ് സൗണ്ട്, നോട്ട് അൾട്രാസോണിക് സൗണ്ട്, ബട്ട് നോർമൽ സൗണ്ട് ഹി യൂസ് ടു പ്രൊഡ്യൂസ്. എന്താ അദ്ദേഹം ഉദ്ദേശിച്ചത്? ക്ലിക്ക് സൗണ്ട്. ദിസ് സൗണ്ട് ഹി പ്രൊഡ്യൂസ്ഡ്. വേറെ എവിടെ പോയാലും അദ്ദേഹം ഈ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഈ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് ചുറ്റുമുള്ള ഒബ്ജക്റ്റുകളിൽ തട്ടി തിരിച്ചു വരും. തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ബാറ്റിൻ്റെ അതേ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് അത് ഏത് വസ്തുവാണ് മുന്നിലുള്ളത്, പ്ലാസ്റ്റിക് കസേരയാണോ തടിക്കസേരയാണോ എന്ന് ഡാനിയൽ കിഷ് പറയും. അദ്ദേഹം പറയാറുണ്ട്, എന്തുകൊണ്ടാണ് അന്ധരായിട്ടുള്ള കുട്ടികളെ നിങ്ങൾ ഇടാൻ അനുവദിക്കാത്തത്? അത് സോഷ്യലി, സാമൂഹ്യപരമായിട്ട് അതത്ര സ്വീകാര്യമുള്ളതല്ല. ചെന്ന് ഇങ്ങനെ പോകുന്നിടത്തല്ല ഇങ്ങനെ ക്ലിക്ക് ക്ലിക്ക് അടിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നിങ്ങൾ അനുവദിക്കാത്തത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു വിമാനയാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ തനിക്ക് സുഖമായിട്ട് എൻട്രൻസിലൂടെ പുറത്തു പോകാൻ കഴിയും. ഒരു സാധാരണ മനുഷ്യനേക്കാൾ പെട്ടെന്ന് ഒരു എൻട്രൻസ്, ഒരു ഹാളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എൻട്രൻസ് എവിടെയാണെന്ന് ഞാൻ പറയുന്നോണം കൃത്യമായിട്ട് വേറെ ആർക്കും പറയാൻ സാധിക്കില്ല. I may just read 1 or 2 sentences. അദ്ദേഹം എഴുതിയത്, he writes in Guardian. It is on July 13, 2013. He writes, every surface has its own acoustic signature. ഓരോ പ്രതലത്തിനും അതിൻ്റെതായ ശബ്ദപരമായിട്ടുള്ള കയ്യൊപ്പുകളുണ്ട്. തടിക്കും പ്ലാസ്റ്റിക്കിനും മണ്ണിനും കല്ലിനും. I can recognize a tree, for example, because the trunk produces a different echo from the leaves. എനിക്കൊരു മരം തിരിച്ചറിയാൻ കഴിയും. കാര്യം ഞാൻ വെക്കുമ്പോൾ അതിൻ്റെ കാണ്ഡം നൽകുന്ന പ്രതിധ്വനി അല്ല അതിൻ്റെ ഇലകൾ നൽകുന്നത്. അതിൻ്റെ കട്ടിത്തടി നൽകുന്ന പ്രതിധ്വനി അല്ല അതിൻ്റെ ഇളം ശാഖകൾ നൽകുന്നത്. The hardwood reflects the sound, whereas the leaf reflected and refract too, scattering the sound waves. Everything around me becomes identifiable with a click. എനിക്ക് ചുറ്റുമുള്ളതെല്ലാം ഞാനൊരു ക്ലിക്കിലൂടെ മനസ്സിലാക്കുന്നു. No eyes. Because your brain is processing it. And everything around me becomes identifiable with a click. It provides me with a 3D image in my mind with a depth, character, richness. It brings light into my darkness. It's വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള. ഞാൻ ഇരുട്ടിൽ ആണ്, പക്ഷേ നിങ്ങൾ കാണുന്നത് പോലെ ഞാൻ കാണുന്നു. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ഹാളിൽ ഞാൻ മുമ്പേ പറഞ്ഞോണം എത്തിച്ചേർന്നാൽ അതിൻ്റെ എക്സിറ്റ് എവിടെയാണെന്ന് ഒരു കൂട്ടക്കുഴപ്പം ഉണ്ടായി എന്നിരിക്കട്ടെ, ഒരു സംഘർഷം ഉണ്ടായി എന്നിരിക്കട്ടെ, അവിടെ നിന്ന് ഒരുപക്ഷെ ആദ്യം പുറത്ത് ചാടുന്ന വ്യക്തി ഞാനായിരിക്കും എന്നാണ് ഡേവിഡ് കിഷ് പറയുന്നത്. പലപ്പോഴും വിമാനത്താവളങ്ങളിൽ ചെല്ലുമ്പോൾ പുറത്തേക്ക് നടക്കുന്ന ഡേവിഡ് കിഷിന്റെ മുന്നിലേക്ക് അവർ ഒരു വീൽ ചെയർ കൊണ്ടുവരും. തനിക്കതൊരു അപമാനമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്. പക്ഷെ ഞാൻ ഒരു അന്ധനാണ്, നിങ്ങളുടെ മുന്നിൽ ഞാനൊരു അന്ധനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ വിമാനത്താവളത്തിൽ പുറത്തിറങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിന് വീൽ ചെയർ കൊണ്ട് കൊടുത്തു. അദ്ദേഹത്തിന് ഭയങ്കര ദുഃഖമായിപ്പോയി. കാര്യം വെച്ച് കഴിഞ്ഞാൽ ബ്ലൈൻഡിനായിട്ടുള്ള സൈക്ലിങ്ങിൻ്റെ ലോക ചാമ്പ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിനാണ് ഒരു വീൽ ചെയർ കൊണ്ട് കൊടുത്തത്. അദ്ദേഹം ഭയങ്കര ദേഷ്യമായിപ്പോയി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഡേവിഡ് കിഷ് എപ്പോഴും നഗരത്തിലൂടെ നടക്കുക ചെയ്യും. നഗരത്തിലൂടെ നടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഐ ഡോണ്ട് ഹാവ് എനി സൂപ്പർ ഹ്യൂമൻ എബിലിറ്റീസ്, ബട്ട് മൈ ബ്രെയിൻ ഈസ് ഇൻ ടച്ച് വിത്ത് ദ റിയാലിറ്റി. ഒരിക്കലും ഞാനൊരു കാറിലോ ബസ്സിലോ കൊണ്ടോ ഇടിച്ചിട്ടില്ല സൈക്കിള് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം സൈക്കിളിലാണ് യാത്ര ചെയ്യുന്നത്. നമ്മളവിടെ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്, ഓരോ ജീവികൾക്കും വ്യത്യസ്തമായ റിയാലിറ്റിയാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. വാവലിൻ്റെ റിയാലിറ്റി അല്ല മനുഷ്യൻ്റെ റിയാലിറ്റി. വാവൽ എക്കോ ലൊക്കേഷൻ എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ, ചില പല്ലുള്ള ചില തിമിംഗലങ്ങൾക്ക് ഇതേ കഴിവുണ്ട്.
ഇവിടെ ഇതാ ഒരു മനുഷ്യൻ അൾട്രാസോണിക് സൗണ്ട് ഇല്ലാതെ കേവലമായ ഈ ശബ്ദം വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ഡേവിഡ് കിഷ് നിങ്ങളോട് ഞാനും പറയുന്നു, കാഴ്ചയുള്ളവർക്കും ഈ ക്ലിക്ക് വഴി ചുറ്റുപാടുകളെ തിരിച്ചറിയാം എന്നാണ് പറയുന്നത്. നമ്മൾ ദൂരത്തേക്കൊരു കല്ല് വലിച്ചെറിഞ്ഞിട്ട് വെള്ളത്തിൽ വീഴുകയാണെങ്കിൽ അവിടെ വെള്ളമാണെന്ന് മനസ്സിലാക്കുന്ന ഒരു സാധാരണ ജ്ഞാനമുണ്ടല്ലോ. ഒരു കിണറ്റിനുള്ളിൽ വെള്ളം ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഒരു കല്ലിട്ടിട്ട് പ്ലം എന്ന് കേൾക്കുന്നതിൻ്റെ കല്ലുണ്ട്, വെള്ളമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇതൊക്കെ വളരെ സാധാരണമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ ഇതിൽ നിന്ന് നമ്മൾക്ക് കുറേ ദിവസം ഇങ്ങനെ, അതിന് അദ്ദേഹം പറയുന്നത് ഒരു ക്ലിക്ക് വെച്ചിട്ട്, ഒരു പുസ്തകം വെച്ചിട്ട് ക്ലിക്ക് അടിക്കുക, സൗണ്ട് ഉണ്ടാക്കുക, എന്നിട്ട് അത് റീഡ് ചെയ്യുക, എന്നിട്ട് പുസ്തകം മാറ്റുക. അപ്പോൾ അന്നേരം വ്യത്യാസം തിരിച്ചറിയണം. നിങ്ങളുടെ റൂമുകൾ തിരിച്ചറിയാൻ ക്ലിക്ക് വിട്ടാൽ മതി. നിങ്ങളുടെ അടുക്കളയും നിങ്ങളുടെ മറ്റു റൂമുകളെല്ലാം തിരിച്ചറിയാനായിട്ട് ഈ ക്ലിക്കുകൾ മതി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ യാഥാർത്ഥ്യം എന്നത് മനുഷ്യന് മാത്രം സ്വന്തമായ ഒരു യാഥാർത്ഥ്യമാണെന്ന്. ഇപ്പോൾ ചില ആൾക്കാർ ഈ ഐൻസ്റ്റീൻ വന്നതോടുകൂടി ന്യൂട്ടനെയൊക്കെ അങ്ങ് മുക്കിക്കളഞ്ഞു, ശാസ്ത്രം ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ ശാസ്ത്രത്തെ വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? ശാസ്ത്രം ദിനം പ്രതി ദിവസം പ്രതി മാറുകയാണ്. മാറാത്ത കാര്യങ്ങളുണ്ടല്ലോ. ഈസോപ്പിൻ്റെ കഥകളിലെ കഥാപാത്രങ്ങൾക്കൊന്നും മാറ്റമില്ല. പഞ്ചതന്ത്രം കഥയിലെ കഥാപാത്രങ്ങൾക്ക് മാറ്റമില്ല. ഇത്തരത്തിലുള്ള പഴഞ്ചൻ പുസ്തകങ്ങളിലൊന്നും മാറില്ല, കാര്യം അവയ്ക്ക് മാറാൻ സാധിക്കില്ല. പക്ഷെ ശാസ്ത്രത്തിന് മാറിയേ തീരൂ. കാരണം ശാസ്ത്രം ഒരു ഗതിയിലാണ്, ഒരു ഗമനത്തിലാണ്. അതിൽ മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവും. ആദ്യം പരന്നതാണ് ഭൂമി എന്ന് ശാസ്ത്രം പറഞ്ഞു. ഇപ്പോൾ അവർ പറയുന്നത് ഉരുണ്ടതാണെന്ന് പറയുന്നു. നാളെ അവരിതൊരു ചക്കയാണെന്ന് പറയും എന്നാണ് ഇവർ പറയുക. അല്ലെങ്കിൽ ഒരു മാങ്ങ പോലെയാണ് എന്ന് പറയും. ഇല്ല, ചക്കയാണെന്നോ മാങ്ങയാണെന്നോ ഒന്നും പറയില്ല, അങ്ങനെ പറയില്ല. മറിച്ച് നമ്മൾ റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കും. വി വിൽ അഡ്ജസ്റ്റ്, വി വിൽ അക്കോമഡേറ്റ്, വി വിൽ അഡാപ്റ്റ്, വി വിൽ റിഫൈൻ. അതാണ് ശാസ്ത്രത്തിൻ്റെ ഒരു രീതി, ശാസ്ത്രം. പക്ഷെ ഒരിക്കലും ഇനി ഉരുണ്ട ഭൂമി ഒരു ചക്കയാണെന്നോ ഒരു മാങ്ങയാണെന്നോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ആകൃതിയാണെന്ന് പറയാൻ പോകുന്നില്ല. നമ്മൾ ആദ്യം ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചു, പിന്നെ പോൾസിന് അല്പം ഫ്ലാറ്റ് ആണെന്ന് കണ്ടുപിടിച്ചു. ഇത് കൂടുതൽ സൂക്ഷ്മമായിക്കൊണ്ടിരിക്കുക. ഇപ്പം ന്യൂട്ടൻ്റെ കാലഘട്ടത്തിൽ പ്രകാശത്തിൻ്റെ വേഗത അനന്തമാണ് എന്നാണ് പഠിച്ചത്. ഐൻസ്റ്റീൻ വന്നപ്പോൾ പ്രകാശത്തിൻ്റെ വേഗത സ്ഥിരമായി. എന്തൊരു മാറ്റം! ഭയങ്കര മാറ്റമല്ലേ? ഒരാൾ അനന്തമായ പ്രകാശത്തിൽ നിന്ന് പോകുന്നു. അപ്പോൾ ന്യൂട്ടൺ ജീവിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. ന്യൂട്ടൻ്റെ തിയറികൾ, സിദ്ധാന്തങ്ങൾ അങ്ങനെ പാടെ തള്ളിക്കളയേണ്ടവയല്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ യാഥാർത്ഥ്യം, അതാണ് പോയിന്റ്. നമ്മളുടെ യാഥാർത്ഥ്യമായി ബന്ധപ്പെടുമ്പോൾ ന്യൂട്ടൻ്റെ സിദ്ധാന്തങ്ങൾ ഇന്നും വളരെ പ്രസക്തമാണ്. ചില പറയും ന്യൂട്ടോണിക് ലോകത്ത് ജീവിക്കുന്നവരാണ് നിങ്ങൾ. സംശയം എന്താ? പ്രകാശത്തിൻ്റെ വേഗത എന്ന് പറയുന്നത് 3 ലക്ഷം കിലോമീറ്റർ ആണെങ്കിൽ, സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ആണെങ്കിൽ, നിങ്ങൾ യുറാനസിലേക്ക് ഒരു പ്രോബ് വിടുകയാണ്, ടൈം വെച്ചെടുക്കുകയാണ്. നമ്മളിപ്പോൾ അടുത്തിടെ ഒരു പ്രോബ് വിട്ടത് നമ്മൾ വിചാരിച്ചതിനും 1 മിനിറ്റ് വൈകിയാണ് അവിടെ ചെന്നത്. എന്താ കുഴപ്പം? 1 മിനിറ്റ് വൈകി ചെന്നു. ഇതിനകത്ത് കുറേ പൂജ്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഈ സമയം യഥാർത്ഥത്തിൽ 3 ലക്ഷം കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ പരിഗണിക്കുന്ന സമയങ്ങളുമായിട്ട് നോക്കുമ്പോൾ ഈ പ്രകാശത്തിൻ്റെ അനന്തമായ വേഗത എന്ന് പറയുന്നതും 3 ലക്ഷം കിലോമീറ്റർ എന്ന് പറയുന്നതും നമ്മളെ സംബന്ധിച്ച് അത്ര പെർസീവബിൾ ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാക്കില്ല, അത്ര തിരിച്ചറിയാവുന്ന ഡിഫറൻസ് ഉണ്ടാക്കില്ല. അതാണ് പറയുന്നത് നമ്മുടെ ഒരു വിക്ഷേപണം യുറാനസിൽ ചെല്ലുമ്പോൾ 1 മിനിറ്റിൻ്റെ വ്യത്യാസം. ഇതൊന്നും വലിയൊരു വ്യത്യാസമല്ല. അതായത് നമ്മളുടെ റിയാലിറ്റിയിൽ, നമ്മുടെ യാഥാർത്ഥ്യത്തിൽ ന്യൂട്ടൺ ഉണ്ടാക്കിയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഇന്നും പ്രസക്തമാണ്. നമ്മൾ റോക്കറ്റ് വിടുന്നത് എങ്ങനെയാണ്? ആ മൈനറായിട്ടുള്ള ടൈം ചേഞ്ചസ് നമുക്കൊരു വിഷയമല്ല. നമ്മൾ ശാസ്ത്രം അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ന്യൂട്ടനെ അങ്ങനെ കുഴിച്ചു മൂടി, ന്യൂട്ടോണിക് വേൾഡ്. ഇന്നും നമ്മൾ ഇപ്പോൾ ഹാലീസ് കോമറ്റ് തിരിച്ചു വരുന്നു. അന്ന് ഏറ്റവും വലിയൊരു സംഭവമായിരുന്നു, ന്യൂട്ടൻ്റെ ലോകത്തെ സാധൂകരിക്കുന്ന ഏറ്റവും വലിയ സംഭവമായിരുന്നു ഹാലീസ് കോമറ്റ് തിരിച്ചു വരിക എന്നുള്ളത്. കൃത്യമായി ഗോളാന്തരം. പക്ഷേ അതിനകത്ത് ഈ തേർഡ് പാർട്ടി മോഷൻ്റെ ഒക്കെ പ്രശ്നമുണ്ട്. എന്നാലും വളരെ വ്യക്തമായൊരു കാര്യം, നമുക്ക് ഇതുകൊണ്ട് അതിജീവിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ശാസ്ത്രം തന്നെ പറയുന്നത് പോലെ അതൊരു അബ്സല്യൂട്ട് റിയാലിറ്റി അല്ല. അബ്സല്യൂട്ട് റിയാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ശാസ്ത്രത്തിലില്ല.
ഒരിക്കലും അബ്സല്യൂട്ട് റിയാലിറ്റി ഉണ്ടാവില്ല, ഒരിക്കലും അബ്സല്യൂട്ട് ആക്യുറസി ഉണ്ടാവില്ല. നമ്മുടെ ഐസൻബർഗ് തന്നെ പറയുന്ന ഒരു കണത്തിൻ്റെ തന്നെ വേഗതയും സ്ഥാനവും ഒരേ സമയം കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കില്ല. അപ്പോൾ പിന്നെ എന്താണ് അബ്സല്യൂട്ട്? നമുക്ക് അബ്സല്യൂട്ട് ആക്യുറസി ആവശ്യമില്ല, നമുക്ക് അപ്രോക്സിമേറ്റ് ആക്യുറസിയാണ് ആവശ്യം. അതാണ് നമ്മുടെ യാഥാർത്ഥ്യം ആവശ്യപ്പെടുന്നത്. നമുക്ക് അബ്സല്യൂട്ട് റിയാലിറ്റി ആവശ്യമില്ല, നമുക്ക് അപ്രോക്സിമേറ്റ് റിയാലിറ്റിയാണ് ആവശ്യം. ഈ അപ്രോക്സിമേറ്റ് റിയാലിറ്റി ഗീതയും മായയും ഒക്കെ ആണെന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്നത് മായയാണ്. ഈ ലോകം നിങ്ങൾക്ക് നൽകുന്ന ഒരു സങ്കല്പമാണ്, മായയാണ്. അപ്പം മായയും ഒരു മായയല്ലേ ഇപ്പോൾ? കാര്യം അത് ഈ ലോകത്തു നിന്നല്ലേ വരുന്നത്. മായയാണ് ഈ പ്രപഞ്ചമെങ്കിൽ, ഇത് യാഥാർത്ഥ്യമല്ലെങ്കിൽ, ഈ പ്രപഞ്ചം നിങ്ങൾ ഉണ്ടാക്കുന്ന ഇലൂഷനാണ് ഈ പ്രപഞ്ചമെങ്കിൽ, ഈ പ്രപഞ്ചം തന്നെ നിങ്ങളിൽ ഉണ്ടാക്കിയെന്ന് പറയുന്ന മായയും ഒരു മായയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഞാനൊരു ഇടവേളയിലേക്ക് വിരമിക്കുന്നു. നമുക്ക് അല്പം കഴിഞ്ഞ് കാണാം. താങ്ക് യു. നമ്മൾ ഇതുവരെ പറഞ്ഞു വന്ന ഒരു കാര്യം, മനുഷ്യന് വ്യക്തമായ അവൻ്റെ അതിജീവനത്തെ സഹായിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് എന്നും അത് മറ്റ് ജീവികളുടെ യാഥാർത്ഥ്യത്തിൽ നിന്നും ഭിന്നമാണ് എന്നുമാണ്. പക്ഷേ നമ്മളുടെ യാഥാർത്ഥ്യങ്ങൾക്ക് ഉപരിയായിട്ട് നമ്മൾ അന്വേഷണങ്ങൾ നടത്തിയാണ് പലപ്പോഴും പ്രപഞ്ചത്തെ അറിയാൻ ശ്രമിക്കുന്നത്. അതിന് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ശാസ്ത്രമാണ്. ശാസ്ത്രം എന്നത് വ്യവസ്ഥാപിതവും കൃത്യവുമായി ആധികാരികമായി ഈ ബാഹ്യപ്രപഞ്ചത്തെ അറിയാൻ നമ്മളുടെ അനുഭവങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും അല്ലാതെയും വസ്തുനിഷ്ഠമായും അറിയാനുള്ള നമ്മളുടെ ഏറ്റവും സമഗ്രമായിട്ടുള്ള ഉപാധിയാണ്. ഇറ്റ് ഈസ് എ ബെസ്റ്റ് ആൻഡ് ദ റൈറ്റ് വേ ടു നോ ആൻഡ് സയൻസ്. അതെനിക്ക് യാതൊരു സംശയമില്ല കാര്യത്തിൽ. സാധാരണ ശാസ്ത്രത്തിന് തെറ്റുപറ്റിയാൽ തിരുത്താനുള്ള വ്യവസ്ഥയുള്ള ഒന്നാണ് ശാസ്ത്രം. അതുകൊണ്ട് തെറ്റൊരു വിഷയമല്ല. തെറ്റുപറ്റാത്ത, തിരുത്താൻ തയ്യാറല്ലാത്ത, മാറ്റമില്ലാത്ത പുസ്തകങ്ങളുടെ കണക്ക് ശാസ്ത്രത്തെ നിങ്ങൾ കാണേണ്ടതില്ല. ശാസ്ത്രം ആരുടെയും കുത്തകയല്ല. അതിൽ പോപ്പില്ല, മാർപ്പാപ്പയില്ല, അതിൽ എഴുന്നള്ളിപ്പില്ല, ആറാട്ടില്ല. അതിൽ തിരുത്തലുകൾ എന്ന് പറയുന്നത് ഒരു കുറ്റമല്ല, പാപമല്ല. ഇറ്റ് ഈസ് എ ബെസ്റ്റ് വേ ടു നോ ആസ് ഫാർ ആസ് ഹ്യൂമൻ ബീയിങ്സ് ആർ കൺസേൺഡ്. ശാസ്ത്രം ശരിയാണ് എന്നല്ല ഞാൻ പറയുക, മറിച്ച് ശരി എന്താണോ അതാണ് ശാസ്ത്രം. ശരിയായത് എന്തും ശാസ്ത്രമാണ്. ഹോമിയോപ്പതി ശരിയാണെങ്കിൽ അത് ശാസ്ത്രമാണ്, ശരിയാവണം. ബാധ ഒഴിപ്പിക്കൽ ശരിയാണെങ്കിൽ അതും ശാസ്ത്രമാണ്, ശരിയാകണം. ശരിയാകുക എന്നുള്ളതാണ് നമ്മളുടെ. ശരിയാകണമെങ്കിൽ നമുക്ക് ചില അടിസ്ഥാനപരമായ ചില മാനദണ്ഡങ്ങളുണ്ട്. മതാത്മകമായിട്ടുള്ള വിശ്വാസ പ്രസ്ഥാനങ്ങൾ പല രീതിയിലുണ്ട്. അത് മതം തന്നെയാണ് ഏറ്റവും വലിയ, ഉപ്പോളം വരില്ലല്ലോ ഉപ്പിലിട്ടത്. അതുകൊണ്ട് മതത്തിൻ്റെ പ്രാധാന്യം ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ അന്ധവിശ്വാസങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ ഒരു സൂപ്പർ മാർക്കറ്റാണ് മതം. ബാക്കിയുള്ളവയൊക്കെ പലപ്പോഴും അതിൽ കുറഞ്ഞ നിലയിലെ കച്ചവടം നടത്തുന്നുള്ളൂ. പല വിശ്വാസങ്ങളും മതജന്യമാണ്. ഇപ്പോൾ ജ്യോതിഷം എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ സൂപ്പർസ്റ്റിഷനാണ്. അത് ചെല്ലാത്ത ആമസോൺ കാടുകളിൽ വരെ പാമ്പി പ്രവചിച്ച്, അതിന് വേറെ ടെക്നിക്കായിരിക്കും. നമ്മുടെ ഇടുന്ന കണക്ക് രാഹുവും കേതൊന്നും ഉണ്ടാവില്ല. അവിടെയുള്ള കാക്കു, കീ എന്നൊക്കെ ആയിരിക്കും ദൈവത്തിൻ്റെ പേര്. അത് വെച്ച് അവർ കാര്യം പറയും. കുറേയൊക്കെ ശരിയാവും, കുറേയൊക്കെ തെറ്റും. അത്രയും പോരെ. പ്രധാനമായി 5 കാര്യങ്ങൾ കൊണ്ടാണ് മതാത്മകമായിട്ടുള്ള ചിന്തകൾ നമ്മളുടെ യാഥാർത്ഥ്യത്തിൽ, അല്ലെ മനുഷ്യൻ നിർമ്മിക്കുന്ന യാഥാർത്ഥ്യത്തിൽ ആധിപത്യം പുലർത്തുന്നത്. ഒന്ന്, ഈ പ്രപഞ്ചം ഇന്നും ഒരു പുറമ്പോക്കാണ്. കാര്യം ആരുടെയും പേരിൽ എഴുതി വെച്ചിട്ടില്ല. എന്താണെന്ന് കൃത്യമായി മനുഷ്യൻ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അന്വേഷണങ്ങൾ നടക്കുകയാണ്. അപ്പോൾ പ്രപഞ്ചം നമ്മൾക്ക് സമ്മാനിക്കുന്ന അജ്ഞത എന്ന് പറയുന്നത് ഭീതിതമായ അജ്ഞതയാണ് പ്രപഞ്ചം സമ്മാനിക്കുന്നത്. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഒരു ഡിങ്കനെയോ ഒരു ഡിങ്കോൾഫയോ അല്ലെങ്കിൽ ഒരു സാധനത്തെ ഉണ്ടാക്കിയിട്ട് ഈ പ്രപഞ്ചത്തിൻ്റെ കാരണമായി ആരോപിക്കാൻ സാധിക്കും. എനിബഡി കണ്ടു. നാളെ കാലത്ത് വേറെ ഒരു ആളിനെ കൊണ്ടുവന്നിട്ട് ഇയാളാണ് പ്രപഞ്ചം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും അല്ല എന്ന് പറയാൻ യാതൊരു നിവൃത്തിയില്ല. അതാണ് ഒന്ന്. 2, മതാത്മകമായ ചിന്തകൾക്ക്, മതാത്മകമായ യാഥാർത്ഥ്യങ്ങൾക്ക് ഒരു വളരെ വലിയൊരു പ്രത്യേകതയുണ്ട്. അതിന് യാതൊരു തെളിവും ആവശ്യമില്ല എന്നുള്ളതാണ്. തെളിവ് ഉള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണ കഴിവ് മാത്രമാണ്. തെളിവ് തരാമെങ്കിൽ ഞാൻ വിശ്വസിക്കാം. തെളിവില്ലാതെ വിശ്വസിക്കണം, അതാണ് ശരിക്കും കഴിവ്. അല്ലേ? അല്ല, ഞാൻ അന്തൻ്റെ കാര്യം പറഞ്ഞോണം. കണ്ടിട്ട് കൊള്ളാനില്ല എന്ന് പറയുന്നതല്ല, കാണാതെ പറയണം. അതാണ് അപാരമായ കഴിവ്.
അപ്പം മതം ഒരു അസാമാന്യമായ കഴിവാണ്, വളരെ നിസ്സാരമായി ആവശ്യപ്പെടുന്നത് തെളിവില്ലാതെ വിശ്വസിക്കുക. 3, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും സ്യൂഡോ എവിഡൻസ്, എല്ലാത്തിനെയും തെളിവായി ചൂണ്ടിക്കാണിക്കാൻ മതത്തിന് ഭരണഘടനാപരമായ അവകാശമുണ്ട് എന്ന് അവർ കരുതുന്നു. ഇപ്പോൾ കണ്ട, സൂര്യൻ ഉദിക്കുന്നത് കണ്ടില്ലേ, കപ്പൽ പൊങ്ങുന്നത് കണ്ടില്ലേ, മഴ പെയ്യുന്നത് കണ്ടില്ലേ, എങ്ങനെയാണ്, എല്ലാം ദൃഷ്ടാന്തമുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്ന് പറയാം. അപ്പോൾ എല്ലാത്തിനെയും അവരുടെ സങ്കല്പങ്ങൾക്ക് തെളിവായിട്ട് അവതരിപ്പിക്കുക. പ്രത്യേകിച്ച് തെളിവ് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇനി മറ്റൊന്നത് മമ്മൂഞ്ഞിസമാണ്. മമ്മൂഞ്ഞിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു വിശ്വാസ പ്രസ്ഥാനത്തിൽ അംഗമാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതും ലോകത്ത് സംഭവിക്കുന്നതുമായിട്ടുള്ള നല്ല കാര്യങ്ങളും ശ്രേഷ്ഠമായ കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങളുടെ വിശ്വാസത്ത മൂലമാണ്, അല്ലെങ്കിൽ മൂർത്തി മൂലമാണ് എന്ന് പറയുക. ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് ആർക്കും വിജയകരമായി നടപ്പിലാക്കാവുന്ന 5 പൈസ ചെലവില്ലാത്ത ഒരു മൾട്ടിനാഷണൽ ഇൻഡസ്ട്രി ആയിട്ട് മതം മാറുന്നത്. ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റാണ് ഒരു മതം തുടങ്ങുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഒരു വരുന്നുണ്ട്, എങ്ങനെയാണ് മതം തുടങ്ങുന്നത്, വിശ്വാസങ്ങൾ മാറ്റാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഒരുപാട് മതങ്ങൾ പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അക്ഷയ തൃതീയ ഫോർ എക്സാമ്പിൾ, ഒരു 10-15 വർഷത്തിന് മുമ്പ് ഈ കേരളീയർക്കെല്ലാം ഒരുപക്ഷെ കേട്ടിട്ടില്ലാത്ത, കേട്ടാൽ അറപ്പ് തോന്നുന്ന അല്ലെങ്കിൽ ചിരി വരുന്ന ഒരു അതിമ്യാരകമായ ഒരു അന്ധവിശ്വാസമായിരുന്നു അക്ഷയ തൃതീയ. ഇന്ന് അക്ഷയ തൃതീയ ദിവസത്തിൽ ഒരു തരി പൊന്നെങ്കിലും വാങ്ങാതെ ഞാൻ എങ്ങനെ ഉറങ്ങുമെന്ന് വിലപിക്കുന്ന വീട്ടമ്മമാരുടെ ഒരു കൂടാരമായി കേരളം മാറിയിരിക്കുന്നു. ചില ആഭരണ കടകളിലൊക്കെ അക്ഷയ തൃതീയ ദിവസം വിൽക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? ക്യൂ നിൽക്കും ആളുകൾ. ക്യൂ നിൽക്കുന്നവർക്ക് സ്വർണ്ണാഭരണം കൊടുക്കില്ല, മറിച്ച് ഒരു കൂപ്പണം കൊടുക്കും. നിനക്ക് ഇന്ന് ഞാൻ ഒരു കമ്മൽ വിറ്റു, പൈസ കാക്കൂ എഴുതി വാങ്ങിക്കുക. ഈ ബില്ല് മതി, മൊത്തം സ്വർണം തന്നെ വേണമെന്നില്ല, ബില്ല് വെച്ച് വരും സൗഭാഗ്യം. യുക്തിവാദികളെക്കാൾ എത്രയോ വലിയ യുക്തിവാദികളാണ് വിശ്വാസികളെന്ന് ആലോചിച്ച് നോക്ക്. പലപ്പോഴും ഈ വിശ്വാസികൾ പൊതുവിൽ പറയുന്നതാണ്, അവർ ഭയങ്കര യുക്തിവാദികളാണ്. നിങ്ങളെ അടുത്തിടെ ഒരു ചേട്ടൻ ഇത് പറയുന്നത് കിട്ടും. ഈ ബില്ല് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ അന്ധവിശ്വാസത്തിന് 10-15 വർഷത്തെ പഴക്കേ ഉള്ളൂ. ഓരോ വർഷം എങ്ങനെയാണ് ഒന്നുമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ, ഒന്നുമില്ലാതിരിക്കുന്ന അവസ്ഥയല്ല, മതമുണ്ടെങ്കിൽ അത് മതി. ഈ അന്ധവിശ്വാസം കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു മൾട്ടിനാഷണൽ ഇൻഡസ്ട്രി ആയിട്ട് മാറുന്നത്. നാളെ കാലത്ത് നിങ്ങൾക്ക് മത്സ്യത്തിൻ്റെ കാര്യത്തിൽ അത് എടുക്കാൻ പറ്റും. മത്സ്യതൃതീയ എന്ന് പറയുന്നൊരു ദിവസം ഉണ്ടാക്കിയിട്ട് അന്ന് മത്സ്യം വാങ്ങുന്നവർക്കെല്ലാം വലിയ നേട്ടവും ഐശ്വര്യവും ഉണ്ടാവുമെന്ന് പറയുകയാണെങ്കിൽ, ചന്തയിൽ പോകുന്ന ഭർത്താവ് ഒരു ഓട്ടോറിക്ഷ നിറയെ മത്സ്യമായി വീട്ടിലെത്തും. ഇവിടെ ഇന്ന് മത്സ്യതൃതീയയാണ്, നീ ഇത് എല്ലാം കൂടെ വെട്ടിയറിഞ്ഞ് വെക്കുക എന്ന് പറയാം. എല്ലാത്തിനും ഓരോ തൃതീയകൾ ഉണ്ടാക്കാം. എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആധുനിക യാഥാർത്ഥ്യത്തിൽ, മനുഷ്യൻ്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ സ്വന്തമായി ഒരു മതം തുടങ്ങുക എന്നുള്ളതാണ്. ഒരുമാതിരി ഗട്ട്സ് ഉണ്ടെങ്കിൽ, തൊലിക്കെട്ടി ഉണ്ടെങ്കിൽ നമുക്ക് എത്രയോ പേര് തുടങ്ങിയിരിക്കും. നിങ്ങൾ വിചാരിക്കുന്നത് എങ്ങനെ ഇത് മോശമല്ലേ? ഒരു മോശമില്ല. നമ്മളെ യാഥാർത്ഥ്യത്തിൻ്റെയും നമ്മുടെ ബ്രെയിൻ്റെയും ഒരു പ്രത്യേകതയാണ് ഇത്തരം അന്ധവിശ്വാസങ്ങളെ ആഘോഷിക്കുക എന്നുള്ളത്. അത് ആരുടെയെങ്കിലും ബുദ്ധിയില്ലായ്മയുടെയോ പ്രശ്നമല്ല. നമ്മളുടെ യാഥാർത്ഥ്യത്തിൽ നമ്മൾ പലപ്പോഴും, ഞാൻ പറഞ്ഞു, ഒരു വസ്തു, നമുക്ക് അറിയാത്ത ഒരു വസ്തു, നമുക്ക് കേട്ടിട്ടില്ലാത്ത ഒരു വസ്തു നമ്മൾ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുക? നമ്മുടെ ബ്രെയിൻ അത് നമുക്ക് അറിയാവുന്ന ഒരു ആകൃതിയും പ്രകൃതിയും സ്വഭാവവും ഒക്കെ വെച്ചായിരിക്കും പ്രോസസ്സ് ചെയ്യുന്നത്. ഒരു പാറ്റേൺ നമ്മൾ കണ്ടെത്തുകയാണ്. അങ്ങനെ ഈ മേഘങ്ങളിൽ നമ്മളൊരു രൂപത്തെ കണ്ടെത്തുക, പത്തിരിയിൽ അള്ളാഹുവിനെ കണ്ടെത്തുക. ഇത് കാര്യം ഈ സാധനം നമ്മൾ ആരോപിക്കണം. ഇങ്ങനെ ആരോപിച്ച് നമ്മൾ രക്ഷപ്പെടും. നമ്മുടെ യാഥാർത്ഥ്യമാകുന്ന സാഗരത്തിലൂടെ നമ്മളിങ്ങനെ ഓരോരോ തുഴയെറിഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. കാര്യം നമുക്ക് എന്തെങ്കിലും കാണണം. ഫാൾസ് ഡേറ്റ ഈസ് ബെറ്റർ ദാൻ നോ ഡേറ്റ, ആൻഡ് ഫാൾസ് കൺക്ലൂഷൻ ഈസ് ബെറ്റർ ദാൻ നോ കൺക്ലൂഷൻ, ആൻഡ് ഫാൾസ് റിയാലിറ്റി ഈസ് ബെറ്റർ ദാൻ നോ റിയാലിറ്റി. തലച്ചോറ് എപ്പോഴും ഇങ്ങനെ പ്രൊജക്ഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ പ്രൊജക്ഷൻസ് ആണ് അടിസ്ഥാനപരമായിട്ട് നമ്മളുടെ എല്ലാ സൂപ്പർസ്റ്റിഷൻസിൻ്റെയും അടിസ്ഥാനം. ഞാൻ ഇക്കാര്യം പകിട 13 എന്നുള്ള പുസ്തകത്തിൽ ആദ്യത്തെ ഒരു 100 പേജിൽ ഈ കാര്യം മാത്രമാണ്. അല്ല, ജ്യോതിഷത്തിൽ ആളുകൾ വിശ്വസിക്കുന്നത് ജ്യോതിഷിയുടെ കുറ്റം കൊണ്ടല്ല. നാളെ ജ്യോതിഷികളെല്ലാം കൂടെ വന്ന് നിരനിരയായി എറണാകുളം MC റോഡിൽ നിന്ന് പറയുകയാണ്, ഈ ജ്യോതിഷം മുഴുവൻ തെറ്റാണ്, ചൊവ്വാദോഷം എന്ന് പറയുന്നൊരു ദോഷം ഇല്ല എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ പറയും ജ്യോതിഷികൾക്ക് പേ പിടിച്ചു, അവർക്ക് എന്തോ സാരമായ കുഴപ്പമുണ്ട് എന്നേ വിശ്വാസികൾ പറയും. അന്ധവിശ്വാസം എന്ന് പറയുന്നത് ശരിക്കും ഈ കുടത്തിൽ നിന്ന് പുറത്തുവിട്ട ഭൂതമാണ്.
ജ്യോതിഷികൾ വിചാരിച്ചാൽ ചൊവ്വാദോഷത്തെക്കുറിച്ചുള്ള പേടി പോവില്ല. നമ്മളങ്ങനെ കരുതിയിട്ടും കാര്യമില്ല. ഇയാൾക്ക് എന്തോ കുഴപ്പമുണ്ട് കേട്ടോ, ഇയാൾ ഇന്നലെ വരെ പറഞ്ഞല്ലല്ലോ ഇന്ന് പറയുന്നത്. വളരെ പ്രകടമായ നമ്മുടെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അന്ധവിശ്വാസങ്ങൾ, തെളിവില്ലാത്ത വിശ്വാസങ്ങൾ, അതിനെ വൻതോതിൽ ന്യൂറോളജിക്കലായിട്ട് സഹായിക്കുന്ന ചില കോഗ്നിറ്റീവ് ഫാക്ടേഴ്സ്, ഗ്രഹണ സംബന്ധിയായിട്ടുള്ള ചില ഫാക്ടേഴ്സ് നമ്മുടെ ബ്രെയിനിലുണ്ട്. ഇത് നമ്മളെ ഒരു 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 സ്പീഷീസ് എന്ന നിലയിൽ നമ്മളെ അതിജീവിക്കാൻ സഹായിച്ചവയാണ്. കാരണം കൂടാതെ ഒരു കാര്യം പെട്ടെന്ന് വിശ്വസിക്കുക. പെട്ടെന്ന് വിശ്വസിക്കുമ്പോൾ നമ്മൾ സമയം ലാഭിക്കുന്നു, റിസോഴ്സസ് ലാഭിക്കുന്നു, അല്ലേ? അത് ഞാൻ മറ്റൊരു ബ്രെയിൻ ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതാണ് നമ്മുടെ അന്ധവിശ്വാസങ്ങളുടെ അടിസ്ഥാനം. ഞാനത് ആ ജ്യോതിഷിയുടെ കാര്യം പറഞ്ഞത്. അങ്ങനെ നമുക്ക് മാറാൻ സാധിക്കില്ല അങ്ങനെ ആയിക്കഴിഞ്ഞാൽ. അത് നമ്മുടെ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ യാഥാർത്ഥ്യം, വേദാന്തികൾ പറയുന്ന യാഥാർത്ഥ്യം ഇതൊരു മായയാണെന്നാണ്. ഇനി ഭൗതികവാദത്തിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയാവുന്ന ഒരു മതമാണ് ബുദ്ധമതം. അതുകൂടെ പറഞ്ഞാണ് ബുദ്ധമതം യാഥാർത്ഥ്യത്തെ വിശേഷിപ്പിക്കുന്നത് അനിത്യം, ഒന്നും നിത്യമല്ല, എല്ലാം ക്ഷണികമാണ് എന്നാണ് ബുദ്ധൻ പറയുക. അനാത്മം, ആത്മാവിനെ കുറിച്ച് ബുദ്ധന് എതിരഭിപ്രായമാണ്. ബുദ്ധൻ്റെ ആത്മാവ് വെച്ച് ജാതക കഥ ഉണ്ടാക്കി, അത് വേറെ കാര്യം. അനാത്മം എന്ന് പറയാൻ ബുദ്ധൻ പറയാൻ കാര്യം, വേദാന്തികൾ പറയുക അല്ലെങ്കിൽ മറ്റു മതക്കാർ പറയുക എന്ന് പറയുന്നത് മനുഷ്യൻ മരിച്ചാലും അതിജീവിക്കുന്ന ഒന്ന് നമ്മളിലുണ്ട്. മരണം എന്ന് പറയുന്ന പ്രക്രിയയെ ഒരു രീതിയിലും തകർക്കാൻ കഴിയാത്ത മനുഷ്യൻ, ഗോത്ര മനുഷ്യൻ, സ്വപ്നം കണ്ടുകൊണ്ട് മരണത്തെ തോൽപ്പിക്കുകയാണ്. കാര്യം മരണം വന്ന് മനുഷ്യൻ എൻ്റെ മുന്നിൽ കീഴടങ്ങുകയാണ്. നമുക്ക് വിഷവേ റിയാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഒരു യാഥാർത്ഥ്യത്തെ ആഗ്രഹിച്ചില്ലാതാക്കുക. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും നമുക്ക് ലോട്ടറി അടിക്കുന്നതായിട്ടും നമ്മൾ വലിയ പണക്കാരനാകുന്നതായിട്ടും നിരന്തര സ്വപ്നം കണ്ടുകൊണ്ടാണ് നമ്മൾ മരിക്കുന്നവരെ ജീവിക്കുന്നത്. നമുക്ക് കിട്ടാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ കിട്ടുന്നതായി സങ്കല്പിക്കുന്നതാണ് നമ്മുടെ സ്വപ്നങ്ങളുടെ പലപ്പോഴും ഒരു സിലബസ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഇല്ലാത്തത് എന്തോ അതിനായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക. യു ലോങ് ഫോർ ദ മോസ്റ്റ് വാട്ട് യു ലാക്ക് ദ മോസ്റ്റ്. പണമില്ലാത്തവൻ പണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു, അല്ലേ? പൊക്കമില്ലാത്തവൻ പൊക്കത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു, നിറമില്ലാത്തവൻ നിറത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു, വിവരമില്ലാത്തവൻ വിവരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. ഇതെല്ലാം ഉള്ളവൻ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നില്ല. നമ്മൾ വിഷവേ റിയാലിറ്റി എന്ന് പറയുന്ന സാധനമുണ്ട്. ആഗ്രഹിച്ച് ഇല്ലാതാക്കുക, ആഗ്രഹിച്ച് കൊണ്ടുവരിക. ആഗ്രഹിച്ച് കൊണ്ടുവരുന്നതാണ് ഈ സാധനങ്ങളെല്ലാം, ദേവന്മാരും ദേവതകളും എല്ലാം. നമ്മൾ എത്രയോ പേരുമായി സല്ലപിച്ചിട്ടുണ്ടാവും നമ്മുടെ ആഗ്രഹങ്ങളിൽ. വിഷ്ഫുൾ തിങ്കിങ്, വിഷ്ഫുൾ തിങ്കിങ്ങിലെ പലപ്പോഴും നമ്മുടെ ജീവിതം തന്നെ അടിസ്ഥാനപരമായിട്ട് വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ ലിറ്ററേച്ചർ മൊത്തം വിഷ്ഫുൾ തിങ്കിങ് ആണ്. കവിത എഴുതുന്നു. ഇപ്പം കവിത എഴുതുന്നറിയും ഈ അണ്ടകടാഹങ്ങളും നക്ഷത്ര സമൂഹങ്ങളും പൊട്ടിച്ചിതറുകയും നെബുലകൾ ആർത്തു വിളിക്കുകയും ചെയ്യുന്നു. ഞാൻ ചോദിച്ചു ഞാൻ ആരാണ്? ഒരു കവിത നമ്മൾ എഴുതി വെക്കുക. സംഗതി എന്തുവാ? ഇന്നലെ ഒരു മെയിൽ അയച്ച് തിരിച്ച് മറുപടി വന്നില്ല. ഇന്നലെ ഒരു സ്ഥിരം മെയിലിന് മറുപടി വന്നുകൊണ്ടിരിക്കുകയാണ്, ഇന്നലെ മറുപടി വന്നില്ല. അപ്പോഴാണ് പറയുന്നത് നക്ഷത്ര സമൂഹങ്ങൾ നിലവിളിച്ചു, ഗാലക്സികൾ പൊട്ടിത്തെറിച്ചു. നമ്മളെ ഈ യാഥാർത്ഥ്യത്തെ നമ്മൾ മോഡുലേറ്റ് ചെയ്യുന്ന രീതിയിലാണ്. സാഹിത്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനമാണ്. പിന്നെ നമ്മുടെ യാഥാർത്ഥ്യം എന്ന് ഞാൻ ഈ മൂട്ടയുടെ യാഥാർത്ഥ്യം പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞു. പക്ഷെ മൂട്ടയുടെ യാഥാർത്ഥ്യം പോലാണ് പലപ്പോഴും നമ്മുടെ യാഥാർത്ഥ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലഘുവായിട്ട് നിങ്ങൾ കാണല്ലേ. ഒരു പെൺകുട്ടി അല്ലെ ഒരു ആൺകുട്ടി, ഒരു കൗമാര പ്രായക്കാരനായ ഒരു ആൺകുട്ടി പെൺകുട്ടി, അവരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ കൺസേൺ എന്തായിരിക്കും? നമുക്ക് ഊഹിക്കാൻ എന്താണ്? ഞാൻ അതിനെക്കുറിച്ചല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചോളം അവളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ മതിക്കുന്ന, ഒരു ദിവസം ഏറ്റവും മതിക്കുന്ന പ്രശ്നം ഒരുപക്ഷേ മിക്കപ്പോഴും അവളുടെ മുഖത്ത് പുതുതായിട്ട് പ്രത്യക്ഷപ്പെട്ട ഒരു മുഖക്കുരുവായിരിക്കും. അത് പൊട്ടുമോ, പൊട്ടി പാട് വീഴുമോ, എന്താകും ഇതിൻ്റെ ഗതി? ആ ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് ഇതിനെക്കുറിച്ചായിരിക്കും ചിന്തിക്കുക. അപ്പം നിങ്ങൾ അവിടെ ചെന്ന് സിറിയൻ പ്രശ്നങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അവൾ നോട്ട് ഇൻട്രസ്റ്റഡ്. അല്ലെങ്കിൽ ന്യൂക്ലിയോൺസിനെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ അവളെപ്പോഴും ഇതിനെക്കുറിച്ചായിരിക്കും ചിന്തിക്കുക. അവർ കുറ്റമല്ല. അതായത് നമ്മളെപ്പോഴും നമ്മളുടേതായ ഒരു യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നുണ്ട്. അതായത് മനുഷ്യൻ്റെ പൊതു യാഥാർത്ഥ്യത്തിനുള്ളിൽ നിന്നുകൊണ്ട്, മനുഷ്യൻ്റെ ദ ഫേബ്രിക് ഓഫ് റിയാലിറ്റി, ഡോയിഷിൻ്റെ ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ അതാണ്. ആ പൊതു യാഥാർത്ഥ്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ വ്യക്തിഗത യാഥാർത്ഥ്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അത് നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇങ്ങനെയാണ് പലരും സീരിയൽ കാണുന്നു, സിനിമ കാണുന്നത് അവരുടെ യാഥാർത്ഥ്യമാണ്. അവരുടെ അതിന് അപ്പുറത്തുള്ള കാര്യങ്ങൾ അവരെ കൺസേൺഡ് ആവുന്നില്ല.
എന്തുകൊണ്ടാണ് ഒരു യുക്തിവാദി സദസ്സിലേക്ക് ആളുകൾ ഇങ്ങനെ ആർത്തലച്ചെത്താത്തത്? ഇന്നിവിടെ വലിയൊരു മാറ്റമാണ്. ഇത്രയും ജനം കണ്ട് ഞാൻ അമ്പരന്ന് പോയി സത്യത്തിൽ. അതിന് കാരണമുണ്ട്. നമ്മുടെ യാഥാർത്ഥ്യമായി പൊരുത്തപ്പെടുന്നില്ല അത്. നമ്മളുടെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും വൈകാരികമായ ഒരു വൈകാരിക സത്യത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, വൈചാരിക സത്യത്തെക്കുറിച്ചാണ്. വൈചാരികത എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചോളം, ഏത് ജീവിയെ സംബന്ധിച്ചോളം സെക്കൻഡറിയാണ്. ഇമോഷൻസ് ആർ ഇമ്പോർട്ടൻറ്റ് ദാൻ തോട്ട്സ്. ഇതൊക്കെ അടിസ്ഥാന സത്യങ്ങളാണ്. നമ്മുടെ യാഥാർത്ഥ്യത്തിൻ്റെ പ്രത്യേകതകളാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളിൽ മരിക്കുമ്പോൾ നമ്മളിൽ നിന്ന് ടപ്പോ എന്ന് പറഞ്ഞൊരു കിളി പറന്നു പോകുന്നു. ആത്മാവ് വാസാംസി ജീർണാനി യഥാ വിഹായ നരാണി ഗൃഹണായി നരോപരാണി എന്നൊക്കെ ഗീതയിൽ പറയുന്നു. വസ്ത്രങ്ങൾ മാറുന്നത് പോലെ നമ്മളിൽ നിന്ന് ആത്മാവ് ഇറങ്ങി വേറെടുത്തോട്ട് പോകുന്നു. എത്ര കമനീയമായ കാൽപ്പനികമായ ചിന്ത. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മളുടെ യാഥാർത്ഥ്യത്തിൻ്റെ പൊതു യാഥാർത്ഥ്യത്തിനുള്ളിൽ നമ്മുടെ വ്യക്തിഗത യാഥാർത്ഥ്യങ്ങൾ തീർക്കുന്ന പരിമിതിയാണ്. ബുദ്ധൻ്റെ ഒരു ആശയമുണ്ട്, പ്രതീത്യ സമുൽപാദം എന്ന് പറയും. അത് ഇവിടെ പല ആൾക്കാരും ഈ സാധനം അതേ കണക്കിങ് എടുത്തിട്ടുണ്ട്. നമുക്ക് ബുദ്ധൻ്റെ ആശയത്തെ എതിർക്കേണ്ടതായിട്ടുണ്ട്. കാരണം ബുദ്ധൻ പറയുന്നത് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്, പക്ഷേ അത് ബ്രോക്കൺ ആണ്. അതായത് ഒരു തീപ്പന്തം നമ്മളെടുത്ത് ചുഴറ്റുമ്പോൾ ഒരു വൃത്തം ഉണ്ടാവുന്നു, പക്ഷെ ആ വൃത്തം ഇല്ല. ആ വൃത്തം എന്ന് പറയുന്നത് തീപ്പന്തം ഓരോ പോയിന്റിലും. ഇത് തന്നെയാണ് സിനിമ. സിനിമ ശരിക്കും നമ്മൾ ഫിലിം അറിയാം, ഓരോ ഫിലിമും നിശ്ചല ഫിലിമുകൾ ഒരു പ്രത്യേക മോഷനിൽ കറക്കുമ്പോഴാണ് ഇങ്ങനെ ഇടിക്കുന്നത്, അല്ലേ? ഇങ്ങനെയാണ് യാഥാർത്ഥ്യം ഉണ്ടാകും. ബുദ്ധൻ പറയുന്ന ഒരു പ്രധാന എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഒരു നദിയിൽ 2 പ്രാവശ്യം ആരും കുളിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് പണ്ട് ഗ്രീക്ക് ചിന്തകന്മാരും പറഞ്ഞിട്ടുള്ള കാര്യം. യു കനോട്ട് ടേക്ക് ബാത്ത് ഇൻ ദ സെയിം റിവർ ടോയ്സ്. കാരണം നദി എന്ന് പറയുന്നത് ഒഴുകുന്ന ജലമാണ്. നിങ്ങൾ ഇപ്പോൾ അതിനകത്ത് കുളിച്ചിട്ട് നാളെ ചെല്ലുമ്പോൾ വേറൊരു നദിയാണ്, അല്ലെങ്കിൽ അടുത്ത മിനിറ്റ് വേറൊരു നദിയാണ്, വേറൊരു വെള്ളമാണ്. അത് തന്നെയാണ് നിങ്ങളും. ഇന്നലത്തെ നിങ്ങളല്ല. നിങ്ങൾ ഏതാണ്ട് നല്ലൊരു പങ്ക് കോശങ്ങൾ മാറിക്കഴിഞ്ഞു, പുതിയ കോശങ്ങളാണ്. പക്ഷെ പുതിയ കോശങ്ങളാണെങ്കിലും നമ്മളുടെ കണ്ണിലെ കോശങ്ങളിൽ മാറി വരുന്ന കോശങ്ങൾ അത് തന്നെയാണ്. ഒരു പുതിയ ഭർത്താവിനെയോ പുതിയ ഭാര്യയോ സ്വീകരിക്കുന്നത് പോലെ അല്ല നമ്മളുടെ ഒരു അവയവത്തിലെ പുതിയ കോശങ്ങൾ വരുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഡ്യൂപ്ലിക്കേഷൻ, ഇറ്റ് ഈസ് റെപ്ലിക്കേഷൻ. അതാണ് അടിസ്ഥാനപരമായ വ്യത്യാസം. എന്തുകൊണ്ടാണ് നിങ്ങളുടെ മൂക്ക് എപ്പോഴും ഒരുപോലെ ഇരിക്കുന്നത്? അരി മൂക്കിലെ കോശങ്ങൾ, മാറി വരുന്ന കോശങ്ങൾ പഴയ കോശങ്ങൾക്ക് പരിപൂർണമായ സാമ്യതകളാണ്. ഇറ്റ്സ് എ കംപ്ലീറ്റ് റെപ്ലിക്കേഷൻ. അല്ലെങ്കിൽ നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ട്, ഏജിങ്, ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. അദ്ദേഹം ഈ ക്ഷണികതാവാദം ഇങ്ങനെയാണ് പറഞ്ഞത്. എല്ലാം ആത്മാവിനെ അദ്ദേഹം തള്ളിക്കളയാൻ കാരണം മതവാദികൾ പറഞ്ഞിരുന്നു ആത്മാവ് നശ്വരമാണ്, ഒരിക്കലും നശിക്കുന്നില്ല, നിത്യമാണ്, സ്ഥിരമാണ്. സ്ഥിരത എന്ന് പറയുന്നത് ഒരു ദൃഷ്ടിഭ്രമമാണ് എന്നാണ് ബുദ്ധൻ പറഞ്ഞത്. ഇറ്റ്സ് എ വിഷ്വൽ ഇല്യൂഷൻ. ഒന്നും സ്ഥിരമല്ല ഈ പ്രപഞ്ചത്തിലെങ്കിൽ ആത്മാവ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവാൻ വഴിയില്ല. കാര്യം അത് സ്ഥിരവും നിത്യവുമാണല്ലോ. എല്ലാം മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ പ്രതിത്യ സമുൽപാദം എന്ന് പറയുന്ന ആശയത്തിൻ്റെ അടിസ്ഥാനം എല്ലാം ക്ഷണികമാണ്, എല്ലാം അനിത്യമാണ്, എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ക്ഷണികവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ പ്രതിത്യ സമുൽപാദത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. അത് അദ്ദേഹം പറയുന്നത് കാര്യകാരണ ബന്ധം സംബന്ധിച്ചുള്ളതാണ്. അതായത് കാരണം ആയിട്ടുള്ള ഒന്നിൻ്റെ നാശമാണ് കാര്യമുണ്ടാക്കുന്നത്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വിത്ത് നശിക്കുമ്പോഴാണ് മരം ഉണ്ടാകുന്നത്. ഇതാണ് ബുദ്ധൻ പറയുന്നത്. നമ്മൾ നിഷേധത്തിൻ്റെ നിഷേധമായി ഡയലക്ട്രിക്കൽ മെറ്റീരിയൽസിൽ ഇത് അവതരിപ്പിക്കുന്നുണ്ട്. പെൺകുട്ടി നശിച്ചാണ് സ്ത്രീ ഉണ്ടാകുന്നത് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. വൃക്ഷം, അതായത് വിത്ത് നശിച്ചാണ് വൃക്ഷം ഉണ്ടാകുന്നതെങ്കിൽ, ഒന്ന് നശിച്ചാണ് മറ്റൊന്നുണ്ടാകുന്നതെങ്കിൽ, ഒന്നിനെ നിഷേധിച്ചുകൊണ്ടേ മറ്റൊന്നിനുണ്ടാകാൻ കഴിയുമെങ്കിൽ, ഈ ലോകത്ത് പലപ്പോഴും നമ്മൾ ഈ ഡയലക്ട്രിക്കൽ മെറ്റീരിയൽസിൻ്റെ ക്ലാസ്സിലൊക്കെ പറയാറുള്ളതാണ്. ഈ ചക്ക ഫോർ എക്സാമ്പിൾ, പ്ലാവ് നശിച്ചിട്ടാണോ ചക്ക ഉണ്ടാകുന്നത്? പ്ലാവ് അങ്ങ് നശിച്ചു പോകും. ഏങ്കൽസ് ബാർലി ചെടിയുടെ ഉദാഹരണം വെച്ച്, ബാർലി ചെടി ഒരു വട്ടം അതിൻ്റെ വിളവ്
ആക്കി കഴിഞ്ഞാൽ ആ ചെടി തന്നെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്, ഒരിക്കൽ മാത്രം. പക്ഷേ ബാർലി ചെടി ഒരു എക്സെപ്ഷനാണ്, അതൊരു അപവാദമാണ്. എല്ലാം നിഷേധിച്ച് ഒന്ന് നശിച്ചിട്ടല്ല മറ്റൊന്നുണ്ടാകുന്നത്. കാരണം നശിക്കുമ്പോഴല്ല കാര്യം ഉണ്ടാകുന്നത്. അടിസ്ഥാനപരമായി കാരണവും എന്ന് പറയുന്ന ഒരു തുടർച്ചയാണ്. ഇത് ശരിക്കും പ്രതീത്യ സമുത്പാദത്തിൻ്റെ നിഷേധം എന്നുള്ള വാദവും അദ്ദേഹത്തിൻ്റെ മറ്റു വാദങ്ങളും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. യഥാർത്ഥത്തിൽ നശിക്കുന്നില്ല. എങ്ങനെയാണ്? ഇപ്പം ഞാൻ പ്ലാവിൻ്റെ ഉദാഹരണം പറഞ്ഞു, തെങ്ങിൻ്റെ ഉദാഹരണം പറഞ്ഞു. തേങ്ങ ഉണ്ടാകുമ്പോൾ തെങ്ങ് നശിച്ചു പോവും. മനുഷ്യനൊരു മകളുണ്ടാകുമ്പോൾ അമ്മ മരിച്ചു പോവും. ബുദ്ധനോട് അന്ന് ഇത് ചോദിച്ചതാണ്, പക്ഷെ അദ്ദേഹം അതിനാണ് ക്ഷണികവാദത്തിലൂടെ മറുപടി നൽകാൻ നോക്കിയത്. അത് വളരെ പ്രിമിറ്റീവായിട്ടുള്ള ഒരു ഭൗതികവാദമാണ്. എനിക്കൊന്ന് അജിത കേശ കമ്പിലി, അദ്ദേഹം ഒരു ജൈന സന്യാസിയായിരുന്നു. ഒരുപക്ഷെ നാസ്തികതയുടെ ഒരുപക്ഷെ ഇന്ത്യൻ ദർശനങ്ങളിലെ ഒരു ഏറ്റവും ശക്തമായിട്ടുള്ള വോയിസ് എന്ന് പറയുന്നത് അജിത കേശ കമ്പിലിയാണ്. അജിത കേശ കമ്പിലിയെക്കുറിച്ച് വേണ്ടത്ര ഭൗതികവാദികൾ ഇവിടെ പരാമർശിക്കാൻ കേട്ടിട്ടില്ല. ഇവിടെ കൂടുതലും ചാർവാകന്മാരെക്കുറിച്ചും ലോകായതരെ കുറിച്ചുമാണ് പറയുക. പക്ഷെ നിങ്ങൾക്ക് അറിയാമില്ലെന്നറിയില്ല, നമ്മുടെ ഈ അദ്ദേഹത്തിൻ്റെ പേരെന്താണ്, നമ്മുടെ ഈ സൈബർ ഒരു വിഷയം ഉണ്ടായിരുന്നല്ലോ, അറസ്റ്റിൽ കിടക്കുന്ന അമേരിക്ക, ജൂലിയൻ അഷാൻസ് അദ്ദേഹത്തിൻ്റെ പേജുകൾ ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ള 2-3 റെഫറൻസ് അജിത കേശ കമ്പിലിയെക്കുറിച്ചാണ്. അദ്ദേഹം ഒരു ജൈന സന്യാസിയായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ചാർവാകന്മാരെക്കാട്ടി കൃത്യമായ നാസ്തികതയാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ, പിന്നെ ഗോസാലൻ പോലെയുള്ളവർ. ഇവരെ ഈ എസൻസ് എന്നുള്ള സാധനം ഈ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിലും നാശം ഉണ്ടായിട്ടാണ് അടുത്തത് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിലൊന്നായ നിഷേധത്തിൻ്റെ നിഷേധം അശാസ്ത്രീയമാണ് എന്ന് പറയേണ്ടി വരുന്നത്. ഒന്ന് നശിക്കണമെന്ന് നിർബന്ധമില്ല. നശിക്കണമെന്ന് നിർബന്ധമുള്ള ഉണ്ടാകാം, 1-2 എണ്ണം അപവാദങ്ങളുണ്ടാവും. പൊതുവിൽ അങ്ങനെയല്ല. കാരണം നശിച്ചിട്ടല്ല കാര്യം ഉണ്ടാകുന്നത്. നമ്മൾ പറയുന്നത് കാര്യകാരണ ബന്ധങ്ങളുടെ ഒരു തുടർച്ചയും ശൃംഖലയുമാണ് ഈ പ്രപഞ്ചമെന്നാണ്. എല്ലാ കാര്യത്തിലും കാരണത്തിൻ്റെ ഘടകങ്ങളുണ്ടാവും. വിത്തിൻ്റെ എസൻസാണ് മരമാവുന്നത്. ബയോളജി, സിമ്പിൾ ബയോളജി മനസ്സിലാക്കുകയാണെങ്കിൽ മരം വിത്തിലുണ്ട്. മരത്തിൻ്റെ നിദ്രയാണ് വിത്ത്. അത് ഉറങ്ങിക്കിടക്കുകയാണ്, അത് ഉണരുന്നു എന്നേ ഉള്ളൂ. ഇറ്റ്സ് ഓൺലി കെമിക്കൽ റിയാക്ഷൻ പ്രോസസ്. നമുക്കതിനകത്ത് ഉണരുക എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് വേറെ ഈ ഭാഷയുടെ ഒരു പ്രശ്നമുണ്ട്. പലപ്പോഴും നമ്മൾ യാഥാർത്ഥ്യത്തെ നിർണ്ണയിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ഭാഷ വലിയൊരു പ്രശ്നമാണ്. പല റാഷണലിസ്റ്റുകളും പറയാറുണ്ട്, അവർ സംസാരിക്കും ആത്മാർത്ഥമായ എന്ന് പറയുമ്പോൾ ഉടനെ നിങ്ങൾ ആത്മാവിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. നമ്മുടെ ഭാഷ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് ആത്മാർത്ഥമായ എന്നൊക്കെ പറയുന്നത്, നിങ്ങൾ ആത്മാവിലൊന്നും വിശ്വസിക്കുന്നില്ലല്ലോ. ഭാഷ ഒരു ശാസ്ത്രമായി നമ്മൾ കാണുന്നുണ്ട്, ഒരു സാമൂഹ്യ ശാസ്ത്രം. അതിന് നിയമങ്ങളുണ്ട്, വ്യാകരണ വ്യവസ്ഥകളുണ്ട്, സിൻഡാക്റ്റിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്, മോർഫോളജിക്കൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്, സെമാൻറ്റിക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ്. ഈ ഭാഷയുടെ ഉരുത്തിരിയൽ അത് ശാസ്ത്രീയമല്ല. അത് ശാസ്ത്രീയമായി ഉണ്ടാക്കിയൊരു സാധനമല്ല ഈ ഭാഷ എന്ന് പറയുന്നത്, ലാംഗ്വേജ് എന്ന് പറയുന്നത്. പല സിറ്റികളും കണ്ടിട്ടുണ്ട്. തിരുവനന്തപുരം നഗരം അത് ശാസ്ത്രീയമായി ഉണ്ടാക്കിയതല്ല. അതാണ് 1 മണിക്കൂർ മഴ പെയ്യുമ്പോൾ നമുക്ക് ബസ് സർവീസ് നിർത്തിവെച്ചിട്ട് ബോട്ട് സർവീസ് തുടങ്ങേണ്ടി വരുന്നതിൻ്റെ കാര്യം തമ്പാനൂരിൽ അത് ശാസ്ത്രീയമായി ഡിസൈൻ ചെയ്തതല്ല. ഡൽഹിയും ന്യൂഡൽഹിയും തമ്മിലുള്ള വ്യത്യാസമാണ്. ഭാഷ ഒരിക്കലും ശാസ്ത്രീയമായി രൂപം കൊണ്ടതല്ല. എന്ന് വെച്ചാൽ നമ്മളുടെ ഭാഷ രൂപം കൊണ്ട ആദ്യ കാലഘട്ടത്തിൽ നമ്മളുടെ തെറ്റുകൾ, നമ്മുടെ ധാരണകൾ, നമ്മുടെ ബോധ്യങ്ങൾ, നമ്മുടെ കുറവുകൾ ഇതെല്ലാം തന്നെ ഭാഷയിൽ നമ്മൾ അടക്കം ചെയ്തിട്ടുണ്ട്. പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഈ ഹൃദയത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം, ഹൃദയമാണ് വികാര വിചാരങ്ങളുടെ സ്രോതസ് എന്ന് ചിന്തിച്ച ആദിമ ജനതയാണ് എല്ലാത്തിനും. കാര്യം വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ ഈ പെലപ്പനേഷ്യൻ വാറിൻ്റെ കാലഘട്ടത്തിലൊക്കെ ഹിസ്റ്റോറിയൻസൊക്കെ ഹെറോഡോട്ടസ് എഴുതുന്നുണ്ട്, ഈ ശവശരീരങ്ങൾ കൊണ്ടുവന്നിട്ട് അത് മുറിച്ച് നോക്കുമായിരുന്നു. എന്നിട്ട് ഈ ധീരൻ്റെ ഹൃദയം നല്ല ചുവന്നിരിക്കുന്നു, അവരെഴുതി വെക്കും, ധീരനായിരുന്നു, ചുവന്ന ഹൃദയം,
ഭീരുവിൻ്റെ ഹൃദയം മത്തങ്ങ ഹൃദയം. ഭീരു ആണെങ്കിൽ മത്തങ്ങയായിരിക്കും. അവർ നിരീക്ഷിച്ചറിയാൻ ശ്രമിക്കുകയാണ്. അതൊക്കെ അവരെ നമ്മൾ പുച്ഛിച്ചിട്ട് കാര്യമില്ല. പക്ഷേ കാര്യം അവർ ചിന്തിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് പെട്ടെന്ന് ഇമോഷൻ വരുമ്പോൾ ഇവിടെ ഇടി കൂടുതലാണ്. അപ്പോൾ തീർച്ചയായും ഇവിടെ നിന്നാണ് ഈ സാധനം എല്ലാം വരുന്നത്. ചിന്തകളും വികാരങ്ങളും എല്ലാം വരുന്നത് ഹൃദയത്തിൽ നിന്നാണെന്ന് ചിന്തിച്ച ഒരു പ്രാഥമിക ഗോത്ര ജനതയുടെ ഭാവനകളാണ് ഹൃദയംഗമായ നന്ദിയിലും എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ എന്നുള്ള പ്രയോഗത്തിലൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് പ്രണയത്തിന് ഒരു ആടുതൻ എന്താണ് നമ്മൾ പറയുന്നത്, ഹാർട്ട് വരുന്നത്. പക്ഷെ ഇന്ന് നമുക്കറിയാം, നമ്മളത് റിയാലിറ്റിയെ നമ്മൾ റീഡിഫൈൻ ചെയ്യുമ്പോൾ, ശാസ്ത്രത്തിൽ നിന്ന് കൂടുതൽ ഇൻപുട്സ് കിട്ടുമ്പോൾ നമുക്കറിയാം ഹൃദയം എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് എ പമ്പ്. അവിടെ ഒരു ന്യൂറോണും ഇല്ല. പക്ഷെ അതനുസരിച്ച് നമ്മൾ മാറ്റം വരുത്തിയിട്ടില്ല ഭാഷയിൽ. ഇന്ന് ഞാൻ പറയുകയാണ്, എൻ്റെ ഹൃദയത്തിൽ തൊട്ട് ഞാൻ സംസാരിക്കുകയാണ്. യു ആർ നെവർ ഡൂയിങ് ദിസ് തിങ്. ഐ വിൽ ബി വിത്ത് യു. ഐ വിൽ ബി വിത്ത് യു. ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും എന്ന് പറയുമ്പോൾ നമ്മുടെ കൈ പോകുന്നത് നമ്മുടെ ചെസ്റ്റിലേക്കാണ്. മേ ഹൂന എന്ന് പറയുമ്പോൾ മേ ഹൂന എന്ന് നമ്മൾ പറയാറില്ല. നമ്മുടെ ഭാഷയിലും നമ്മുടെ ഒരു സ്പീഷീസ് എന്ന നിലയിൽ നമ്മൾ ആർജിച്ച ഒരു ജ്ഞാനത്തിൻ്റെ പ്രശ്നമാണ്. ലാംഗ്വേജ് ഈസ് എ കൾച്ചറൽ ഫോസിൽ. ഇറ്റ് കണ്ടെയ്ൻസ് ദ റൈറ്റ്സ് ആൻഡ് റോങ്സ് ലൈക്ക് ഖുറാൻ കണ്ടെയ്ൻസ് ദ റൈറ്റ്സ് ആൻഡ് റോങ്സ് ഓഫ് 7th century അറേബ്യ. അന്നത് ഉണ്ടായിരുന്ന മാലിന്യങ്ങളും മുത്തുകളും എല്ലാം ഈ സാധനത്തിനകത്തുണ്ട്, ഖുറാനകത്തുണ്ട്. 7ാം സെഞ്ചുറിയിൽ അറേബ്യയിൽ എന്തൊക്കെ നല്ലതുണ്ടായിരുന്നു, എന്തൊക്കെ ചീത്തയുണ്ടായിരുന്നു, എന്തൊക്കെ ആയിരുന്നു, അതിൻ്റെ ഒരു സാമ്പിള് അതിനകത്തുണ്ട്. അതേ കണക്കാണ് ഭാഷ രൂപം കണ്ട രീതിയിൽ. ഇപ്പം നമ്മൾ മുകളിലേക്ക് നോക്കുക എന്ന് പറയുക, നമ്മൾ മുകളിലേക്ക് നോക്കുക എന്ന് പറയുന്ന മുകളിലേക്ക് എന്നുള്ള പ്രയോഗം തന്നെ തെറ്റാണ്. കാര്യം ഒരു പരന്ന ഭൂമിയിൽ നമ്മൾ മുകളിലേക്ക് നോക്കുന്നു. ഭൂമി ഉരുണ്ടതാണെങ്കിൽ നമ്മൾ പുറത്തേക്കാണ് നോക്കുന്നത്. യു ആർ ലുക്കിംഗ് ഔട്ട്. ആകാശം എന്നുള്ള സങ്കല്പം ഒരുപക്ഷെ ഇന്നാണെങ്കിൽ ഒരുപക്ഷെ ആകാശം എന്നുള്ള സങ്കല്പം വന്നേനെ. കാര്യം വെച്ചാൽ നമ്മൾ നോക്കുമ്പോൾ എന്തോ ഉണ്ട്, നമ്മുടെ റിയാലിറ്റിയുടെ ഭാഗമാണ്. അങ്ങനെ ഒരു സാധനമില്ല. അപ്പോൾ ആത്മാർത്ഥമായ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഗീതയിൽ ഈ ആത്മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല അർത്ഥങ്ങളാണ്. എന്തിനാ ഈ പല അർത്ഥം കൊടുക്കുന്നതെന്ന് അറിയാമല്ലോ. വ്യാഖ്യാന ഫാക്ടറിയുടെ ഇത് ഓൺ ചെയ്യണമെങ്കിൽ പല പല അർത്ഥം കൊടുക്കും. ഒരിടത്ത് മനസ്സെന്ന് കൊടുക്കും, ഒരിടത്ത് ഒറിജിനൽ ആത്മാവ്, ഈ പറന്നു പോകുന്ന സാധനം, മറ്റിടത്ത് ഞാൻ, നീ, പിന്നെ പല പല അർത്ഥങ്ങൾ. ഓരോ സ്ഥലത്ത് ഏതാണോ സ്യൂട്ടബിൾ ആകുന്നത് അതിട്ട് കൊടുക്കും. അതിനൊരു ഉദാഹരണം, വ്യാഖ്യാന ഫാക്ടറിയുടെ ഒരു ഉദാഹരണം, കേരളത്തിലെ വളരെ പ്രമുഖനായിട്ടുള്ള ഒരു ഗീതാ പണ്ഡിതൻ, അദ്ദേഹം യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമിഹം പരിത്രാണായ സാധൂനാം വിനാശയ ച ദുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന ഗീതയിലെ ഒരുപക്ഷെ ഏറ്റവും പ്രശസ്തമായ ശ്ലോകം അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്ന വ്യാഖ്യാനം നിങ്ങളൊന്ന് കേട്ടു നോക്കുക. അദ്ദേഹം പറയുന്നു, ഈ ഞാൻ പറഞ്ഞ ഒരു വാക്ക് തന്നെ പല രീതിയിൽ എടുക്കുന്നതാണ്, ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. നിങ്ങൾ കരുതുന്നു ധർമ്മത്തിന് ഗ്ലാനി ഉണ്ടാകുമ്പോൾ ഭഗവാൻ അവതരിക്കും എന്നാണ് ആ വരികളുടെ അർത്ഥമെന്ന് വിഡ്ഢികളായ നിങ്ങൾ കരുതുന്നു. അങ്ങനല്ലേ? അപ്പൊ അദ്ദേഹം പറയുന്നു, ഞാൻ ഈ അടുത്തിടെ കേട്ടു, ഭാരതത്തിന് എപ്പോഴൊക്കെ പ്രശ്നം ഉണ്ടാകുന്നോ അപ്പോഴെല്ലാം ഭഗവാൻ കുതിരപ്പുറത്ത് വരുമെന്നാണ് ഇതിന് അർത്ഥമെന്ന് പഠിപ്പിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, ഞാനല്ല പറയുന്നത്. അദ്ദേഹം പറയാ, ഭഗവാൻ വരാൻ പോകുന്നില്ല, ഭഗവാൻ വരില്ല. അങ്ങനെയാണെങ്കിൽ ഭഗവാൻ എത്ര ചാൻസ് കളഞ്ഞിരിക്കുന്നു. 1947 ഒരു ചാൻസ് കളഞ്ഞു. ഇവിടെ വലിയ പ്രശ്നമായി, പഞ്ചാബ് വിഭജനം, ബംഗാൾ വിഭജനം. ഭഗവാൻ വന്നില്ലല്ലോ. ഇവിടെ ഭൂകമ്പങ്ങൾ ഉണ്ടായി, വന്നില്ലല്ലോ. ഇവിടെ അഴിമതി കൊണ്ട് രാഷ്ട്രീയം ആകെ കുത്തഴിഞ്ഞു, ഭഗവാൻ വന്നില്ലല്ലോ. ഭഗവാൻ വരില്ല. അത് ഭഗവാൻ വരുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. എന്താണ്? എപ്പോഴൊക്കെ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കും അപ്പോൾ ഭഗവാൻ ഇങ്ങനെ വരുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. അദ്ദേഹം പറയുന്നത് രസമാണ്, നിങ്ങൾക്ക് ആർക്കും പ്രതിരോധിക്കാനാവാത്ത ഒരു വ്യാഖ്യാന ഫാക്ടറിയാണ്. അദ്ദേഹം പറയുന്നത് ഇതാണ്, യുദ്ധം ഉള്ളിലാണ്, നോ കുരുക്ഷേത്ര യുദ്ധം ഔട്ട് സൈഡ്. പുറത്ത് കുരുക്ഷേത്ര യുദ്ധം ഇല്ലല്ലോ, എല്ലാം തലച്ചോറിലാണ് നടക്കുന്നത്. അദ്ദേഹം RSS അദ്ദേഹത്തെ ചേസ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അവർക്ക് പുറത്തും ഒരു യുദ്ധം വേണം, അകത്തും ഒരു യുദ്ധം വേണം.
എപ്പോഴൊക്കെ ധർമ്മത്തിന് ഗ്ലാനി വരുന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ മസ്തിഷ്കത്തിൽ ധർമ്മത്തിന് ഗ്ലാനി വരുന്നു എന്നാണ് അർത്ഥം. അതായത് നിങ്ങൾ അടുത്തിരിക്കുന്ന ഒരാളുടെ പോക്കറ്റിലേക്ക് കൈയിടുന്നു, അപ്പോഴൊരു അവതാരം നിങ്ങളുടെ മസ്തിഷ്കത്തിൽ വരുന്നു, ഇടരുതേ ഇടരുതേ എന്നൊരു തടച്ചിൽ അവിടെ വരുന്നു. നിങ്ങൾ തൊട്ടടുത്തിരിക്കുന്ന ഒരാളെ അടിച്ചിടാനായിട്ട് നിങ്ങൾ ഒന്ന് ശ്രമിക്കുന്നു, ഒരു കാര്യമില്ല, അതാണല്ലോ അധർമ്മം. അപ്പോൾ ഉടനെ നിങ്ങളുടെ തലച്ചോറിൽ നിന്നൊരു മനസ്സാക്ഷി അങ്ങനെ സാധനമുണ്ട്, മനസ്സാക്ഷി പറയുന്നു ചെയ്യരുതേ ചെയ്യരുതേ എന്ന് പറയുന്നു. എപ്പോഴൊക്കെ നിങ്ങളുടെ ചിന്തകളിൽ ധർമ്മത്തിന് ഇടിവ് വരുന്നു, അപ്പോഴെല്ലാം നിങ്ങളിൽ ഒരു അവതാരം വരുന്നു, അങ്ങനെ ചെയ്യരുതേ ചെയ്യരുതേ. അതാണ് ആ വരികളുടെ അർത്ഥം. എങ്ങനെയുണ്ട്? ഇങ്ങനെ ഉണ്ടാകാത്ത ആരെങ്കിലും ഉണ്ടോ? അധമമായ അധാർമികമായ എന്തെങ്കിലും ചെയ്യാൻ തുനിയുമ്പോൾ സ്വന്തമായി അതിനൊരു പ്രതിരോധവും അതിനെതിരെ അരുതേ എന്ന് പറയുന്ന ഒരു ചിന്താഗതി നിങ്ങളുടെ തലച്ചോറിൽ ഉണ്ടാകാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ലല്ലോ. അതാണ് ഈ വരികളുടെ അർത്ഥം. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ തൊലിയുരിച്ച് കാണിക്കപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ് ഈ വ്യാഖ്യാന ഫാക്ടറി. വ്യാഖ്യാന ഫാക്ടറി എവിടെ കണ്ടാലും അതിനെ എക്സ്പോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്കറിയാം ഇതല്ല കാര്യം. ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന ഒരു ദൈവം, ഒരു ആൾദൈവം. എല്ലാ ദൈവങ്ങളും ആൾദൈവങ്ങളാണ്, ആൾദൈവങ്ങളല്ലാത്ത ദൈവങ്ങളില്ല. ആൾദൈവങ്ങളല്ലെന്ന് പറയുന്ന ദൈവങ്ങൾക്കും ആൾദൈവങ്ങളുടെ സ്വഭാവമാണ് ഉണ്ട്. രൂപമില്ലെന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുന്ന ദൈവങ്ങൾ ഇരിക്കുകയും നിൽക്കുകയും നക്ഷത്രങ്ങളെ വാരി എറിയുകയും കൈ ചെയ്യുന്ന ദൈവങ്ങളാണ്. അപ്പോൾ ആന്ത്രോപ്പോമോർഫിക് അല്ലാതൊരു ദൈവം ഇല്ല. മനുഷ്യഗുണങ്ങളും മനുഷ്യരൂപങ്ങളും ഇല്ലാത്തൊരു ദൈവത്തെ മനുഷ്യനുണ്ടാക്കാൻ സാധിക്കില്ല. അതാണ് അവൻ്റെ റിയാലിറ്റി. പോത്തിൻ്റെ ദൈവം പോത്തായിരിക്കും, ഒരു വലിയ പോത്തായിരിക്കും, സൂപ്പർ പോത്ത് ആയിരിക്കും എന്ന് പറയുന്നോണം മനുഷ്യൻ്റെ ദൈവം ഒരു മനുഷ്യൻ, സൂപ്പർ മനുഷ്യനായിരിക്കും. അപ്പോൾ അതങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഭാഷയുടെ ഒരു പ്രത്യേകത. ഭാഷയിൽ ഇങ്ങനെയുള്ള പ്രയോഗം, ആത്മാർത്ഥം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആത്മാവല്ല. അതങ്ങനെയാണ് ഒരു പ്രയോഗം. ഭാഷയിൽ അങ്ങനെ ഒരുപാട് പ്രയോഗങ്ങളുണ്ട്. ഈ പ്രയോഗങ്ങളെല്ലാം നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് നമ്മുടെ അന്നത്തെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ ശരിയുണ്ട്, തെറ്റുണ്ട്. ഭാഷ ഇതെല്ലാം കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. നമ്മൾ മുകളിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത് പുറത്തേക്ക് എന്ന് തന്നെയാണ്. പക്ഷെ നമ്മൾ പുറത്തേക്ക് എന്ന് പറയാറില്ല. എൻ്റെ കാര്യമില്ല, ആരും അങ്ങനെ ഒരു കൺസ്ട്രക്റ്റായി മാറിക്കഴിഞ്ഞു. നമ്മളെപ്പോഴും കൈ, ഒരു യുക്തിവാദിയും കൈ എന്നെ കൊണ്ട് ഞാൻ വിചാരിച്ചാൽ നടക്കുമെന്ന് പറയുമ്പോൾ അവൻ്റെ കൈ ഇങ്ങനെയാണ് പോകുന്നത്. കാര്യം ഇവിടെയാണ് ചിന്തകളുടെയും വികാരങ്ങളുടെയും ഒക്കെ അടിസ്ഥാനം എന്ന് ചിന്തിച്ച അവൻ്റെ പിൻഗാമികളാണ് അവൻ്റെ കൈ കൊണ്ടുവന്ന് വീണ്ടും അവൻ്റെ ചെസ്റ്റിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മുടെ ജ്ഞാനം എന്ന് പറയുന്നത് നമ്മൾ ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടാക്കിയതല്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ മറ്റൊരു ഉദാഹരണം. അത് തലമുറകളായി പാരമ്പര്യമായി പരിണാമത്തിൻ്റെ വീഥികളിലൂടെ ഇങ്ങനെ ഒഴുകി നമ്മളിലേക്ക് എത്തുകയാണ്. ഇത് നമ്മളിൽ നിൽക്കുന്നില്ല, ഇത് നമ്മളിൽ നിന്ന് അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ റിയാലിറ്റി എന്ന് പറയുന്നത് മായയാണോ? നമുക്ക് മുന്നേ ഉണ്ടായിരുന്നു. ചില പറയും നിങ്ങൾ തീരുമ്പോൾ ഈ പ്രപഞ്ചം തീർന്നു. ശരിയാണ്, നിങ്ങൾ വരുന്നതിന് മുമ്പ് ഈ പ്രപഞ്ചം ഇല്ല. പക്ഷേ വേദാന്തങ്ങളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, നമ്മൾ വന്നിട്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്, നമ്മൾ പോകുമ്പോൾ ഈ പ്രപഞ്ചം തീർന്നു. പക്ഷെ നമ്മളിവിടെ വരണമെങ്കിൽ ഈ പ്രപഞ്ചം ഉണ്ടായിരുന്നിരിക്കണം. നമ്മളിവിടെ വരണമെങ്കിൽ നമ്മൾക്ക് മാതാപിതാക്കൾ ഉണ്ടാകണം. മാതാപിതാക്കൾക്ക് മുന്നേ ജനിച്ച ആരുമില്ല, അങ്ങനെയൊക്കെ ആക്ഷേപിക്കാറുണ്ടെങ്കിലും മാതാപിതാക്കൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നേ ഉള്ള എക്സിസ്റ്റൻസ് ആണ്. മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ പ്രപഞ്ചം ഉണ്ടായിരുന്നു. നമ്മൾ ഉണ്ടാകുക എന്നുള്ള പ്രധാനമല്ല. നമ്മളുടെ വ്യക്തിഗതമായിട്ടുള്ള അനുഭവങ്ങൾ മാത്രമല്ല ഇതിൻ്റെ അടിസ്ഥാനം. ഇനി നമ്മൾ പോയി കഴിഞ്ഞാലും ഈ പ്രപഞ്ചം ഉണ്ടാകും എന്ന് കാണാൻ നമുക്ക് ധാരാളം, ഞാൻ ആ റെഫ്രിജറേറ്ററിൻ്റെ കാര്യം പറഞ്ഞോണം, ധാരാളം ഉപാധികളുണ്ട്. ഇപ്പം നമ്മളിൽ തുടങ്ങി നമ്മളിൽ അവസാനിക്കുന്ന ഒന്നല്ല പ്രപഞ്ചം. അതിന് ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രകാശത്തിൻ്റെ ലൈറ്റ് പോലെ ഈ 7 എണ്ണമല്ല, അപ്പുറവും ഉണ്ട് ഇപ്പുറവും ഉണ്ട്. നമ്മൾ പോകുന്നതോടുകൂടി പ്രപഞ്ചം റദ്ദാക്കപ്പെടുന്നില്ല. അതുപോലെ തന്നെ ഞാൻ ഈ 2ാം സെഷനിൽ പറഞ്ഞ ബുദ്ധൻ്റെ കാര്യം, ബുദ്ധൻ ഈ ഒന്ന് നശിച്ചാണ്, കാരണം നശിച്ചാണ് കാര്യം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നിഷേധത്തിൻ്റെ നിഷേധം എന്നുള്ള ആശയവും അടിസ്ഥാനപരമായി സ്വീകരിക്കാൻ സാധിക്കില്ല. യാഥാർത്ഥ്യം ഒരു കണ്ടിന്യൂറ്റിയാണ്. ഈ യാഥാർത്ഥ്യം തുടങ്ങിയത് നമ്മുടെ ഹോമോ സാപ്പിയൻസ് അതിനു മുന്നേ, ഒരുപക്ഷെ റെപ്റ്റീലിയൻ ബ്രെയിൻ, അല്ലെങ്കിൽ അതിനു മുന്നേ ഒരുപക്ഷെ ജീവൻ്റെ ആദ്യ കണിക രൂപം കൊണ്ടപ്പോൾ ശേഖരിച്ച അറിവിൻ്റെ തുടർച്ചയാണ് നമ്മളിലൂടെ പോകുന്നത്. അതിങ്ങനെ പലതിലോട്ട് പോകുന്നു. എക്കോ ലൊക്കേഷൻ നമുക്ക് കരഗതമല്ല, അവരെ ഒരു യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടുന്നതാണ്.
നമ്മുടെ യാഥാർത്ഥ്യമായി പൊരുത്തപ്പെടുന്നതാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ യാഥാർത്ഥ്യത്തെ നിർവചിക്കാനായിട്ടുള്ള ഏറ്റവും സവിശേഷമായ ഉപാധി ശാസ്ത്രമാണെന്നും ശാസ്ത്രീയമായ രീതിയിലൂടെ മാത്രമേ നമുക്ക് അത്തരം കാര്യങ്ങൾ കൂടുതൽ നിർദ്ധാരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ആൻഡ് സയൻസ് ഇസ് ദ ബെസ്റ്റ് വേ ടു നോ ദ വേൾഡ് ആൻഡ് ദ പ്രോസസ് ദ ഔട്ടർ ഡേറ്റ. ഓൺലി സയൻസ്. ഞാനത് വളരെ കൃത്യമായിട്ട് പറയുകയാണ്. അതൊരു ഫെനാറ്റിസമായിട്ടൊക്കെ പറയും, എന്താണ് സയൻസ് മാത്രം. സയൻസ് എന്ന് ഞാൻ പറഞ്ഞാൽ സയൻസ് ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞത്, ശരിയായത് സയൻസാണ്. ഓൺലി സയൻസ് is a way to know the world and assess the reality, and all other things are superstitions. മറ്റെല്ലാം അടിസ്ഥാനപരമായ അന്ധവിശ്വാസങ്ങളാണ്. ചെറിയ അന്ധവിശ്വാസങ്ങൾ, വലിയ അന്ധവിശ്വാസങ്ങൾ. And I am here to defend science, because when you defend science, you defend civilization. Thank you.